Yeah. Hello guys, good evening. ഇന്ന് നമ്മുടെ അനാട്ടമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിൻ്റെ ഡോപ്പ ടെസ്റ്റ് സീരീസിൻ്റെ ടെസ്റ്റ് ആൻഡ് ഡിസ്കഷന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ലൈവിൽ നിങ്ങൾ വന്ന് നിൽക്കുന്നുണ്ടാവുക. സോ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടെസ്റ്റ് ആൻഡ് ഡിസ്കഷനാണിത്. സോ ഐ എം ജസ്റ്റ് ലൈക്ക് ഗോയിങ് ടു ടീച്ച് യു വാട്ട് ഈസ് ദെയർ ഇൻ അനാട്ടമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ബേസിക്കലി ഇന്നത്തെ സെഷനിൽ. സോ ഇന്നത്തെ ദിവസം ആക്ച്വലി ഐ നോ ദാറ്റ് തിങ് ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് 2013 ആദ്യത്തെ നീറ്റ് ബാച്ചിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആദ്യത്തെ നീറ്റ് ബാച്ചിൽ ഞാൻ ഈ സാധനം പഠിക്കുമ്പോൾ ദിസ് വാസ് എ ഹൊറിബിൾ ചാപ്റ്റർ, ഇറ്റ്സ് എ ബിഗ് ചാപ്റ്റർ. ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും രക്ഷപ്പെടാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ചാപ്റ്റേഴ്സാണ്. സാർമാരെ ക്ലാസ് എടുത്ത് കുറേ അധികം കോംപ്ലിക്കേഷൻസും കുറേ അധികം സാധനങ്ങളും ഡിഫറൻസുകളൊക്കെ വെച്ചിട്ട് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. സോ ദാറ്റ് ഇന്ന് ഐ വിൽ ബി ടീച്ചിങ് യു ഹൗ ടു മേക്ക് ഷോർട്ട് നോട്ട്സ്. അതായത് ഈ ചാപ്റ്ററിൻ്റെ ഷോർട്ട് നോട്ട്സ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആൻഡ് ഹൗ ടു മേക്ക് ഇറ്റ് സിമ്പിൾ എന്നുള്ള കാര്യം നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റും. സോ ഇറ്റ്സ് വെരി സിമ്പിൾ. ഐ വിൽ ബി ഡയറക്ട്ലി ഗോയിങ് വിത്ത് NCERT ടെക്സ്റ്റ് ബുക്ക് ഹിയർ. വേറൊരു സാധനത്തിലേക്കോ വേറെ സംഗതികളിലേക്കോ ഒന്നും പോകുന്നുണ്ടാവില്ല. നമ്മൾ നേരിട്ട് NCERTയിൽ എന്തൊക്കെയാണുള്ളത്, എങ്ങനെയൊക്കെ ആയിരിക്കും ഉണ്ടാവുക എന്നുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ടാവുക. സോ വിൽ ബി ഫീലിംഗ് ലൈക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സാധനമായിരിക്കും. അപ്പോൾ അഗെയിൻ ഐ വിൽ ബി ടോക്കിംഗ് അബൌട്ട് DTS ഡോപ്പ ടെസ്റ്റ് സീരീസ്. ഫ്രീ ആയിട്ടുള്ള ഒരു ടെസ്റ്റ് സീരീസാണ്. ഡോപ്പ ആപ്പ് ത്രൂ ആണ് നടക്കുന്നുണ്ടാവുക. അപ്പോൾ അടുത്ത ടെസ്റ്റ് നടക്കാൻ പോകുന്നത് 31-ാം തീയതിയാണ്. അടുത്ത കമ്മിങ് വെനസ്ഡേ 31-നാണ്. വെനസ്ഡേ അല്ല, ട്യൂസ്ഡേ, സോറി. ഇന്ന് 29th, നാളെ 30th, 31st ട്യൂസ്ഡേ ആണ്. ഇലക്ട്രോ കെമിസ്ട്രീൻ്റെ ടെസ്റ്റാണ് അടുത്തത് നടക്കാനുള്ളത്. ആൻഡ് നെക്സ്റ്റ് ഡേയിൽ വിൽ ബി ഡിസ്കസിങ് ദാറ്റ് ക്വസ്റ്റ്യൻസ്. ഇലക്ട്രോ കെമിസ്ട്രി ടെസ്റ്റ് സീരീസിലുള്ള ആ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുന്നുണ്ടാവും, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. സോ ഇതാണ് സാധനങ്ങൾ ഉണ്ടാവുക. ആൻഡ് ടുഡേസ് ക്ലാസ് ഈസ് എ ബയോളജി ക്ലാസ്. ചെറിയ സാധനമാണ്. സോ ഇറ്റ് വിൽ ബി ലൈക്ക് കോംബി ക്ലാസ് റൂം ഒക്കെ ആണല്ലോ അല്ലേ. സോ നമ്മൾ എന്ത് ചെയ്യും, ആ സാധനങ്ങൾ NCERT വെച്ചിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. സോ ബിഫോർ വി ആർ ഗോയിങ്, നമ്മൾ കഴിഞ്ഞ ഈ അനാട്ടമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സിൻ്റെ വിന്നേഴ്സിൻ്റെ കാര്യം പറയണ്ടേ. ബയോളജിയുടെ ചാപ്റ്റർ ആയതുകൊണ്ടും അനാട്ടമി ആയതുകൊണ്ടും ഇവൻ ദോ ക്വസ്റ്റ്യൻസ് ആർ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ആൻഡ് പഴയ സിലബസ് അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. സോ ദാറ്റ് ഇപ്പോൾ സിലബസ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാൽ കൂടി ഡോപ്പയിൽ നിന്നുള്ള 19 ആൾക്കാർ എഴുതിയവരിൽ അത് ഫുൾ മാർക്ക് തന്നെ സ്കോർ ചെയ്തിട്ടുണ്ട്. സോ വിൽ ബി കോളിംഗ് അവരുടെ പേര് നമുക്കൊന്ന് പറഞ്ഞിട്ട് മുന്നോട്ടേക്ക് പോകാം. ആബിദ് നൗഷാദ് ഈസ് ആൻ ഔട്ട്സൈഡ് ഡോപ്പ സ്റ്റുഡൻറ്റ്. ഫസ്റ്റ് തിങ് യു ഹാവ് ടു നോട്ട് ദാറ്റ് തിങ്. ഇത് ഡോപ്പയിൽ എൻറോൾ ചെയ്തിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റ് അല്ല. സോ ദാറ്റ് എനിബഡി ക്യാൻ അറ്റൻഡ് ദിസ് തിങ്. ആൻഡ് അഫ്രീൻ ഈസ് ഷുവർ ഷോട്ട് 60 റിപ്പീറ്റർ ആണ്. ആൻഡ് ഹെന്ന ഷെറിൻ ദാറ്റ് ഈസ് എയിംസ് ഗേൾസ് ബാച്ച്. ആതിര രഘു കഴിഞ്ഞ 3 DTSനെ ഫസ്റ്റ് ഫുൾ അടിച്ച ടീമിലുണ്ടായിരുന്നു. റിപ്പീറ്റേഴ്സ് ഓൺലൈൻ ബാച്ച് 1-ലാണ്. രഞ്ജിത്ത് രാജ് ദാറ്റ് ഈസ് എയിംസ് ബോയ്സ്. നജിയ ഷെറിൻ എയിംസ് ഗേൾസ് ബാച്ച്. നാഷിദ നൗഷാദ് എയിംസ് ഗേൾസ് ബാച്ച്. നഫീസ കൻസ അഗെയിൻ എയിംസ് ഗേൾസ് ബാച്ച്. അൻഷ ഫെറോ ഗേൾസ് ബാച്ച്. ഫാത്തിമ നിഹ റിപ്പീറ്റേഴ്സ് ഹൈബ്രിഡ് ബാച്ച്, ലൈക്ക് നമ്മുടെ ഓഫ്ലൈൻ ബാച്ചാണ് ഉണ്ടാവുക. പ്രത്യുഷ് കെ റിപ്പീറ്റേഴ്സ് ഓൺലൈൻ ബാച്ച്. അനീസ കോട്ടക്കൽ ഗേൾസ് ബാച്ചാണ്. മൊഹ്മിന റിപ്പീറ്റേഴ്സ് ഓൺലൈൻ 3. മുഹമ്മദ് ബാസിൽ റിപ്പീറ്റേഴ്സ് ഓൺലൈൻ 7. മുഹമ്മദ് ഖലീൽ റിപ്പീറ്റേഴ്സ് ഓൺലൈൻ 8. ഐഷ നിദ റിപ്പീറ്റേഴ്സ് ഓൺലൈൻ 8. ഷിഫാന നാസർ ആൽപ്സ് റിപ്പീറ്റേഴ്സ് മലപ്പുറത്തുള്ള നമ്മുടെ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൽ +1 +2 സ്കൂളിലുള്ള ബാച്ചാണ് ഉണ്ടാവുക. മുഹമ്മദ് ഐമാൻ ഫെറോക്ക് ബോയ്സ് ബാച്ച്. ഹരിപ്രിയ എയിംസ് ഗേൾസ് ബാച്ച്. സുമയ്യ കാലിക്കറ്റ് ഓഫ്ലൈൻ ബാച്ച്. ആൻഡ് ഫാത്തിമ ജന്ന പൂവാട്ടുപറമ്പ 1, ദ ഫസ്റ്റ് ബാച്ച് വി ഹാവ് സ്റ്റാർട്ടഡ്. അംന ഫാത്തിമ എയിംസ് ഗേൾസ് ആൻഡ് ലിബ യൂനസ് എയിംസ് ഗേൾസ്. ഇതിനകത്ത് എല്ലാവരും 1ാം റാങ്കാണ് കേട്ടോ. ആദ്യം വായിച്ചാൽ 1ാം റാങ്ക്, അവസാനത്തെ വായിച്ചാൽ 18ാം റാങ്കോ അല്ല, എല്ലാവരും 1ാം റാങ്കാണ്. എല്ലാവരും മിടുക്കന്മാരാണ്. സോ ഐ വെൽക്കം യു. അടുത്ത ടെസ്റ്റിൽ നമുക്ക് നോക്കാം ആരായിരിക്കും ഉണ്ടാവുക എന്നുള്ളത്. സോ ഇതൊരു എന്തായിരുന്നു, തിയററ്റിക്കൽ ചാപ്റ്റർ ആയിരുന്നു എന്നുള്ളൊരു സാധനമുണ്ട്. സോ അതായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ എന്താ പറയുക അവൈലബിൾ ആക്കി മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു സാധനം ഉണ്ടാവുക. സോ ഇതാണ് നമ്മുടെ കാര്യങ്ങൾ. ആൻഡ് അടുത്ത ടെസ്റ്റ് നമ്മൾ പറഞ്ഞു ഇലക്ട്രോ കെമിസ്ട്രി ആണ്. ആ ടെസ്റ്റിലേക്ക് വരുന്ന സമയത്ത് നമ്മളിങ്ങനെ കൃത്യമായിട്ട് മെൻറ്റർഷിപ്പ് സാധനങ്ങൾ നിങ്ങൾക്ക് തരാറുണ്ട്. നിങ്ങൾ ചോദിക്കുന്ന ഡൗട്ടുകൾ കാര്യങ്ങളൊക്കെ തരാറുണ്ട്. സോ അതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വാട്ട് യു ഹൗ ടു ഡു, ഇതാ ഇവിടെ QR കോഡ് വന്നിട്ടുണ്ട്. QR കോഡ് ജസ്റ്റ് സ്കാൻ ചെയ്യുക. യു വിൽ ബി ഡയറക്ട്ലി ഗോയിങ്. അതുപോലെ തന്നെ നമ്മുടെ ഫസ്റ്റത്തെ കമൻറ്റിൽ, അതുപോലെ ഈ ലൈവിൻ്റെ ഡിസ്ക്രിപ്ഷനൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് ദ ലിങ്ക് ടു ജോയിൻ ദ വാട്സ്ആപ്പ് ചാനലിൽ ജോയിൻ ചെയ്യുക. യു വിൽ ബി ഗെറ്റിംഗ് ലോട്ട് ഓഫ് ഇൻഫർമേഷൻസ് ഫ്രം ദെയർ. ബേസിക്കലി ഹൗ ടു സ്റ്റഡി എന്നുള്ളതാണ്. കേരളത്തിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഐ എം റിപ്പീറ്റിംഗ് അഗെയിൻ, ഇതുവരെയുള്ള നമ്മുടെ ഇതിനകത്ത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലും എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യം പറയാറില്ല. ഇറ്റ് ഇസ് ജസ്റ്റ് മോട്ടിവേഷൻ. ഇത് അങ്ങനെ പഠിക്കുക, ഇതിങ്ങനെ പഠിക്കുക, നിങ്ങൾ അങ്ങനെ ആവും ഇങ്ങനെ ആവും. ലൈക്ക് അതല്ല, നമുക്ക് ലൈക്ക് ദർ ഈസ് എ സിസ്റ്റമാറ്റിക് വേ, സയൻറ്റിഫിക് വേ ടു അപ്രോച്ച് തിങ്സ്. നിങ്ങളുടെ മെൻറ്റാലിറ്റിനെ ഷേപ്പ് ചെയ്യാനും മക്കളെ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് തിങ്. നോളജ് എന്ന് പറയുന്ന സാധനം ഒരൊറ്റ പില്ലർ മാത്രമാണ് പഠിക്കാനുള്ളത്. അതിനോടൊപ്പം തന്നെ നമുക്കൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു വേ പഠിക്കാൻ വേണ്ടി വേണം. സയൻറ്റിഫിക് ആയിട്ടുള്ള മെത്തേഡ്സ് വേണം. കൃത്യമായിട്ടുള്ള ഗൈഡൻസ് വേണം. ആൻഡ് നിങ്ങൾ താന്നു പോകുന്ന സമയത്ത് നിങ്ങളെ താങ്ങി നിർത്താൻ ഒരു കൈയും വേണം. സോ അങ്ങനെ മൾട്ടിപ്പിൾ പില്ലേഴ്സിലാണ് നമ്മുടെ നീറ്റിൻ്റെ സക്സസ് ഇരിക്കുന്നുണ്ടാവുക. സോ ഓരോ പില്ലേഴ്സിലും നമുക്ക് എന്ത് ചെയ്യാം, വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആൻഡ് അടുത്ത ടെസ്റ്റ് അനൗൺസ് ചെയ്യാണ്. അടുത്ത ടെസ്റ്റ് ഈസ് 31st വെനസ്ഡേ എന്നുള്ളത് ഞാൻ ആക്സിഡൻ്റിൽ ഇട്ടതാണ്. ഇറ്റ് ഈസ് 31st ഓക്കെ ആണല്ലോ അല്ലേ. 31st 10 ഈ മാസം 31ാം തീയതി. ചാപ്റ്റർ ഈസ് വാട്ട്, ഇലക്ട്രോ കെമിസ്ട്രി ആണ് ഉണ്ടാവുക. കെമിസ്ട്രി എന്നുള്ള
എന്നുള്ള വളരെ അടിപൊളിയായിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. പഠിച്ചാൽ നല്ല രസമായിട്ടുള്ള ചാപ്റ്റർ. നമ്മൾ റിഡോക്സ് റിയാക്ഷൻ കഴിഞ്ഞ ദിവസം നമ്മളത് പഠിച്ചിരുന്നു. അതുപോലെ തന്നെ അതിൻ്റെ കണ്ടിന്യൂഷനൊക്കെ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന സാധനമാണ് ഇലക്ട്രോ കെമിസ്ട്രി. സോ വിൽ ബി സീയിങ് ദെയർ. ഓക്കെ ആണല്ലോ അല്ലേ? കറക്റ്റായിട്ട് 31-ാം തീയതി അതുപോലെ 1-ാം തീയതി നമ്മൾ എന്ത് ചെയ്യും? വി വിൽ ബി ഡിസ്കസിങ് ദാറ്റ് തിങ്. അപ്പോൾ അതിനൊക്കെ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? നമ്മുടെ മെൻറ്റർഷിപ്പ് ചാനൽ വിസിറ്റ് ചെയ്യുക, നേരെ മുന്നോട്ടേക്ക് വരിക. സോ ദാറ്റ് ഈസ് ഇറ്റ്. ആൻഡ് ഇവിടെ ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു തരുന്ന സാധനം എന്ന് പറഞ്ഞാൽ ഈ NCERT ടെക്സ്റ്റ് ബുക്ക് ഇത് നമ്മുടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പഴയ NCERT ടെക്സ്റ്റ് ബുക്കാണ് ഇപ്പോൾ ഉണ്ടായിരുന്ന സാധനം. അതായത് അപ്ഡേറ്റ് ആവുന്നതിന് മുന്നേ, സിലബസ് അപ്ഡേറ്റ് ആവുന്നതിന് മുന്നേ ഉള്ള സാധനമാണ്. അതിൽ ഈ ഒരു പാരഗ്രാഫ് ഇങ്ങനെ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ നമുക്ക് ഈ ഒരു പാരഗ്രാഫ് ഇതാ ഇവിടെയൊക്കെ ചേഞ്ചുകളുണ്ട്. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ എന്നുള്ള ഒരു ടോപ്പിക്ക് അവിടെ അങ്ങനെ NCERT ഇല്ല. അവിടെ അങ്ങനത്തെ ഒരു സാധനമേ ഇല്ല. ഈ പറഞ്ഞ ഒരു പാരഗ്രാഫ് NCERT സാധനത്തിൽ അവിടെ കൊടുക്കുന്നില്ല. ആൻഡ് പെർമനൻറ്റ് ടിഷ്യൂസ് എന്ന് പറയുന്ന സ്ഥലത്ത് ഇവിടെ ഇല്ല. ഈ സിമ്പിൾ ടിഷ്യൂസിനെ പറ്റിയിട്ടൊക്കെ ഇതിനകത്ത് ചെറിയ മെൻഷൻസ് ഉണ്ടെങ്കിലും പക്ഷേ ഇതൊന്നും എന്ത് ചെയ്യാനില്ല, ഡയറക്റ്റ്ലി നമുക്ക് പഠിക്കാനില്ലാത്ത ഏരിയാസാണ് ഇവിടെയൊക്കെ. പക്ഷേ ജസ്റ്റ് യു ഹൗ ടു നോ വാട്ട് ഈസ് എന്തൊക്കെയാണ് പാരന്റ് കൈമ എന്താണ്, കോളൻ കൈമ എന്താണ്, സ്ക്ലീറൻ കൈമ എന്താണ് എന്നുള്ളതിനെ പറ്റിയിട്ടൊരു ബേസിക് ഐഡിയാസ് മാത്രം ഉണ്ടായിരുന്നാൽ മതി നമ്മൾ മുന്നോട്ടേക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. ബേസിക്കലി പാരന്റ് കൈമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിൻ വാളുള്ള യൂണിഫോം ആയിട്ടുള്ള സെല്ലുകളാണ്. കോമൺ ഫംഗ്ഷൻസ് ഒക്കെ ചെയ്യുന്നത് ആരാണ്? പാരന്റ് കൈമ എന്ന് പറഞ്ഞിട്ടുള്ള ഈ സെല്ലുകളാണ് ഉണ്ടാവുക. ഇനി കോളൻ കൈമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി തിക്ക് വാൾഡ് ആയിട്ടുള്ള ലിവിങ് ആയിട്ടുള്ള സെല്ലുകളാണ്. യങ് ആയിട്ടുള്ള പ്ലാന്റ്സിന് സ്ട്രക്ചറൽ സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതൊക്കെയാണ് ആരുടെ ഉദ്ദേശം? കോളൻ കൈമയുടെ ഉദ്ദേശം. ആൻഡ് ഇനി ഇതുപോലെ തന്നെ സ്ക്ലീറൻ കൈമ എന്ന് പറയുന്ന സാധനം നമുക്ക് ബേസിക്കലി ഇത്രയൊക്കെ അറിഞ്ഞിരുന്നാൽ മതി ഇപ്പോൾ ഈ ഭാഗത്ത്. കാരണം വെച്ചാൽ ഇതിപ്പോൾ സിലബസിലില്ല, ഞാൻ പുതിയ NCERT നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ആ ഒരു വ്യത്യാസം പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. സ്ക്ലീറൻ കൈമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ലൈക്ക് എ വെരി ഹാർഡ് ഇറഗുലർ തിക്കനിങ് ഉള്ള ഭയങ്കര സെക്കൻഡറി, ഇപ്പോൾ ലിഗ്നിനൊക്കെ വെച്ചിട്ട് സെക്കൻഡറി സെൽവാളൊക്കെ ഫോം ചെയ്തിട്ടുള്ള ഭയങ്കര കട്ടിയുള്ള സെല്ലുകളാണ് സ്ക്ലീറൻ കൈമ എന്ന് പറഞ്ഞ സെല്ല്. സ്ക്ലീറ എന്ന് പറഞ്ഞുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ എന്താണ്? കട്ടി എന്നാണ് അർത്ഥം, ഭയങ്കര തിക്കായിട്ടുള്ളതെന്നാണ് അർത്ഥം. സോ അങ്ങനത്തെ സെല്ലുകളാണ് ഉണ്ടാവുക. 2 ടൈപ്പുകളുണ്ട്. ഒരു സാധനത്തിൻ്റെ പേരെന്താ വിളിക്കുന്നുണ്ടാവുക? ദാറ്റ് ഈസ് നോൺ ആസ് ഫൈബർ എന്നാണ് വിളിക്കുക. രണ്ടാമത്തെ പേര് സ്ക്ലീറൈഡ് എന്നാണ് വിളിക്കുക. ഈ 2 സാധനങ്ങളും മെച്യൂർ ആകുമ്പോഴത്തേക്കും സെല്ല് ഡെഡ് ആവും. ആൻഡ് ഈ സെല്ലാണ് നമ്മളെ പ്ലാന്റ് പാർട്സിനൊക്കെ സ്ട്രെങ്ത് കൊടുക്കുക. തടി, മരമൊക്കെ അല്ലേ കട്ടിയുള്ള സാധനങ്ങൾ, അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഈ പറയുന്ന സ്ക്ലീറൻ കൈമാറ്റസ്. ഇതാണ് ബേസിക് സിമ്പിൾ ടിഷ്യൂസ് എന്ന് പറയുന്ന ഒരു സാധനങ്ങൾ ഉണ്ടാവുക. ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആൻഡ് നമ്മുടെ NCERTയിലേക്ക് പോകുമ്പോൾ കോംപ്ലക്സ് ടിഷ്യൂവിൻ്റെ അവിടെ നമുക്കറിയാൻ പറ്റും ദെയർ വാസ് എ ഡീറ്റെയിൽ ഡിസ്കഷൻ ഓഫ് സൈലം ആൻഡ് ഫ്ലോയം. സൈലത്തിനെ പറ്റിയിട്ടും ഫ്ലോയത്തിനെ പറ്റിയിട്ടും ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്കഷൻ ഉണ്ടായിരുന്നു. ആൻഡ് ഇതും ഇപ്പോൾ NCERTയിൽ ഇല്ല. ദെയർ ഈസ് നോ ഡിസ്കഷൻ അബൌട്ട് സൈലം ആൻഡ് ഫ്ലോയം. ആ ഒരു സാധനത്തിനെ പറ്റി പറയുന്നില്ല. ആൻഡ് ഇവിടെ മുതലാണ് നമ്മുടെ പുതിയ NCERT ടെക്സ്റ്റ് ബുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. 6.2 എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിലാണ് പുതിയ NCERT ടെക്സ്റ്റ് ബുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. യു ഹൗ ടു അണ്ടർസ്റ്റാൻഡ്. സോ ഇവിടെ മുതലുള്ള സാധനങ്ങൾ നോക്കണം. ആൻഡ് യു ഹൗ ടു അണ്ടർസ്റ്റാൻഡ് വൺ തിങ്. നമ്മളെ ഈ പുസ്തകത്തിൽ നിന്ന് ഇതൊരു മാറ്റി എഴുതിയിട്ടൊന്നുമില്ല. അത്രയും ഭാഗങ്ങൾ ഡിലീറ്റ് ചെയ്തിട്ട് അവിടെ മുതലുള്ള കണ്ടിന്യൂഷനാണ് പുതിയ NCERT ടെക്സ്റ്റ് ബുക്ക് കടന്നു വരുന്നത്. സോ എന്തിനാണെന്ന് എന്തെങ്കിലും പറഞ്ഞു തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം മനസ്സിലാക്കിയിട്ട് ഇവിടെ മുതൽ പഠിച്ചാൽ മതി. നെക്സ്റ്റ് നീറ്റ് ഓൺവേർഡ്സ് ഇവിടെ മുതലേ നമ്മൾ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ. പക്ഷേ ഇതിന് പോലെ അങ്ങോട്ട് പറയുമ്പോൾ ഇതിന് മുന്നേ പറഞ്ഞ ചില വാക്കുകളും ചില സാധനങ്ങളൊക്കെ അവിടെ ഇവിടെ കയറി വരുന്നുണ്ടാവും. അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ മുന്നോട്ട് നോക്കി പോകണമെന്നാണ്. മക്കളെടാ ഉഷാറാക്കിയിട്ട് മനസ്സിലാക്കണം. ആൻഡ് ദിസ് ചാപ്റ്റർ ഈസ് ഗോയിങ് ടു ബി വെരി സിംപിളസ്റ്റ് ഓഫ് ദ ചാപ്റ്റേഴ്സിലെ ഒന്നായിട്ട് സാധനം മാറുന്നുണ്ട്. സോ അവിടെ ഇങ്ങനെ പറയുന്നുണ്ട് കൃത്യമായിട്ട് എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം. ഞാൻ ആ ടോപ്പിക്കുകളുടെ ലിസ്റ്റിലേക്ക് നോക്കിക്കോട്ടെ. ഇതിങ്ങനെ തന്നെ അവിടെ കിടക്കുന്നുണ്ട്. ഗ്രൗണ്ട് ടിഷ്യൂ എന്നുള്ള ടോപ്പിക്ക് അവിടെ കിടക്കുന്നുണ്ട് കൃത്യമായിട്ട് ഇതേ ഓർഡർ തന്നെ കിടക്കുന്നുണ്ട്. പിന്നെ അനാട്ടമി ഓഫ് ഡിഫറെൻറ്റ് അനാട്ടമി, റൂട്ടിൻ്റെ അനാട്ടമി. ആദ്യം ഡൈക്കോട്ട് റൂട്ട് പഠിക്കാനുണ്ട്, പിന്നെ മോണോക്കോട്ട് റൂട്ട് പഠിക്കാനുണ്ട്, ഡൈക്കോട്ട് സ്റ്റെമ്മ് പഠിക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്ത് പഠിക്കാനുണ്ട്? നമ്മുടെ മോണോക്കോട്ട് സ്റ്റെമ്മ് പഠിക്കാനുണ്ട്, ഡൈക്കോട്ട് ലീഫ് പഠിക്കാനുണ്ട്. ആൻഡ് ഫൈനലി നമ്മൾ ഇവിടെ മോണോക്കോട്ട് ലീഫും കൂടി പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനപ്പുറത്തേക്കുള്ള ടോപ്പിക്കുകൾ, അതായത് നിങ്ങൾക്ക് ഇവിടെ പിന്നെയും ഭയങ്കര കുറേ ബൾക്കി ആയിട്ടുണ്ടായിരുന്ന സാധനമാണ് സെക്കൻഡറി ഗ്രോത്ത്, വാസ്കുലാർ കാമ്പിയംസ്, ഈ പടങ്ങൾ, ഈ ഏരിയാസ്, കോർട്ടെക്സ് കാമ്പിയം, കോർ കാമ്പിയംസ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ബാർക്കിൻ്റെ സ്ട്രക്ചേഴ്സ്, ഈ ഏരിയാസ്, ഇതൊന്നും സിലബസിലില്ല. സോ ദ സിലബസ് ഈസ് ഗോയിങ് ടു ബി അൾട്രാ റെഡ്യൂസ്ഡ്. ഭയങ്കര ചെറുതായിട്ടാണ് വരുന്നുണ്ടാവുക. സോ അതിനകത്തേക്ക് വേറെ ഒരു സാധനത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്നേ ഉണ്ടാവില്ല എന്നുള്ളതാണ് പറയാനുള്ള കാര്യം. ആൻഡ് ഇവിടെ ഐ ഹാവ് മെയ്ഡ് സംതിങ് ഫോർ യു. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ദിസ് വിൽ ബി ഷോൺ ഇൻ ഡ്യൂറിങ് ദ ലൈവ്. ഈ സാധനം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ടൊരു സാധനം ഉണ്ടാക്കി തന്നിട്ടുണ്ട്. സോ ഈ ഒരു സാധനം ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദിസ് തിങ്. നിങ്ങളുടെ ചാപ്റ്ററിൻ്റെ മുഴുവൻ സാധനങ്ങളും ഇതിനകത്ത് നമുക്ക് അറിയാൻ പറ്റും. ആൻഡ് ഹിയർ യുവർ ന്യൂ NCERT ടെക്സ്റ്റ് ബുക്ക് കംസ്. ഞാൻ പറഞ്ഞു ന്യൂ NCERT ടെക്സ്റ്റ് ബുക്കിൽ ആദ്യത്തെ ആ ഒരു ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് ഉണ്ട്. ഇറ്റ് ഈസ് ഹിയർ. ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഓരോ പാരഗ്രാഫിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഞാനിങ്ങനെ ഷോർട്ട് നോട്ടുകളായിട്ട് സൈഡിൽ ഇങ്ങനെ തരാൻ പറ്റും. ആ സാധനം മാത്രം, ഐ എം റിപ്പീറ്റിംഗ്, ആ സാധനം
മാത്രം പഠിച്ചാൽ മതി. ആൻഡ് യു ഹാവ് ടു റീഡ് NCERT ടെക്സ്റ്റ് ബുക്ക്. മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ ഞാനിവിടെ പറഞ്ഞുതരാം, ബാക്കി NCERT ടെക്സ്റ്റ് ബുക്ക് നോക്കുക എന്നുള്ളതാണ്. സോ ഇവിടെ ഇങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് ഇവിടെ ആകെ അവർ പറയുന്ന ഒരൊറ്റ വാക്ക് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് അബൌട്ട് അനാട്ടമി എന്നുള്ള വാക്ക് മാത്രമാണ്. അനാട്ടമി ഈസ് വാട്ട്? ഇന്റേണൽ സ്ട്രക്ചർ. ഓരോ സാധനങ്ങളുടെ എന്താണ്? ഇന്റേണൽ സ്ട്രക്ചർ എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നിങ്ങൾ എന്ത് പഠിച്ചിട്ടുണ്ട്? പ്ലാൻ കിങ്ഡം പഠിച്ചിട്ടുണ്ട്. പ്ലാൻ കിങ്ഡം പഠിച്ചപ്പോൾ നിങ്ങൾ അവിടെ 5 തരം പ്ലാന്റുകളെ പറ്റി പഠിച്ചു. ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ആരായിരുന്നു? ആൽഗകളായിരുന്നു. ബ്രയോഫൈറ്റ് ആയിരുന്നു, ടെറിഡോഫൈറ്റ്, ബ്രയോഫൈറ്റ്, പിന്നെ ആരായിരുന്നു? ജിംനോസ്പേംസ്. ആൻഡ് ഫൈനലി ആരായിരുന്നു? ആൻജിയോസ്പേംസ്. അപ്പോൾ ആൻജിയോസ്പേംസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആ ഗ്രൂപ്പിനെ പറ്റിയിട്ടാണ് ഇവർ പറയുന്നത്. എന്താ പറയുന്നുണ്ടാവുക? ഫ്ലവറിംഗ് പ്ലാന്റ്സ് പറയുന്നത്. അപ്പോൾ ഏറ്റവും അഡ്വാൻസ്ഡ് പ്ലാന്റ് ഗ്രൂപ്പിൻ്റെ സാധനങ്ങളാണ് പറയുക. ആൻഡ് നമുക്കറിയാൻ പറ്റും ഇതിൻ്റെ ഉള്ളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ക്ലാസ്സുകളാണ് ഉള്ളത്. ഒരു ക്ലാസ്സിൻ്റെ പേര് ഡൈക്കോട്ട് എന്ന് വിളിക്കുക അല്ലേ? ഡൈക്കോട്ടിലിഡനസ് എന്ന് വിളിക്കുക. മറ്റതിൻ്റെ പേരെന്താണ്? മോണോകോട്ട് എന്ന് വിളിക്കുന്നുണ്ടാവുക. സോ ഇത് തമ്മിലുള്ള ഡിഫറൻസുകളാണ് പ്രധാനമായിട്ട് ഇവിടെ പഠിക്കാനുള്ളത്. ആൻഡ് ഇവിടെ നമ്മൾ മനസ്സിലാക്കി വരുമ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത്, ഇഫ് യു ആർ സീയിങ് എവല്യൂഷൻ, നമുക്കറിയാം ബയോളജിയിൽ എവ്രിതിങ് എന്ന് പറഞ്ഞാൽ ബാക്ടീരിയ മുതൽ മനുഷ്യന്മാർ വരെയുള്ള എല്ലാ സാധനങ്ങളും കണക്റ്റഡ് ആണ്. എങ്ങനെ കണക്റ്റഡ് ആണ്? എവല്യൂഷൻ വെച്ചിട്ട് കണക്റ്റഡ് ആണ്. നമുക്കറിയാം ആദ്യം ലൈഫ് ഒറിജിനേറ്റ് ചെയ്തത് ഒരു പ്രോട്ടോസെല്ലായിട്ടാണ്. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ ഡെവലപ്പ് ചെയ്തിട്ടാണ് എവിടെ എത്തിയത്? നമ്മളിപ്പോൾ ഹ്യൂമൻ വരെയുള്ള സാധനങ്ങൾ എത്തി നിൽക്കുന്നത്. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ എവല്യൂഷണറിലി ആദ്യം ഉണ്ടായ പ്ലാന്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് മോണോകോട്ടാണ് ഉണ്ടായത്. ആൻഡ് മോണോകോട്ട് ഉണ്ടായതിന് ശേഷമാണ് എന്തുണ്ടായത്? ഡൈക്കോട്ട് ഉണ്ടായത്. സോ ഹൂ ഈസ് മോർ അഡ്വാൻസ്ഡ് എവല്യൂഷണറിലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഡൈക്കോട്ടിൻ്റെ സാധനങ്ങളാണ് എന്ത് ചെയ്തിട്ടുണ്ടാവുക? അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുണ്ടാവുക. ആൻഡ് ഇവിടെ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത്ര അഡ്വാൻസ്ഡ് അല്ല. ഇതിനെ കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ ഇതിനകത്ത് എന്താ ഉണ്ടാവുക? ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. സോ മോണോകോട്ടിൻ്റെ സ്ട്രക്ചേഴ്സ് എവ്രിവെയർ ഇഫ് യു ആർ ഗോയിങ് ടു ദ റൂട്ട് അല്ലെങ്കിൽ സ്റ്റെമ്മിൽ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ എവിടെ പോവുകയാണെങ്കിൽ നിങ്ങളുടെ ലീഫിൽ പോവുകയാണെങ്കിലൊക്കെ മോണോകോട്ടിൻ്റെ സ്ട്രക്ചേഴ്സ് വളരെ സിമ്പിൾ ആയിരിക്കും. അപ്പോൾ നമുക്കത് ഭയങ്കര എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റും. ഡൈക്കോട്ട് മാത്രം പഠിച്ചാൽ മതി. മോണോകോട്ടിലേക്കുള്ള ഡിഫറൻസുകൾ മാത്രം എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. സോ ദിസ് ഈസ് ദ ഇൻട്രൊഡക്ഷൻ ഫോർ ദിസ് ചാപ്റ്റർ. നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് ഐ റിപ്പീറ്റിംഗ് ദിസ് തിങ്, ബയോളജി പഠിക്കുമ്പോൾ നത്തിങ് ടു ബൈ ഹാർട്ട്, ഒരു സാധനം പോലും ബൈ ഹാർട്ട് ചെയ്യാനില്ല. യു ഹാവ് ടു ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദ തിങ്സ്. കാര്യങ്ങളെ ഒന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ മാത്രം മതിയാവും. അത്രയും കാര്യങ്ങളെ നമുക്ക് ചെയ്യാനുള്ളൂ. സോ ഐ ഹോപ്പ് അധികം ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ലൈവ് കാണാൻ വേണ്ടിയിട്ട്. സോ ഇതാണ് ടൈമിൽ ഓടി വരണം മക്കളെ. അതിലാണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. യു ഹാവ് ടു കീപ്പ് അപ്പ് ദ ടൈം. റെഡിയാണോ മക്കളെ? ക്യാൻ വി ഗോ ടു ദിസ് ന്യൂ NCERT ടെക്സ്റ്റ് ബുക്ക്? അതിൻ്റെ ഡിസ്കഷനിലേക്ക് പോകാം. ഞാൻ പറഞ്ഞു അവിടെ ടിഷ്യൂ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനം. അവിടെ 6.1 എന്നുള്ളത് വേറെ ഹെഡിങ് ആയിരുന്നു. ഇപ്പോൾ ഇവിടെ 6.2 എന്ന് പറഞ്ഞിട്ടായിരുന്നു ടിഷ്യൂ സിസ്റ്റം തുടങ്ങിയത്. അപ്പോൾ ഇവിടെ മുതലാണ് പുതിയ NCERT തുടങ്ങുന്നത്. പഴയ NCERT ടെക്സ്റ്റ് ബുക്ക് ഉള്ളവർ ആ ടെക്സ്റ്റ് ബുക്ക് തന്നെ കീപ്പ് ചെയ്താൽ മതി. യു ഹാവ് ടു സ്റ്റാർട്ട് റീഡിങ് ഫ്രം ഹിയർ. ഇവിടെ എങ്ങനെയാണ് പറയാം? ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടിഷ്യൂ സിസ്റ്റംസ് ഉണ്ട് നമ്മുടെ ബോഡിയിൽ. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടിഷ്യൂ സിസ്റ്റംസ് ഉണ്ട് ബോഡിയിലല്ല, പ്ലാന്റിൻ്റെ ബോഡിയിൽ, ആൻജിയോസ്പേംസിൻ്റെ ബോഡിയിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടിഷ്യൂ സിസ്റ്റംസ് ഉണ്ട്. അതിനകത്തുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടിഷ്യൂ സിസ്റ്റംസിൽ പെട്ട 3 ടിഷ്യൂ സിസ്റ്റംസ് ആണ് പ്രധാനമായിട്ടും പറയുന്നുണ്ടാവുക. ഏതാ 3 ടിഷ്യൂ സിസ്റ്റം പ്രധാനമായിട്ടും പറയുന്നുണ്ടാവുക? ഓൺ ദ ബേസ് ഓഫ് സ്ട്രക്ചർ ആൻഡ് റിപ്പോർട്ടും ദർ ആർ 3 ടൈപ്സ്. 3 ടൈപ്പ് ടിഷ്യൂ സിസ്റ്റംസ് ഉള്ളത്. ഒന്നാമത്തെ പേര് എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം. എപ്പിഡെർമൽ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? തൊലി അല്ലേ? ബേസിക്കലി നമ്മുടെ ഒരു തൊലി എന്ന് പറയുന്ന സാധനമല്ലേ, ഏറ്റവും പുറമെയുള്ള സാധനം, അതിനാണ് നമ്മൾ എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം എന്ന് പറയുക. ആൻഡ് രണ്ടാമത്തെ സാധനം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് ദർ ഇസ് വാസ്കുലാർ സിസ്റ്റം അല്ലെങ്കിൽ കണ്ടക്ടിങ് ടിഷ്യൂ സിസ്റ്റം. നമുക്കറിയാൻ പറ്റും ഈ പ്ലാന്റിൻ്റെ ഉള്ളിൽ സാൾട്ടും വാട്ടറൊക്കെ മേളിലേക്ക് കൊണ്ടുപോകാനും പിന്നെ അവിടെ ലീഫിൽ ഉണ്ടാക്കിയെടുക്കുന്ന ന്യൂട്രിയൻസ് ബാക്കി സാധനങ്ങളൊക്കെ താഴേക്ക് കൊണ്ടുവരാനൊക്കെ ആയിട്ട് ദർ ആർ സൈലം ആസ് വെൽ ആസ് ഫ്ലോയം. 2 സാധനങ്ങളുണ്ട് അല്ലേ? അപ്പോൾ അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നുണ്ടാവുക? വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റം എന്ന് വിളിക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ കണ്ടക്ടിങ് ടിഷ്യൂ സിസ്റ്റം എന്ന് പറയുന്നുണ്ടാവുക. സോ ഇവരാണ് 2 പ്രധാനപ്പെട്ട ടിഷ്യൂ സിസ്റ്റംസ്. ഒന്നാമത്തെ ആളാണ് എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം, രണ്ടാമത്തെ ആൾ വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റം. ഇനി എപ്പിഡെർമലും വാസ്കുലാറും അല്ലാത്ത ബാക്കി എല്ലാവരെയും ചേർത്തിട്ട് വിളിക്കുന്ന പേരാണ് എന്ത് വിളിക്കുന്നുണ്ടാവുക? ഗ്രൗണ്ട് ഓർ ഫണ്ടമെന്റൽ ടിഷ്യൂ സിസ്റ്റം എന്ന് വിളിക്കുന്നുണ്ടാവുക. ഗ്രൗണ്ട് ഓർ ഫണ്ടമെന്റൽ ടിഷ്യൂ സിസ്റ്റം എന്ന് വിളിക്കുന്നുണ്ടാവും. അപ്പോൾ ബേസിക്കലി നമ്മളിപ്പോൾ ഈ ഒരു പോർഷൻ്റെ ഒരു ഷോർട്ട് നോട്ടായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഐ വിൽ ബി ടെല്ലിംഗ് ലൈക്ക് ദർ ഇസ് ടിഷ്യൂ സിസ്റ്റം. ഇങ്ങനെ എഴുതും കേട്ടോ. ഞാൻ എഴുതുമ്പോൾ ഫുള്ളായിട്ട് എഴുതാം. നമുക്ക് ടിഷ്യൂ സിസ്റ്റം എന്ന് എഴുതാം. ആൻഡ് ടിഷ്യൂ സിസ്റ്റം ഈസ് ഓഫ് 3 ടൈപ്സ്. ഏതൊക്കെയാണ് 3 ടൈപ്സ് ഉണ്ടാവുക? ഒന്നാം സ്ഥാനത്തിൻ്റെ പേര് എപ്പിഡെർമൽ എന്നാണ്, എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം. രണ്ടാമത്തെ പേര് വാസ്കുലാർ ഓർ കണ്ടക്ടിങ് ടിഷ്യൂ സിസ്റ്റം എന്നാണ് വിളിക്കുന്നുണ്ടാവുക. മൂന്നാമത്തെ പേരെന്താണ്ടാവുക പറഞ്ഞോ മക്കളെ? റെഡിയാണോ എന്ന് ആലോചിച്ച് നോക്കിയേ. ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം ഓർ ഫണ്ടമെന്റൽ ടിഷ്യൂ സിസ്റ്റം. ഫണ്ടമെന്റൽ ടിഷ്യൂ സിസ്റ്റം എന്താ ഇമ്പോർട്ടൻസ്? എപ്പിഡെർമൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും പുറത്തുള്ള സാധനങ്ങൾ. ആൻഡ് വാസ്കുലാർ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ കണ്ടക്ട് ചെയ്യുന്ന സൈലം ഫ്ലോയൽ സൈലത്തിൻ്റെയും ഫ്ലോയത്തിൻ്റെയും ബണ്ടിൽസ് ആണ് ഉണ്ടാവുക. ഇത് രണ്ടും അല്ലാത്ത സാധനങ്ങളെയാണ് എന്ത് വിളിക്കുന്നുണ്ടാവുക? ഗ്രൗണ്ട് ഓർ ഫണ്ടമെന്റൽ ടിഷ്യൂ സിസ്റ്റം എന്ന് വിളിക്കുന്നുണ്ടാവുക. സോ ഇതിങ്ങനെ മൂന്നാമതാക്കി വെക്കുക. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് തിങ് യു ഹാവ് ടു റൈറ്റ് ഡൗൺ. ഇത്രയും മാത്രം എഴുതിയാൽ മതി, വേറെ സാധനങ്ങളൊന്നുമില്ല. ബിക്കോസ് ദീസ് നോട്ട്സ് വാട്ട് യു ആർ ഗോയിങ് ടു ഡു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾ കണ്ട് ഫെമിലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ്, കാണുന്ന സമയത്ത് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട്. എന്തായിരുന്നു വളരെ ഓർത്തെടുക്കുക. ദ പ്രോസസ് വി വിൽ ബി കോളിംഗ് ഇറ്റ് ഇസ് ലൈക്ക് റീകോളിംഗ്. മക്കളെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മെമ്മറി ബൂസ്റ്റ് ചെയ്യണ്ടേ? നിങ്ങളെല്ലാവരും പറയില്ല എനിക്കൊന്നും ഓർമ്മ നിൽക്കുന്നില്ല അല്ലെങ്കിൽ ശരിയാവുന്നില്ല, എല്ലാം മറന്നു പോകാന്നൊക്കെ പറയുന്നില്ലേ? ആക്ച്വലി ഈ ഓർമ്മ എന്ന് പറയുന്ന സാധനം
സയൻറ്റിഫിക്കലി സിമ്പിൾ ടെക്നിക്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇംപ്രൂവൈസ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. നമ്മൾ ഡോപ്പയിൽ ഏറ്റവും കൂടുതൽ ട്രൈ ചെയ്യുന്ന സാധനം അതാണ്. ഈവൻ നമ്മുടെ ഡോപ്പയിലുള്ള ഷെഡ്യൂളിംഗ് അങ്ങനെയാണ്, ഈവൻ ഡോപ്പയിൽ നടക്കുന്ന റിവിഷൻ പ്ലാൻ അങ്ങനെയാണ്. അത് വെച്ച് ബേസിക്കലി എന്ന് വെച്ചാൽ നമുക്ക് സയൻറ്റിഫിക് ആയിട്ടുള്ള മെമ്മറി ടിപ്സ് ഉണ്ട്, സയൻറ്റിഫിക്കലി ഒരു പ്രൂവൺ മെത്തേഡ്സ് ഉണ്ട്. എങ്ങനെയാണ് ഒരു മെമ്മറിയിലേക്ക് ഒരു സാധനം കയറുക. അതായത് ഇപ്പോൾ ഞാൻ പറയുകയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ വീട്ടിലേക്ക് നടന്നു പോകുന്ന വഴി നിങ്ങൾക്ക് നല്ല ഓർമ്മയുണ്ടാവും. അത് എന്തുകൊണ്ടാണ് നിങ്ങളുടെ വീട്ടിലേക്ക് നടന്നു പോകുന്ന വഴി നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമെന്ന് വെച്ചാൽ അതിന് ആ ഓർമ്മയിൽ വരാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച ഒരു നെറ്റ്വർക്ക് ഉണ്ട്. അതേ നെറ്റ്വർക്കിൽ കൂടെ തന്നെ നമ്മൾ അനാട്ടമിയും ഫ്ലോറിംഗ് പ്ലാൻസ് കയറ്റി ഇങ്ങനെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ അനാട്ടമിയും ഫ്ലോറിംഗ് പ്ലാൻസ് യു വിൽ നെവർ ഫോർഗെറ്റ്. അത് കെമിസ്ട്രിയുടെ ചാപ്റ്റർ ആയാലും ഫിസിക്സിൻ്റെ ചാപ്റ്റർ ആണെങ്കിലും പറ്റുന്നുണ്ടാവില്ല. നമ്മൾ ടോപ്പിൽ വി വിൽ ഡു ഓൺലി ദാറ്റ് തിങ്സ്, ഓൺലി സയൻറ്റിഫിക് തിങ്സ്, നോ തള്ളൽസ്, നോ തള്ളി മറിക്കൽസ്, ഇതൊന്നുമില്ല. സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ പോകുന്നുണ്ടാവുള്ളൂ. സോ ഐ എം റിപ്പീറ്റിംഗ്. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ യു ഹാവ് ടു മേക്ക് യുവർ ഓൺ ഷോർട്ട് നോട്ട്സ്. ഇപ്പോൾ ആരോ ഒരാൾ ഇവിടെ എനിക്ക് കമൻറ്റിൽ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ നോട്ട് നിങ്ങൾ ഗ്രൂപ്പിലേക്ക് കമ്മ്യൂണിറ്റി ചാനലിലേക്ക് ഇട്ട് തരുമല്ലോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി മക്കളെ അതുകൊണ്ട് ഭയങ്കര പ്രയോജനമല്ല. ഞാൻ ഇട്ട് തരാം, ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇട്ട് തരാം. പക്ഷേ പ്രയോജനമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ക്ലാസ് കാണുന്നതിനൊപ്പം തന്നെ ഇഫ് യു ആർ റൈറ്റിംഗ്, നിങ്ങൾ തന്നെ എഴുതി ഉണ്ടാക്കുകയാണെങ്കിൽ ക്ലാസ് കാണുന്നതിൻ്റെ ഒപ്പം ചെയ്താൽ മതി. ഞാനിപ്പോൾ എഴുതിയില്ലേ, അതേപോലെ നിങ്ങൾ എഴുതി വെച്ചാൽ മതി. ഈ സാധനം കീപ്പ് ചെയ്താൽ മതി, അതിന് ഭംഗി വേണ്ട, നിങ്ങൾക്ക് ആ സാധനം ഒന്ന് കീപ്പ് ചെയ്താൽ മതി. ആൻഡ് ഇഫ് പോസിബിൾ യു ഹാവ് ടു റൈറ്റ് ഇൻ എ ഷോർട്ടർ ബുക്ക്, ചെറിയ ബുക്ക്. ഇത് കുറച്ച് വലിപ്പമുള്ള ബുക്കാണ്. ഐ എം സജസ്റ്റിംഗ് ഇതിനേക്കാൾ ചെറിയ ബുക്ക് ഉണ്ടെങ്കിൽ, സപ്പോൾ ഇതിൻ്റെ പകുതി വലിപ്പമുള്ള ബുക്ക്, ഈ ഒരു സൈസിലുള്ള ബുക്ക്, ഇപ്പുറ സൈഡിൽ നിങ്ങൾ കാണുന്ന സൈസില്ലേ, ഈ സൈസിൽ മാത്രമുള്ള ഒരു ബുക്കാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ ദാറ്റ് ഈസ് ഗുഡ്, അടിപൊളിയായിരിക്കും എന്നുള്ളതാണ്. സോ ലെറ്റ്സ് സീ ദാറ്റ് തിങ്. സോ ഒന്നാമത്തെ ടിഷ്യൂ സിസ്റ്റത്തിലേക്ക് നമുക്ക് പോകാം. എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം. എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലാന്റ് ഉണ്ടെങ്കിൽ അത് ഏത് പാർട്ട് കേട്ടോ, ഇന്ന പാർട്ടിൽ റൂട്ട് സ്റ്റെം ഒന്നുമില്ല. അപ്പോൾ സപ്പോസ് ലെറ്റ് മീ ട്രൈ ഡ്രോയിങ് എ പ്ലാന്റ്. ഞാൻ ഭയങ്കര വരക്കാരനൊന്നും അല്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾ പല സമയത്തും ഞാൻ പടം വരയ്ക്കുന്നതൊക്കെ നിങ്ങൾ പല ക്ലാസ്സുകളിലൊക്കെ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. സോ ഇവിടെ അയ്യോ എൻ്റെ പേന തെളിയുന്നില്ലല്ലോ. സോ ഇവിടെ നമുക്ക് നോക്കുന്ന സമയത്ത് ലെറ്റ് മീ ഡ്രോ എന്താ പറയുന്നുണ്ടാവുക, നമുക്കൊരു പ്ലാന്റ് നമുക്ക് വരച്ച് നോക്കാം, അല്ലെങ്കിൽ ഒരു പ്ലാന്റിൻ്റെ പടം നമുക്ക് കണ്ടു നോക്കാം. ആ കാണുന്ന സമയത്ത് അതിൻ്റെ ചുറ്റുമുള്ള എല്ലാ സാധനങ്ങളും കൂടി കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാലാണ് എന്തുണ്ടാവുന്നുണ്ടാവുക, നമ്മുടെ എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുള്ള സാധനം നമുക്ക് ഫോം ചെയ്യുന്നുണ്ടാവുക. ഉറപ്പാണല്ലോ അല്ലേ. അതായത് അതിൻ്റെ ലീഫിൻ്റെ മേളിലും എപ്പിഡെർമിസ് ഉണ്ടാവും, അതിൻ്റെ ഷൂട്ടിൻ്റെ മേളിലും എപ്പിഡെർമിസ് ഉണ്ടാവും, സ്റ്റെമ്മിൻ്റെ മേളിലും എപ്പിഡെർമിസ് ഉണ്ടാവും, അതുപോലെ റൂട്ടിൻ്റെ മേളിലും എപ്പിഡെർമിസ് ഉണ്ടാവും. അങ്ങനെ എല്ലാ ഏരിയയിലും എന്തുണ്ടാവും, നമ്മുടെ എപ്പിഡെർമിസ് എന്ന് പറഞ്ഞ സാധനം എന്ത് ചെയ്യുന്നുണ്ടാവും, അവിടെ വർക്ക് ചെയ്യുന്നുണ്ടാവും. ഉറപ്പാണേ. അയ്യോ ഇത് പേന വർക്കാവുന്നില്ല. നോക്കട്ടെ കേട്ടോ. സോ വെറെവർ യു, നിങ്ങൾ എവിടെ എങ്ങനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാലും യു ക്യാൻ സീ ദാറ്റ് തിങ്. ഇവിടെ കാണുന്ന സാധനം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എന്താ പറയുക, ഇതിപ്പോൾ പ്ലാന്റിൻ്റെ ഷൂട്ടാണ്, താഴേക്ക് സ്റ്റെമ്മാണ്, ആൻഡ് അതിൻ്റെ താഴേക്ക് എന്തുണ്ട്, ദർ വിൽ ബി ദ റൂട്ട്സ് വിൽ ബി ദെയർ. കാണുന്നുണ്ടല്ലോ അല്ലേ, മൾട്ടിപ്പിൾ റൂട്ട്സ് ഉണ്ട്. അതിൻ്റെ അവിടെ എന്തുണ്ട്, നമുക്ക് ലീഫ് ഉണ്ട്. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ സോ ദിസ് വിൽ ബി എ പ്ലാന്റ് റൈറ്റ്. ഇങ്ങനെ ആയിരിക്കും ഒരു പ്ലാന്റ് ഉണ്ടാവുക. ഈ പ്ലാന്റിൻ്റെ എല്ലാ സർഫസിലും, സപ്പോസ് ഐ എം ടെല്ലിംഗ് ലൈക്ക് നമ്മുടെ ലീഫിൻ്റെ സർഫസിൽ എന്തുണ്ട്, എപ്പിഡെർമിസ് ഉണ്ട്. ഇത് എന്തിനാ പറഞ്ഞു തരുന്നതെന്ന് അറിയോ, ഇതെന്തിനാ പറഞ്ഞു തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് അനാട്ടമി പഠിക്കും. അനാട്ടമി പഠിക്കുന്ന സമയത്ത് ഓരോ പാർട്ടിൻ്റെ അനാട്ടമി പഠിക്കും. ലീഫിൻ്റെ അനാട്ടമി പഠിക്കുന്ന സമയത്ത് ഐ വിൽ ബി ടെല്ലിംഗ് ലൈക്ക് ലീഫിൻ്റെ മുകൾ ഭാഗത്തും ലീഫിൻ്റെ താഴ്ഭാഗത്തും എന്തുണ്ടെന്ന് പറയും. ഐ വിൽ ബി ടെല്ലിംഗ് ലൈക്ക് ലീഫിൻ്റെ മുകൾ ഭാഗത്ത് ഇവിടെ ഇങ്ങനെ ഒരു ലെയർ ഉണ്ട്, ഏറ്റവും മേളിലുള്ള ലെയർ. ഏറ്റവും മേളിലുള്ള ഈ ലെയർ ഏതായിരിക്കും ഉണ്ടാവുക, ദിസ് ഈസ് നോൺ ആസ് വാട്ട്, എപ്പിഡെർമിസ് എന്നായിരിക്കും ഉണ്ടാവുക. ഇനി സ്റ്റെമ്മ് പഠിക്കുന്ന സമയത്ത് ഐ വിൽ ബി ടെല്ലിംഗ് ലൈക്ക് സ്റ്റെമ്മിനെ ചുറ്റിയിട്ട് എന്തുണ്ടാവും എന്ന് പറയും, ദർ വിൽ ബി വാട്ട് വിൽ ബി ദെയർ, എപ്പിഡെർമിസ് ഉണ്ടാവും എന്ന് പറയും. സോ ദിസ് ഈസ് എവ്രിവെയർ. എപ്പിഡെർമിസ് എന്ന് പറയുന്ന സാധനം എല്ലായിടത്തും, അതായത് നമ്മുടെ ഈ പ്ലാന്റിൻ്റെ എല്ലാ ഡിഫറെൻറ്റ് പോയിന്റ്സിലും എന്തുണ്ടാവും, എപ്പിഡെർമിസ് ഉണ്ടാവും. എല്ലാ ഭാഗത്തും എപ്പിഡെർമിസ് ഉണ്ടാവും എന്നുള്ള കാര്യമാണ്. ദിസ് ഈസ് എ കൺസെപ്റ്റ്. ബേസിക്കലി നിങ്ങൾ ഓർത്തിരുന്നാൽ മതി, നമുക്ക് തൊലിയുള്ള പോലെ തന്നെയാണ്. ഇപ്പോൾ എൻ്റെ ശരീരത്തിൽ തൊലി ഉണ്ടെന്ന് പറയുമ്പോൾ തൊലി എവിടെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കാലിൻ്റെ അടിയിലും എൻ്റെ തലയുടെ മേളിലും എൻ്റെ കയ്യിലും വിരലിലും നഖത്തിലും ഒക്കെ തൊലിയില്ലേ. അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ റൂട്ട് ഉണ്ടെങ്കിൽ റൂട്ടിനെ കവർ ചെയ്തിട്ട് എന്തുണ്ടാവും, ഇതേപോലെ എപ്പിഡെർമിസിനെ ചുറ്റിയിട്ട് ഉണ്ടാവും എന്നുള്ളതാണ് അതിൻ്റെ ഒരു കഥ ഉണ്ടാവുക. സോ ബേസിക്കലി വാട്ട് ഈസ് എപ്പിഡെർമിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പിഡെർമിസ് ഈസ് ബേസിക്കലി നമ്മുടെ തൊലി. അങ്ങനെ അറിയാമല്ലേ, ഭയങ്കര സിമ്പിളായിട്ട് നമ്മുടെ തൊലി എന്ന് പറയുന്ന സാധനമായിട്ടാണ് നമ്മുടെ എപ്പിഡെർമിസ് വർക്കൗട്ട് ആവുന്നുണ്ടാവുക. സോ അതാണ് ഒന്നാമത്തെ സാധനം, ദാറ്റ് ഈസ് എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം എന്ന് പറയുന്ന സാധനം. എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം മനസ്സിലായോ എന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇനി എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റത്തിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടും കാണുന്നത് രണ്ട് തരത്തിലുള്ള സാധനങ്ങളാണ് കാണുന്നുണ്ടാവുക. ഒന്നാമത്തെ സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ക്യാൻ സീ ദാറ്റ് തിങ്. ഒന്നാമത്തെ സാധനം എന്താ വെച്ചാൽ അവിടെ ഈ ഓപ്പൺ ആക്കുന്ന സാധനങ്ങൾ ഔട്ട്സൈഡ് വെള്ളം കടന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന് ഏറ്റവും കട്ടി കൊടുക്കുന്ന രണ്ട് പോയിന്റ്സ് ഉണ്ടാവുക. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ സാധനം എന്താ വെച്ചാൽ ദാറ്റ് ഈസ് നോൺ ആസ് വാട്ട്, ക്യൂട്ടിക്കിൾ എന്ന് വിളിക്കുന്നുണ്ടാവുക. ക്യൂട്ടിക്കിൾ എന്താ ചെയ്യുന്നുണ്ടാവുക, ലോസ് ഓഫ് വാട്ടറിനെ പ്രിവെൻറ്റ് ചെയ്യും. ഇത് മാത്രമേ
എഴുതിയാൽ മതി. നിങ്ങൾ ഷോർട്ട് നോട്ടിലേക്ക് എഴുതുമ്പോൾ യു ഹൗ ടു നോ എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം, അത് എല്ലായിടത്തും കവർ ചെയ്യും എന്നുള്ള കാര്യം എഴുതി വെക്കുക. സോ അവിടെ NCERT പറയുന്ന ഒന്ന് രണ്ട് വാക്കുകളുണ്ട്. ഇറ്റ് ഈസ് സിംഗിൾ ലെയേർഡ് സാധനങ്ങളായിരിക്കും ഉണ്ടാവുക. ആൻഡ് യൂഷ്വലി പാരൻകൈമാറ്റസ് ആയിരിക്കും, സ്മോൾ എമൗണ്ട് ഓഫ് സൈറ്റോപ്ലാസം, ലാർജ് വാക്യൂൾ, അതൊക്കെ ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. ലാർജ് വാക്യൂളൊക്കെ ഉള്ള ഒരു സാധനമായിരിക്കും. ആൻഡ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷനാണ് പ്രിവെൻറ്റിംഗ് ലോസ് ഓഫ് വാട്ടർ ലോസ് പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഫംഗ്ഷനാണ്. ആരുടെ ഫംഗ്ഷനാണ്? നമ്മുടെ എപ്പിഡെർമിസിൻ്റെ ഫംഗ്ഷനാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഫംഗ്ഷൻസ്. ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പിഡെർമിസിന് എന്തുണ്ടെന്ന് വെച്ചാൽ ദർ ആർ ഒന്ന് രണ്ട് അപ്പൻഡേജസ് ഉണ്ട്, ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട സാധനങ്ങളുണ്ട്. അതിൽ ഒന്നിൻ്റെ പേരാണ് സ്റ്റൊമേറ്റ. സ്റ്റൊമേറ്റനെ പറ്റിയിട്ട് നമ്മൾ വളരെ ചെറിയ ക്ലാസ് മുതൽ കേട്ടു തുടങ്ങുന്നതാണ്. നമ്മുടെ പ്ലാന്റിൻ്റെ ഉള്ളിലേക്ക് ഗ്യാസുകൾ കയറാൻ വേണ്ടിയിട്ട്. ഏത് ഗ്യാസാണ് പ്ലാന്റിൻ്റെ ഉള്ളിലേക്ക് കയറേണ്ട മക്കളെ? കാർബൺ ഡൈ ഓക്സൈഡ് കയറണം. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോട്ടോസിന്തസിന് വേണ്ടിയിട്ട്. ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഫോട്ടോസിന്തസിസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നുണ്ടാവുക? അവിടെ നിന്ന് ഓക്സിജൻ പുറത്തേക്ക് റിലീസ് ചെയ്യുന്നുണ്ടാവും. സോ ഈ ഗ്യാസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ പ്ലാന്റിന് ഓക്സിജനും ആവശ്യമുണ്ട് കേട്ടോ. പ്ലാന്റിന് ഓക്സിജൻ വേണം, പ്ലാന്റിന് കാർബൺ ഡൈ ഓക്സൈഡ് മാത്രം പോരാ. അപ്പോൾ ഈ ഗ്യാസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാനുള്ള ഓപ്പണിങ്സിനെയാണ് എന്ത് വിളിക്കുന്നുണ്ടാവുക? സ്റ്റൊമേറ്റ എന്ന് പറയുന്നുണ്ടാവുക. അതുപോലെ തന്നെ അപ്പോൾ സ്റ്റൊമേറ്റൽ അപ്പാരറ്റസിനെ പറ്റിയിട്ട് വിൽ ഡിസ്കസ് അബൌട്ട് ദാറ്റ് തിങ്. ഇപ്പോൾ സ്റ്റൊമേറ്റൽ അപ്പാരറ്റസിനെ പറ്റിയിട്ട്. അതുപോലെ തന്നെ ഈ ഇതിനകത്ത് എന്തുണ്ടാവും? ദർ വിൽ ബി സം കൈൻഡ് ഓഫ് വാട്ട് ഹെയർസ് ഉണ്ടാവും. ചെറിയ ഹെയർ ലൈക്ക് ഔട്ട് ഗ്രോത്ത്സ് ഉണ്ടാവും. എവിടെ നിന്നുണ്ടാവുക? നമ്മുടെ ഈ എപ്പിഡെർമിസിൻ്റെ ഉള്ളിൽ നിന്ന് ചെറിയ ചെറിയ ഹെയർ ലൈക്ക് ഔട്ട് ഗ്രോത്ത്സ് അവിടെ ഉണ്ടാവും. അപ്പോൾ റൂട്ടിലുള്ള ഹെയർ ലൈക്ക് ഔട്ട് ഗ്രോത്തിനാണ് റൂട്ട് ഹെയർ എന്ന് വിളിക്കുക. അതുപോലെ സ്റ്റെമ്മിലുള്ള മുടികളെ, ഇപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും തൊലി നോക്കുകയാണെങ്കിൽ അവിടെ ചെറിയ ചെറിയ സ്മോൾ ഹെയർസ് ഗ്രോ ചെയ്യുന്നില്ലേ? അതേപോലെ തന്നെ പ്ലാന്റിൻ്റെ പുറത്ത് എന്തുണ്ടാവും? ഇതേപോലെ എന്ത് ചെയ്യുന്നുണ്ടാവും? ഹെയർസ് ഗ്രോ ചെയ്യുന്നുണ്ടാവും. ഈ ഹെയർസിൽ റൂട്ടിലുള്ളതിനെ വിളിക്കുന്ന പേരാണ് എന്ത് വിളിക്കുന്നത്? റൂട്ട് ഹെയർസ് എന്ന് വിളിക്കും. സ്റ്റെമ്മിലുള്ളതിനെ വിളിക്കുന്ന പേര് എന്താണ് വിളിക്കുക? ട്രൈക്കോംസ് എന്നാണ് വിളിക്കുന്നുണ്ടാവുക. സോ ഇതാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ. ഉറപ്പാണല്ലോ അല്ലേ? സോ ഐ ഹോപ്പ് യു ആർ അണ്ടർസ്റ്റാൻഡിങ്. ഇപ്പോൾ എന്താ പറഞ്ഞത്? ഇതിനകത്ത് ഉണ്ടാവുന്ന 2-3 കാര്യങ്ങൾ. ഒന്നാമത്തെ ഫസ്റ്റ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് പോയിന്റ് ഇസ് വാട്ട്? ക്യൂട്ടിക്കിൾ ഇല്ലേ? ഫസ്റ്റത്തെ പോയിന്റ് എന്താണ്? ക്യൂട്ടിക്കിൾ എന്നുള്ളതാണ് ഫസ്റ്റത്തെ പോയിന്റ്. ക്യൂട്ടിക്കിളിൻ്റെ പണി എന്താ? ക്യൂട്ടിക്കിൾ പ്രിവെൻറ്റ്സ് വാട്ടർ ലോസ് ആണല്ലോ അല്ലേ? ക്യൂട്ടിക്കിൾ എന്താ ചെയ്യുന്നുണ്ടാവുക? വാട്ടർ ലോസ് പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ടാവും. ഇനി രണ്ടാമത്തെ സാധനം എന്ന് വെച്ചാൽ ദർ വിൽ ബി സ്മോൾ ഓപ്പണിങ്സ്. അപ്പോൾ ഓപ്പണിങ്സിനെ ഞാൻ ഇങ്ങനെ വരച്ച് കാണിച്ചത് ഇതിനകത്ത് ഐ വിൽ ടേക്ക് ഓക്കെ ഈ ഒരു കളർ വെച്ചിട്ട് വി വിൽ ഡ്രോ. ഇതിൻ്റെ പുറത്ത് എന്താണെന്ന് വെച്ചാൽ കുഞ്ഞു ഓപ്പണിങ്സ് ഉണ്ടാവും. ബേസിക്കലി അത് ലീഫിലുണ്ടാവുക. ലീഫിലുണ്ടാകുന്ന കുഞ്ഞു ഓപ്പണിങ്സ് ഉണ്ട്. ഈ ഓപ്പണിങ്സിനെ വിളിക്കുന്ന പേരെന്താണ്? എന്തിനാണ് ഈ ഓപ്പണിങ്സ് ഉണ്ടാവുക? ദാറ്റ് ഈസ് ഫോർ ഗ്യാഷ്യസ് എക്സ്ചേഞ്ച്. ഇതിനെ വിളിക്കുന്ന പേരെന്താണ്? ദാറ്റ് ഈസ് നോൺ ആസ് വാട്ട്? സ്റ്റൊമേറ്റ. നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ നോക്കൂ, ഇതിൻ്റെ പേര് എന്താണ് വിളിക്കുക? സ്റ്റൊമേറ്റ എന്നാണ് വിളിക്കുന്നുണ്ടാവുക. ആൻഡ് അതുപോലെ തന്നെ ദർ വിൽ ബി വാട്ട്? ദർ വിൽ ബി ഹെയർ ലൈക്ക് ഔട്ട് ഗ്രോത്ത്സ്. കുഞ്ഞു ഹെയർ ലൈക്ക് ഔട്ട് ഗ്രോത്ത്സ് ഉണ്ടാവും. അത് എവിടെ ഉണ്ടാവുമെന്ന് വെച്ചാൽ ഇപ്പോൾ ഇങ്ങനെ എന്താ പറയുക, നമ്മുടെ റൂട്ടിലുണ്ടാവും ചെറിയ ഹെയർ ഔട്ട്. അത് എവിടെ പഠിച്ചിട്ടുണ്ടെന്ന് അറിയോ? നിങ്ങൾ റൂട്ട് ഹെയർസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പഠിച്ചിട്ടുള്ളത് മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. റൂട്ടിലുള്ള കുഞ്ഞു എന്തുണ്ടാവും? ഔട്ട് ഗ്രോത്ത്സ് ഉണ്ടാവും. എന്തിൻ്റെതാണ്? എപ്പിഡെർമിസിൻ്റെ ഔട്ട് ഗ്രോത്ത്സ് ആണ്. ഇതിനെ വിളിക്കുന്ന പേര് എന്താണ് വിളിക്കുക? ഇതിനെ വിളിക്കുന്ന പേര് റൂട്ട് ഹെയർ എന്നാണ് വിളിക്കുക. ദിസ് ഈസ് നോൺ ആസ് വാട്ട്? റൂട്ട് ഹെയർ എന്നാണ് വിളിക്കുന്നുണ്ടാവുക. ഈ റൂട്ട് ഹെയർ എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഇവിടുന്ന് കൂടുതൽ വാട്ടറൊക്കെ അബ്സോർബ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നുണ്ടാവുക. ആൻഡ് ഓൾസോ നമ്മുടെ സ്റ്റെമ്മിലേക്ക് നോക്കുകയാണെങ്കിൽ, ഇഫ് യു ആർ ലുക്കിംഗ് ഇൻ ടു യുവർ സ്റ്റെമ്മിലേക്ക് നോക്കുകയാണെങ്കിൽ സ്റ്റെമ്മിന് എന്തുണ്ടാവും? സ്റ്റെമ്മിലും ചെറിയ ഹെയർ ലൈക്ക് ഔട്ട് ഗ്രോത്ത്സുകൾ ഇങ്ങനെ ഉണ്ടാവും. ദിസ് ഈസ് നോൺ ആസ് വാട്ട്? ട്രൈക്കോമുകൾ എന്ന് വിളിക്കുക. ദിസ് ഈസ് നോൺ ആസ് വാട്ട്? ട്രൈക്കോം. കുഞ്ഞി ഹെയർ ലൈക്ക് ഔട്ട് ഗ്രോത്ത് ഉണ്ടാവും. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം കേട്ടോ. സോ ഐ ഹോപ്പ് യു ആർ അണ്ടർസ്റ്റാൻഡിങ് വാട്ട് ഈസ് എപ്പിഡെർമിസ് ആൻഡ് എപ്പിഡെർമിസിൻ്റെ കാര്യങ്ങൾ എന്താണെന്നുള്ള കാര്യം. ഇപ്പോൾ നിങ്ങളിവിടെ ടീച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് എ സ്റ്റഡി മെത്തേഡാണ് നിങ്ങൾ പഠിപ്പിച്ച് തരിക. ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ NCERT ഇങ്ങനെ നോക്കിയെടുത്തിട്ട് എപ്പിഡെർമൽ ടിഷ്യൂ, എപ്പിഡെർമിസ് ഈസ് ദ ഔട്ടർ മോസ്റ്റ് ലെയർ, പിന്നെ ഇങ്ങനെ ഓരോന്നിൻ്റെ ഡീറ്റെയിൽ പോയിട്ട് സ്റ്റൊമാറ്റ പറഞ്ഞ് സ്റ്റൊമാറ്റേൻ്റെ ഡീറ്റെയിൽ പറഞ്ഞ് പിന്നെ റൂട്ട് ഹെയർ പറഞ്ഞ് ട്രൈക്കോം പറഞ്ഞ് അതിൻ്റെ ഡീറ്റെയിൽ പറഞ്ഞ് പോയി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കംപ്ലീറ്റ് ഇൻ എ പക്ക ഓർഡറിലേക്ക് വരും. ബട്ട് യു വിൽ നോട്ട് ഹാവ് എ പ്രോപ്പർ ഫുള്ളായിട്ടുള്ള ഔട്ട്ലുക്ക് ഉണ്ടാവില്ല. നമ്മൾ ഏത് ടോപ്പിക്ക് വായിക്കുമ്പോഴും ഇതിപ്പോൾ ഐ തിങ്ക് ഐ ക്യാൻ ടീച്ച് യു എവറി ടോപ്പിക്സ്, എല്ലാ ടോപ്പിക്കും ഇതുപോലെ ലൈവിൽ വന്നിട്ട് പഠിപ്പിച്ച് തരാൻ പറ്റും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി അഥവാ എനിക്കത് പഠിപ്പിച്ച് തരാൻ പറ്റിയില്ല എന്ന് വിചാരിച്ചോ, അപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കാണ് ഈ സാധനങ്ങൾ പഠിക്കുന്നതെങ്കിൽ പോലും വാട്ട് യു ഹാവ് ടു ഡു എന്ന് വെച്ചാൽ ഇനീഷ്യലി നിങ്ങൾ ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് വെച്ചാൽ യു ഹാവ് ടു ഹാവ് എ ബ്രോഡർ വ്യൂ. അത് മൊത്തമായിട്ട് ഈ സാധനം എന്താണ്, ഇത് എങ്ങനെയാണ് പോകുക എന്നുള്ളൊരു കാര്യം എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ബ്രോഡർ ആയിട്ടുള്ളൊരു കാഴ്ചപ്പാട് ഉണ്ടാക്കിയെടുക്കണം. എപ്പിഡെർമിസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മൊത്തം കവർ ചെയ്യുന്ന സാധനമാണ്. അതിനകത്ത് ഇങ്ങനെ ഹെയർസ് ഉണ്ടാവും, മേളിൽ ഹെയർസ് ഉണ്ടാവും, താഴെ ഹെയർസ് ഉണ്ടാവും. താഴെ റൂട്ടിലുള്ള ഹെയർസിനാണ് റൂട്ട് ഹെയർ വിളിക്കുക, മേളിലുള്ളതിനെ ട്രൈക്കോം എന്ന് വിളിക്കുന്നുണ്ടാവും. ഇവിടെ സ്റ്റൊമേറ്റ എന്ന് പറഞ്ഞ ഓപ്പണിംഗ് ഉണ്ട്, ഗ്യാസസ് എക്സ്ചേഞ്ചിന് വേണ്ടിയിട്ടാണ് എന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ലാംഗ്വേജിൽ, അതായത് നമുക്ക് നമ്മളോട് ഓൺ വോയിസിൽ നമ്മളോട് ഇത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റണം. ഇറ്റ് ഈസ് എ സിമ്പിൾ ലൈക്ക് ഒരു ക്ലാസ് ഒക്കെ എടുത്ത് കൊടുക്കാവുന്ന രൂപത്തിലേക്ക് നിങ്ങൾക്ക് ഈ സാധനത്തിനെ പറ്റിയിട്ട് നോളജ് ഉണ്ടാവണം എന്നുള്ളതാണ്. ആ രൂപത്തിലേക്കാണ് നിങ്ങൾ കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. സോ ലെറ്റ് us go to നമ്മുടെ എന്തിലേക്ക് പോകാം? സ്റ്റൊമേറ്റയിലേക്ക് പോകാം. സ്റ്റൊമേറ്റയിലേക്ക് പോകുമ്പോൾ യു ക്യാൻ സീ ദാറ്റ് തിങ്. ഇവിടെ 2 അടിപൊളിയായിട്ടുള്ള പടങ്ങൾ തന്നിട്ടുണ്ട്. സോ ഭയങ്കര സിമ്പിൾ ആണല്ലേ, ഞാൻ ഓൾറെഡി പറഞ്ഞു. ദാറ്റ് ഈസ് ലൈക്ക് നമ്മുടെ ഹെയർ യൂഷ്വലി നമ്മുടെ ലീഫിലുണ്ടാവുന്ന ഇത് ഗ്യാസുകൾ കടന്നു വരാൻ വേണ്ടിയിട്ടുള്ള തുളകളെയാണ് നമ്മൾ സ്റ്റൊമേറ്റ എന്ന് വിളിക്കുക. സോ ബേസിക്കലി ഐ വിൽ ഡ്രോ ദിസ് ഓപ്പണിംഗ്. ദിസ് ഈസ് ദ ആ ഓപ്പണിംഗ് ആണെന്ന് വിചാരിക്കുക. ദിസ് ഈസ് വാട്ട് ഈസ് സ്റ്റൊമേറ്റയുടെ ഓപ്പണിംഗ് ആണെന്ന് വിചാരിക്കുക. ഈ സ്റ്റൊമേറ്റയുടെ ഓപ്പണിംഗ് ആണെങ്കിൽ ഇതിൻ്റെ ചുറ്റും എന്തുണ്ടാവുമെന്ന് വെച്ചാൽ ദർ വിൽ ബി ഈ ഓപ്പണിങ്ങിനെ ഗാർഡ് ചെയ്യുന്ന ചില സാധനങ്ങളുണ്ട്. അവിടെ ഈ പേന തെളിയുന്നില്ല.
സോ ഇവിടെ എന്തുണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഗാർഡ് സെല്ലുകൾ ഉണ്ടാവും ഇതിൻ്റെ ചുറ്റുമായിട്ട്, ഇതിനെ ഗാർഡ് ചെയ്യുന്ന, ഈ ഓപ്പണിങ്ങിനെ ഗാർഡ് ചെയ്യുന്ന ചില ഓപ്പണിങ്ങുകൾ ഉണ്ടാവും. ആ ഓപ്പണിങ്ങിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നുണ്ടാവുക, ഗാർഡ് സെൽസ് എന്ന് വിളിക്കുന്നുണ്ടാവുക. ഇതിനെ വിളിക്കുന്ന പേരെന്താ വിളിക്കുന്ന മക്കളെ? ദിസ് ഈസ് നോൺ ആസ് വാട്ട്? ഗാർഡ് സെൽസ്. ഉറപ്പാണോ? മനസ്സിലാവുന്നുണ്ടോ? സോ ഇതിനെ വിളിക്കുന്ന പേരാണെന്ത്? ഗാർഡ് സെൽസ് എന്ന് വിളിക്കുന്നുണ്ടാവുക. നിങ്ങൾക്ക് കാണാൻ പറ്റൂല ഇതിൻ്റെ ഏതാണ് ഇതിൻ്റെ ഗാർഡ് സെല്ല്, എവിടെയാണ് വരുന്നത് എന്നുള്ള കാര്യം. NCERT-യിൽ ഈ പടത്തിനകത്ത് വളരെ അടിപൊളിയായിട്ട് തന്നെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എങ്ങനെയാണ് പോവുക, എന്താ ചെയ്യുക എന്നുള്ള കാര്യം ഇവിടെ കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഈ കാണുന്ന സാധനമാണ് എന്ത് ചെയ്യുന്നുണ്ടാവുക, ഇതിൻ്റെ ഗാർഡ് സെല്ല് എന്ന് പറയുന്ന ഈ സാധനം ഉണ്ടാവുക. ഇവിടെ ഉണ്ടാവുന്ന ഈ സാധനമാണ്. കിട്ടുന്നുണ്ടോ? സോ ഞാൻ ലെറ്റ് മീ ഡ്രോ ദിസ് ഗാർഡ് സെൽ ഹിയർ. സോ ഗാർഡ് സെല്ല് വരയ്ക്കുന്ന സമയത്ത് ഐ വിൽ ബി ഡ്രോയിങ് ലൈക്ക് ഇങ്ങനെ. അതായത് നമ്മുടെ ഡൈക്കോട്ട് സ്റ്റെം ആണെങ്കിൽ, അതായത് ഡൈക്കോട്ടിൻ്റെ സ്ലീഫ് ആണെങ്കിൽ അതിൻ്റെ ഗാർഡ് സെല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ പയർ പോലെ ബീൻ ഷേപ്പിലുള്ള ഒരു സാധനമായിരിക്കും അതിൻ്റെ ഒരു ഗാർഡ് സെൽ ഉണ്ടാവുക. സോ ദിസ് വിൽ ബി ഗോയിങ് ലൈക്ക് ദിസ്, ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. സോ തിരിച്ചിട്ട് ഇത് മോണോകോട്ടാണെന്ന് വിചാരിക്കും. ജസ്റ്റ് ഇമാജിൻ ലൈക്ക് ദിസ് ഈസ് എ മോണോകോട്ട് തിങ്. മോണോകോട്ട് ആണെങ്കിൽ എങ്ങനെയാണ് ഉണ്ടാവുകയെന്ന് വെച്ചാൽ അതിൻ്റെ സ്റ്റൊമാറ്റോയുടെ ഓപ്പണിംഗ് ഇങ്ങനെയാണെങ്കിൽ അതിൻ്റെ ചുറ്റുമുള്ള ഗാർഡ് സെല്ല് ഏത് ഷേപ്പിലായിരിക്കും എന്ന് വെച്ചാൽ ഡംബൽ ഷേപ്പിലായിരിക്കും. ഡംബൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? നമ്മൾ ജിമ്മിലൊക്കെ പോലെ, ഞാൻ ജിമ്മിൽ പോലുണ്ട് രാവിലെ, ജിമ്മിൽ പോകുന്ന സമയത്ത് നമ്മളിങ്ങനെ വെയിറ്റ് അടിക്കുന്ന സാധനമല്ലേ, ദാറ്റ് ഈസ് ഡംബൽ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവല്ലോ അല്ലേ? ഐ തിങ്ക് ലൈക്ക് നിങ്ങൾക്ക് അറിയാമെന്നുള്ള കാര്യം. സോ ഇവിടെ ഇങ്ങനെ മുഴച്ചിരിക്കും, അതുപോലെ അപ്പർ സൈഡിൽ എന്ത് ചെയ്യുന്നുണ്ടാവും, ഇതുപോലെ ഇങ്ങനെ മുഴച്ചിരിക്കുന്നുണ്ടാവും. സോ ഇതിൻ്റെ നടുവിലായിരിക്കും എന്തുണ്ടാവുക, ഈ സ്റ്റൊമാറ്റൽ അപ്പർച്ചർ ഉണ്ടാവുക. സോ എവിടെയാണ് ഈ സ്റ്റൊമാറ്റൽ അപ്പർച്ചർ എവിടെ ഉണ്ടാവുക? ദിസ് ഈസ് ഇൻ യുവർ മോണോകോട്ട് സ്റ്റെമ്മിൽ ഉണ്ടാവുക. സോ ബേസിക്കലി ഇതിൻ്റെ ഏറ്റവും വലിയ ഡിഫറൻസുകൾ എന്ന് പറഞ്ഞാൽ, സ്റ്റൊമാറ്റോൻ്റെ ഏറ്റവും വലിയ ഡിഫറൻസുകളായിട്ട് ഇവിടെ പറയുന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗാർഡ് സെല്ലിൻ്റെ ഷേപ്പാണ് പറയുന്നുണ്ടാവുക. സോ ഇത് ഏത് ഷേപ്പിലുണ്ടാവുക? ബീൻ ഷേപ്പിലുണ്ടാവുക. ഇത് ഏത് ഷേപ്പിലുണ്ടാവുക? ഡംബൽ ഷേപ്പിലുണ്ടാവുക. ഇത് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആട്ടോ, ഓർത്ത് വെച്ചോ. ബീൻ ഷേപ്പിലുള്ള സാധനങ്ങൾ, ഡംബൽ ഷേപ്പിലുള്ള സാധനങ്ങളായിരിക്കും ഉണ്ടാവുന്നുണ്ടാവുക. ഇനി ഇതിനകത്ത് തന്നെ അവർ പറയുന്ന ഒരു പ്രത്യേകതയുണ്ട്. ഈ സെല്ലുകളുടെ, സപ്പോസ് ഈ ബീൻ ഷേപ്പിലുള്ള സെല്ല് ഉണ്ടോ, ഈ സെല്ലിൻ്റെ ഇന്നർ സർഫസ്, അതായത് ഈ സ്റ്റൊമാറ്റോനോട് ചേർന്നിട്ടുള്ള ഇന്നർ സർഫസ് ഇല്ലേ, ഈ ഇന്നർ സർഫസ് വിൽ ബി മോർ തിക്കർ എന്നാണ് പറയുക. ഇവിടെ മോർ തിക്കറായിട്ടായിരിക്കും ഉണ്ടാവുന്നുണ്ടാവുക. ആൻഡ് ഔട്ടർ സർഫസിൽ എങ്ങനെ ഉണ്ടാവുമെന്ന് വെച്ചാൽ അത് കുറച്ച് തിന്നറായിട്ടുണ്ടാവുക. നമുക്ക് കുറച്ചേ പഠിക്കാനുള്ള ഈ ചാപ്റ്ററിൽ നിന്ന് ഇത്ര കാര്യങ്ങൾ വൃത്തിയായിട്ട് പഠിച്ചാൽ മതി. ഇത് ഉള്ളിലത്തെ സാധനം ഭയങ്കര തിക്കറാണ്, പുറത്തെ സാധനം എങ്ങനെയായിരിക്കും ഉണ്ടാവുക? തിന്നറായിട്ടായിരിക്കും പുറത്തെ സാധനം ഉണ്ടാവുക. പുറത്തെ ലെയർ നോക്ക്, പുറത്തെ ലെയർ നമ്മൾ വരയ്ക്കുന്ന സമയത്ത് എങ്ങനെ വരയ്ക്കുന്നുണ്ടാവുക? വിൽ ബി ഡ്രോയിങ് ഇറ്റ് ഭയങ്കര തിന്നറായിട്ട് വരയ്ക്കുന്നുണ്ടാവും. സോ ഇതാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർ പറയുന്ന സാധനം. നോക്കിക്കോട്ടോ, സ്റ്റൊമാറ്റ സ്ട്രക്ചേഴ്സ് പ്രസന്റ് ഇൻ ദ എപ്പിഡെർമിസ് ഓഫ് ലീവ്സിലുണ്ടാവുക. സ്റ്റൊമാറ്റ റെഗുലേറ്റ് ദ പ്രോസസ് ഓഫ് ട്രാൻസ്പിരേഷൻ ആൻഡ് ഗ്യാഷ്യസ് എക്സ്ചേഞ്ച്. ട്രാൻസ്പിരേഷൻ എന്ന് പറഞ്ഞാൽ ഗ്യാസുകൾ, വാട്ടർ പുറത്തേക്ക് പോകുന്നതിനാണ് ട്രാൻസ്പിരേഷൻ എന്ന് പറയുന്ന സാധനം ഉണ്ടാവുക. അതുപോലെ ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് ഉണ്ടാവും. സ്റ്റൊമാറ്റ കൺവേർട്ട് ടു ബീൻ ഷേപ്ഡ് സെൽസ് നോൺ ആസ് എ ഗാർഡ് സെൽസ് വിച്ച് എൻക്ലോസസ് ദ സ്റ്റൊമാറ്റൽ പോർ. അപ്പോൾ ഈ നടുവിലുള്ള സാധനത്തിന് വിളിക്കുന്ന പേരെന്താണ്? സ്റ്റൊമാറ്റൽ പോർ എന്നാണ് വിളിക്കുന്നുണ്ടാവുക. ആൻഡ് ഇവിടെ വിളിക്കുന്ന ഇൻ ഗ്രാസസ്, ഗ്രാസ് എന്ന് പറഞ്ഞാൽ ആരാണ്? മോണോകോട്ടുകളാണ്. മോണോകോട്ടിൽ എന്താ ഉണ്ടാവുക? ദിസ് ആർ വാട്ട്? ഡംബൽ ഷേപ്ഡ് ആയിട്ടുള്ള സാധനങ്ങളായിരിക്കും ഉണ്ടാവുന്നുണ്ടാവുക. മനസ്സിലാവുന്നുണ്ടോ മക്കളെ? റെഡി ആണോ എന്ന് ആലോചിച്ച് നോക്കിയേ. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണേ. വേറെ പ്രശ്നങ്ങളോ സാധനങ്ങളോ ഒന്നും നോക്കണ്ട. നിങ്ങൾ യൂട്യൂബിൽ ആരോ പറയുന്നുണ്ടല്ലോ, അദ്നാൻ ചോലിൽ സാർ എനിക്ക് ട്യൂഷൻ ചേരാനൊക്കെ പഠിക്കാൻ ആഗ്രഹമുണ്ട്, വീട്ടിലെ സാഹചര്യം സമ്മതിക്കുന്നില്ല, ഞാൻ ഡോപ്പയുടെ യൂട്യൂബ് ചാനലിൽ കാണാറ്, ഇറ്റ് ഈസ് വെരി യൂസ്ഫുൾ. ഓക്കെ, താങ്ക് യു. അത്രേ ഉള്ളൂടാ, വേറെ ഒന്നുമില്ല. നമുക്ക് എന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് നമ്മുടെ ഈ വർഷത്തെ ക്ലാസ്സുകൾ നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഇവിടെ മുതൽ ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ നീറ്റ് ആകുമ്പോഴത്തേക്കും കംപ്ലീറ്റ് സാധനങ്ങൾ നിങ്ങൾക്ക് നമ്മൾ പഠിപ്പിച്ച് തരുന്നുണ്ടാവും. ഒരു ഇതും പേടിക്കണ്ട. പിന്നെ എന്താണെന്ന് വെച്ചാൽ കൃത്യമായിട്ട് എക്സാം എഴുതണം. അതിന് വേണ്ടിയിട്ട് DTS എന്ന് പറഞ്ഞ ടെസ്റ്റ് സീരീസ് നടക്കുന്നുണ്ട്. നമ്മുടെ മെൻറ്റർഷിപ്പ് കിട്ടുന്ന ചാനൽസ് ഉണ്ട്. ഇതൊക്കെ യൂട്ടിലൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സെൽഫ് സ്റ്റഡി നടത്താൻ പറ്റും. വേറെ പ്രശ്നങ്ങളോ വേറെ സാധനങ്ങളോ ഒന്നുമില്ല. ബട്ട് യു ഹാവ് ടു ബി റെഗുലർ വിത്ത് ദാറ്റ് തിങ്. നമ്മൾ തന്നെ ഫോളോ ചെയ്ത് പോയാൽ മതി. യു വിൽ ബി ഗെറ്റിംഗ് എവറി കണ്ടൻസ്. ഓക്കെ ആണല്ലോ അല്ലേ? ഇങ്ങനത്തെ ഒരുപാട് ആൾക്കാരുണ്ടെന്നുള്ള കാര്യം അറിയാം. അതിന് വേണ്ടിയിട്ടാണ്. ആൻഡ് നമ്മുടെ സിസ്റ്റത്തിന് അകത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ അവർക്ക് നമ്മൾ ഡയറക്റ്റ്ലി മോണിറ്ററിങ് അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ടാവും എന്നുള്ളതാണ്. സോ ഡെഫിനറ്റ്ലി നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും കേട്ടോ. സോ നോക്ക്, ദ ഔട്ടർ വാൾസ് ഓഫ് ഗാർഡ് സെൽസ് അവേ ഫ്രം ദ സ്റ്റൊമാറ്റൽ പോർ ആർ തിൻ ആൻഡ് ദ ഇന്നർ വാൾസ് ടുവേർഡ്സ് ദ സ്റ്റൊമാറ്റൽ പോർ ആർ തിക്ക്. അത് പറഞ്ഞല്ലോ, ഡംബൽ ഷേപ്പ് ആണെന്ന് പറഞ്ഞല്ലോ. ഇവിടെയുള്ള സാധനങ്ങൾ യു ക്യാൻ സീ ദാറ്റ് ദി ഡംബൽ ഷേപ്പ് ആയിട്ടുള്ള സാധനങ്ങൾ കാണാൻ പറ്റില്ല. ദിസ് ഈസ് ദ ഡംബൽ ഷേപ്പ്ഡ് സാധനം ഗാർഡ് സെൽസ് കാണാൻ പറ്റില്ലേ? ഇനി അതുപോലെ തന്നെ അവർ പറയണമെന്ന് വെച്ചാൽ ഈ ഗാർഡ് സെൽസിന് പുറമേയുള്ള, അതായത് ഈ സ്റ്റൊമാറ്റോൻ്റെ ഗാർഡ് സെല്ലിന് തൊട്ട് പുറമേയുള്ള ചില സെല്ലുകളുണ്ട്. ഈ സെല്ലുകളെ വിളിക്കുന്ന പേരെന്താ വിളിക്കുന്നുണ്ടാവുക? സബ്സിഡറി സെല്ലുകൾ എന്നാണ് വിളിക്കുന്നുണ്ടാവുക. അവരെ വിളിക്കുന്ന പേരെന്താ? സബ്സിഡറി സെൽ എന്ന് വിളിക്കുക. അതിന് ചുറ്റുമുള്ള ഈ സെല്ലുകളുണ്ടോ, ഞാനിപ്പോൾ ബ്ലാക്കിൽ മാർക്ക് ചെയ്യുന്ന ഈ സെൽസിനെ കണ്ടോ, ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? സബ്സിഡറി സെൽസ് എന്ന് വിളിക്കുന്നുണ്ടാവും. ദിസ് ഈസ് നോൺ ആസ് വാട്ട്? സബ്സിഡറി സെൽസ്. ക്ലിയർ ആണോ? കൺഫ്യൂഷൻസ് ഇല്ലല്ലോ? സോ ഇതിനെയാണ് നമ്മൾ സ്റ്റൊമാറ്റൽ അപ്പാരറ്റസ് എന്ന് വിളിക്കുന്നുണ്ടാവുക. ഇത് എപ്പിഡെർമിസിൻ്റെ ഒരു മോഡിഫിക്കേഷൻ ആണ്. ഇമ്പോർട്ടൻ്റ്ലി പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ഏരിയാസ് ആണ്. സോ നോക്കി വെക്കേണ്ട സാധനമാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്, എന്തായാലും നോക്കി വെക്കുക. ഇറ്റ് വിൽ ബി ഗുഡ്. ക്ലിയർ ആണല്ലോ അല്ലേ? കൺഫ്യൂഷൻസ് ഇല്ലല്ലോ? ഇനി വി വിൽ ബി കമ്മിങ് ടു ദ ഹെയർ ലൈക്ക് തിങ്സ്. ഹെയർ ലൈക്ക് തിങ്സ് പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞു
നമുക്ക് എന്തുണ്ട് സ്റ്റെമ്മുണ്ട് ആണല്ലോ അല്ലേ. ആൻഡ് സ്റ്റെം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക, നമുക്ക് പിന്നെ ഗ്രൗണ്ട് കഴിഞ്ഞ് താഴേക്ക് എന്തുണ്ട് റൂട്ടുകളുണ്ടാവും, മൾട്ടിപ്പിൾ ആയിട്ടുള്ള റൂട്ടുകളുണ്ടാവും, ഇങ്ങനെ ഉണ്ടാവും അല്ലേ. സ്റ്റെമ്മും ഉണ്ടാവും റൂട്ടും ഉണ്ടാവും. അപ്പോൾ ഈ സ്റ്റെമ്മിനകത്ത് ഉണ്ടാവുന്ന റൂട്ടുകൾ അല്ലെ, സ്റ്റെമ്മിനകത്ത് ഉണ്ടാവുന്ന ചെറിയ ചെറിയ ഹെയർ ലൈക്ക് സാധനങ്ങളുണ്ടല്ലോ, ഇതിനാണ് നമ്മൾ വിളിക്കുന്നത് എന്തുണ്ടാവുക വെച്ചാൽ വി വിൽ ബി കോളിംഗ് ഇറ്റ് ആസ് വാട്ട് ട്രൈക്കോം എന്ന് വിളിക്കുന്നുണ്ടാവുക. ദിസ് ഈസ് നോൺ ആസ് വാട്ട് ട്രൈക്കോം. ആൻഡ് ഇവിടെ നമ്മുടെ റൂട്ടിനകത്ത് ഉണ്ടാവുന്ന ചെറിയ ചെറിയ ഹെയർ ലൈക്ക് ഔട്ട് ഗ്രോത്തുകളുണ്ട്, അവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നുണ്ടാവുക, റൂട്ട് ഹെയർസ് എന്ന് വിളിക്കുന്നുണ്ടാവുക. റൂട്ട് ഹെയർസ് എന്ന് വിളിക്കുന്നുണ്ടാവുക, റൂട്ട് ഹെയർസ്. ഇതിനകത്ത് 2 ഡിഫറൻസുകളാണ് പ്രധാനമായിട്ട് നമ്മൾ പഠിക്കാനുള്ളത്. ഒന്നാമത്തെ കാര്യം റൂട്ട് ഹെയർ, ഇത് ഇങ്ങനെ തന്നെ പഠിച്ചു വെച്ചോട്ടോ. ഈ പടത്തിൽ നമ്മുടെ ഷോർട്ട് നോട്ടിൽ ഇതുപോലത്തെ ഒരു പടം വരച്ച് വെച്ചാൽ മതി. ട്രൈക്കോം റൂട്ട് ഹെയർ കമ്പാരിസൺ ഓർത്തിരിക്കുക. ദിസ് ഈസ് യൂണി സെല്ലുലാർ, അതായത് ഇത് ഒരൊറ്റ സെല്ലിൻ്റെ മോഡിഫിക്കേഷൻ ആയിട്ടാണ് റൂട്ട് ഹെയർ ഉണ്ടാവുക. അതായത് നിങ്ങൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു ഒരൊറ്റ സെല്ല് ദാറ്റ് വിൽ ബി എക്സ്റ്റെൻഡിങ് ലൈക്ക് ദിസ്, ഇങ്ങനെ. ഇതാണ് റൂട്ട് ഹെയറിൻ്റെ മോഡിഫിക്കേഷൻ. സിംഗിൾ സെല്ലായിരിക്കും ഉണ്ടാവുന്നുണ്ടാവുക. ബട്ട് വെൻ യു ആർ കമ്മിങ് ടു ദ ട്രൈക്കോമിലേക്ക് വരുന്ന സമയത്ത് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് തിങ്. ദ ട്രൈക്കോം ഈസ് മൾട്ടി സെല്ലുലാർ. മെനി മൾട്ടിപ്പിൾ സെൽസ് വെച്ചിട്ടായിരിക്കും ട്രൈക്കോം ഉണ്ടാക്കിയിട്ടുണ്ടാവുക. ഒരൊറ്റ സിംഗിൾ സെല്ല് വെച്ചിട്ട് ആവണം നിർബന്ധമില്ല. സോ ട്രൈക്കോം ഈസ് വാട്ട്, ട്രൈക്കോം ഈസ് മൾട്ടി സെല്ലുലാർ ആണ്. ഇതാണ്. ആൻഡ് ഇവിടെ റൂട്ട് ഹെയറിൻ്റെ ഉദ്ദേശം എന്താണ്, വൈ ഇറ്റ് ഈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇൻക്രീസസ് സർഫസ് ഏരിയ ഫോർ വാട്ടർ അബ്സോർപ്ഷൻ. വാട്ടറിൻ്റെ അബ്സോർപ്ഷന് വേണ്ടിയിട്ടുള്ള സർഫസ് ഏരിയ കൂട്ടുക എന്നുള്ളതാണ് ഇവൻ്റെ പണി. ആൻഡ് ഇവിടെയുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മൾട്ടിപ്പിൾ പണിയാണ്. ഇവിടെ NCERT പറയുന്ന ഒരു പണി എന്ന് വെച്ചാൽ മേ ബി ഇറ്റ് ക്യാൻ ബി ഈവൻ സെക്രട്ടറി വരെ ആവാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. സെക്രട്ടറി വരെ ആവും, ഈവൻ സെക്രട്ടറി എന്നാണ്. അതായത് എല്ലാം സെക്രട്ടറി ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചേക്കണതല്ല, എന്തെങ്കിലും സാധനങ്ങൾ സെക്രട്ടറി ചെയ്യാൻ വരെ ആരും ഉപയോഗിക്കാൻ പറ്റും, ഈ ട്രൈക്കോമുകളെ യൂസ് ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഡിഫറൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഐ വിൽ ബി ടെല്ലിംഗ് ലൈക്ക് മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഡിഫറൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ എന്താണ്, ഇവൻ അൺബ്രാഞ്ചഡ് ആണ്. ഇവൻ ബ്രാഞ്ചഡ് അല്ല, ഇവൻ അൺബ്രാഞ്ചഡ് ആണ്. പക്ഷേ ട്രൈക്കോമുകൾ ബ്രാഞ്ചഡും ഉണ്ട് അൺബ്രാഞ്ചഡും ഉണ്ട്. ദെയർ ക്യാൻ ബി ബ്രാഞ്ച്ഡ് ഓർ അൺബ്രാഞ്ച്ഡ്, രണ്ടും പോസിബിൾ ആണ്. സോ ഈ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഷോർട്ട് നോട്ടിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന സാധനം എന്താണെന്ന് വെച്ചാൽ യു ക്യാൻ ഡ്രോ എ സിമ്പിൾ ടേബിൾ ലൈക്ക് ദിസ്. ഒരു കുഞ്ഞ് ടേബിൾ ആക്കി വരയ്ക്കാൻ പറ്റും. ആ ടേബിളിൻ്റെ ഒരു സൈഡിൽ നിങ്ങൾ എന്ത് എഴുതും, റൂട്ട് ഹെയർ എന്ന് എഴുതും ഒരു സൈഡിൽ. മറ്റേ സൈഡിൽ എന്താ എഴുതുന്നുണ്ടാവുക, ദാറ്റ് ഈസ് ട്രൈക്കോം എന്ന് എഴുതുന്നുണ്ടാവും, ഉണ്ടാവില്ലേ. സോ ഇതെന്താ വെച്ചാൽ നമുക്ക് എഴുതാൻ പറ്റും ദിസ് ഈസ് സീൻ ഇൻ റൂട്ടിലാണ് ഉണ്ടാവുക, ആൻഡ് ട്രൈക്കോം കാണുന്നുണ്ടാവുക സ്റ്റെമ്മിലാണ് ഉണ്ടാവുക. ആൻഡ് ഇവൻ യൂണിസെല്ലുലാർ ആണ്, ഇവൻ എന്താണ് മൾട്ടി സെല്ലുലാർ ആണ്. ഇവൻ എന്താണ് ടു ഇൻക്രീസ് സർഫസ് ഏരിയ ഫോർ അബ്സോർപ്ഷൻ ആണ് ഉണ്ടാവുക. ഇവന് പല മൾട്ടിപ്പിൾ ഫംഗ്ഷൻസ് ഉണ്ട്. ഇവൻ സെക്രട്ടറി NCERT പറയുന്നുണ്ട്. ഇവൻ എപ്പോഴും അൺബ്രാഞ്ച്ഡ് ആണ്. ഇവൻ എപ്പോഴും ഇറ്റ് ക്യാൻ ബി ബ്രാഞ്ച്ഡ് ഓർ അൺബ്രാഞ്ച്ഡ് ആവാനുള്ള സാധ്യതയുണ്ട്. സോ ഈ സാധനം എഴുതി വെച്ചാൽ മതി. ഞാൻ ഐ എം നോട്ട് ഗോയിങ് ടു റൈറ്റ് ഇറ്റ് ഡൗൺ എവറിത്തിങ്, ബട്ട് ഐ എം ടെല്ലിങ് ലൈക്ക് നിങ്ങളുടെ കുഞ്ഞി ചെറിയ പോക്കറ്റ് ഡയറീസ് പോലത്തെ സാധനങ്ങൾ കീപ്പ് ചെയ്യുക, ഇത് സാധനങ്ങൾ എഴുതുക, എന്നിട്ട് ഇതിങ്ങനെ കണ്ടിരിക്കുക. സോ വിൽ ബി കോളിംഗ് ഇറ്റ് ഇസ് ലൈക്ക് റിപ്പീറ്റേഷൻ. റിപ്പീറ്റ് ചെയ്ത് കാണുക, ഓട്ടോമാറ്റിക്കലി ഇറ്റ് വിൽ ബി ഇൻ യുവർ മെമ്മറി. അതല്ലാതെ നിങ്ങൾ ഇത് ഇരുന്ന് കാണാതെ പഠിക്കേണ്ട ഒരു സിസ്റ്റത്തിലേക്കോ വേറെ സാധനത്തിലേക്കോ നിങ്ങൾ പോയേ ചെയ്യരുത്. ദാറ്റ് ഈസ് ഗോയിങ് ടു എഫക്റ്റ് യു വെരി ബാഡ്ലി. നല്ല ബാഡായിട്ട് നിങ്ങൾ എഫക്റ്റ് ചെയ്യും. ഇതൊന്ന് വായിച്ച് സമയം കളയരുത്. പെട്ടെന്ന് വളരെ ഗോ ത്രൂ ക്വിക്ക്ലി ഇറ്റ്. വൺസ് നിങ്ങളിത് വായിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നിങ്ങളുടെ ഷോർട്ട് നോട്ട് ഇതുപോലെ ഫില്ല് ചെയ്ത് വെക്കുക. അത് കഴിഞ്ഞിട്ട് ഈ നോട്ട് ഇങ്ങനെ കാണുക. സോ ദാറ്റ് എവറി കൺസെപ്റ്റ് എവറി പാർട്ട് വിൽ ബി ഇൻസൈഡ് യുവർ ബ്രെയിൻ. ആൻഡ് ബാക്കി കാര്യങ്ങൾ എന്ന് പറഞ്ഞാലോ നിങ്ങൾ NCERT വായിക്കേണ്ട കാര്യങ്ങളൊക്കെ അതൊരു ഫ്ലോയിൽ ഇരുന്നിട്ട് NCERT വായിച്ചു വയ്ക്കുക. NCERT വായിക്കുന്ന സമയത്ത് പഠിച്ചില്ലല്ലോ, ഇതൊന്നും കിട്ടുന്നില്ലല്ലോ, എനിക്കിതിനി പഠിക്കണമല്ലോ എന്നുള്ള തോട്ടിലൊന്നും വായിക്കേണ്ട. ഫ്രീ ആയിട്ട് NCERT വായിക്കാൻ വേണ്ടി പറ്റണം. ആൻഡ് NCERTയിലുള്ള സെൻറ്റൻസുകളായിട്ട് ഫെമിലറൈസ് ആവാനും പറ്റണം. സോ ദിസ് ഈസ് വാട്ട് ഈസ് വി ആർ ഗോയിങ് ടു ഡു. ഓക്കെ ആണല്ലോ അല്ലേ. ആൻഡ് അടുത്ത സാധനം എന്ന് പറഞ്ഞാൽ ഇത് ഡെഫിനറ്റ്ലി ദാറ്റ് ഈസ് അബൌട്ട് ദ ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റത്തിനായിട്ടാണ് പറയുക. ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം അല്ലെങ്കിൽ ഫണ്ടമെന്റൽ സിസ്റ്റം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എപ്പിഡെർമിസും വാസ്കുലർ ബണ്ടിൽസും അല്ലാത്ത ബാക്കി എല്ലാത്തിനെയും നമ്മൾ വിളിക്കുന്ന പേരെന്താണ്, ഗ്രൗണ്ട് ടിഷ്യൂ എന്നാണ് പറയുക. അത്ര തന്നെ ഇവിടെ പറയുന്നുള്ളൂ, പ്രത്യേകിച്ചൊന്നുമില്ല. ഓൾ ടിഷ്യൂ എക്സെപ്റ്റ് നമുക്ക് കേട്ടോ, ഓൾ ടിഷ്യൂ എക്സെപ്റ്റ് എപ്പിഡെർമിസ് ആൻഡ് വാസ്കുലർ ബണ്ടിൽ കൺസ്റ്റിറ്റ്യൂട്ട് ദ ഗ്രൗണ്ട് ടിഷ്യൂ. അത്രേ ഉള്ളൂ. ഭയങ്കര സിമ്പിളാണ്, ഡയറക്റ്റ്ലി തന്നെ മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ മൾട്ടിപ്പിൾ കാര്യങ്ങളെ പറ്റി പറയുന്നുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി ഓൺ ദ നമ്മൾ ലീഫും സ്റ്റെമ്മും റൂട്ടൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഡിസ്കസ് ചെയ്ത് പോകാൻ പറ്റും. സോ അതവിടെ നിന്നോട്ടെ. ആൻഡ് വാസ്കുലർ ടിഷ്യൂ, ലെറ്റ്സ് ഗോ ടു ദ വാസ്കുലർ ടിഷ്യൂ. വാസ്കുലർ ടിഷ്യൂവിനെ പറ്റി പറയുമ്പോൾ യു നോ ദാറ്റ് തിങ് ദർ ആർ 2 കോംപ്ലക്സ് ടിഷ്യൂസ് ഉണ്ട്. ഒന്നിൻ്റെ പേര് സൈലം എന്നാണ്, മറ്റതിൻ്റെ പേര് ഫ്ലോയം എന്നാണ്. ഇത് ഡീറ്റെയിൽ ആയിട്ട് പണ്ടത്തെ സിസ്റ്റത്തിൽ പഠിക്കാനുണ്ടായിരുന്നു. ഇപ്പോൾ വി ഡോണ്ട് ഹൗ ടു ഡു ദാറ്റ് തിങ്. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനില്ല, ബേസിക് സാധനങ്ങൾ മാത്രം പഠിച്ചാൽ മതി. ആൻഡ് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രാൻസ്പോർട്ട് ഇൻ പ്ലാന്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിക്കാനുണ്ടോ, അപ്പോൾ അത് നോക്കുന്ന സമയത്ത് യു വിൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് തിങ്, വാട്ട് ഈസ് സൈലം, വാട്ട് ഈസ് ഫ്ലോയം എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇവിടെ പഠിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അനാട്ടമിക്കൽ അറേഞ്ച്മെൻറ്റ്സിനെ പറ്റിയിട്ടാണ് പഠിക്കാനുള്ളത്. സോ ലെറ്റ് us discuss something. ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് എസ്പെഷ്യലി ഇൻ ദ റൂട്ട്. ഐ വിൽ ബി ടെല്ലിങ് ലൈക്ക് ദാറ്റ് തിങ്. അങ്ങനെ തന്നെ പറയാം. റൂട്ടുകൾ നോക്കുന്ന സമയത്ത് ഏത് റൂട്ട് ഡൈക്കോട്ടിൻ്റെ റൂട്ടാണെങ്കിലും മോണോക്കോട്ടിൻ്റെ റൂട്ടാണെങ്കിലും നോക്കുന്ന സമയത്ത് എങ്ങനെയായിരിക്കും ഇത് അറേഞ്ച് ചെയ്തത്. റൂട്ടിനെ ഞാനിങ്ങനെ വട്ടത്തിൽ മുറിച്ച് കഴിഞ്ഞാൽ യു വിൽ ബി സീയിങ് ഒരു റൗണ്ട് കട്ടഡ്ജ് അല്ലേ. റൂട്ടിലേക്ക് ഇത് പെൻ പോലെ ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ ഒരു സാധനമല്ലേ, ഇത് ഞാനിങ്ങനെ മുറിച്ച് കഴിഞ്ഞാൽ ഐ വിൽ ബി സീയിങ് ദ കട്ടുണ്ട് അല്ലേ. ഈ കട്ടൻഡ് ഓഫ് ദിസ് റൂട്ടായിരിക്കും കാണുന്നുണ്ടാവുക. അതാണ് ഞാനിവിടെ വരച്ചിട്ടുള്ളത്. അതിനകത്ത് നോക്കുന്ന സമയത്ത് വാട്ട് വിൽ യു സീ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് ഇങ്ങനെ നമ്മുടെ സൈലം ഇങ്ങനെ കാണുന്നുണ്ടെങ്കിൽ, സപ്പോസ് ഞാനിത് ഇങ്ങനെ വരയ്ക്കുകയാണ്,
സപ്പോസ് ദിസ് ഈസ് സൈലാണെങ്കിൽ, പിന്നെ അടുത്ത സൈലം ഇങ്ങനെ വരയ്ക്കുന്നുണ്ടെങ്കിൽ, അടുത്ത സൈലം ഇങ്ങനെ വരയ്ക്കുന്നുണ്ടെങ്കിൽ, സോ ഞാനിങ്ങനെ വെറുതെ റാൻഡംലി പിക്ചറിറ്റിക്കൽ റെപ്രസെൻറ്റേഷന് വേണ്ടി മാത്രം വരയ്ക്കാം കേട്ടോ. അടുത്ത സൈലം ഇങ്ങനെ വരയ്ക്കുന്നുണ്ടെങ്കിൽ ദിസ് വിൽ ബി ദ സൈലംസ്. ആൻഡ് ഇതിനിടയിൽ വരുന്ന ഫ്ലോയംസ് എവിടെയാണ് വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫ്ലോയംസ് വിൽ ബി കമ്മിങ് ഇൻ ബിറ്റ്വീൻ. ഇതിന് നടുവിലാണ് വരുന്നുണ്ടാവുക ഫ്ലോയം. ഇവിടെ ഇങ്ങനെ വരും, ഒരു ഫ്ലോയം വരും, അതിന് അടുത്ത ഫ്ലോയം വരും, ആൻഡ് അടുത്ത ഫ്ലോയം വരും, അങ്ങനെയാണ് വരുന്നുണ്ടാവുക. സോ ഇതെങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ക്യാൻ സീ ദാറ്റ് തിങ്, ഒരു സൈലവും ഒരു ഫ്ലോയും ഒക്കെ ഓരോരോ ഡിഫറെൻറ്റ് റേഡിയസുകളായിട്ടായിരിക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. ഇതൊന്നും ഒരുമിച്ചിട്ടല്ല അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. സപ്പോസ് ഇഫ് ഐ എം ഡ്രോയിങ് ഈ ഒരു കട്ട് സെഷന് ഞാനൊരു റേഡിയസുകൾ വരയ്ക്കുകയാണെങ്കിൽ, സപ്പോസ് ഞാൻ വരയ്ക്കുകയാണെങ്കിൽ ഇതവിടെ നോക്ക്, ഈ ഒരു റേഡിയസ് നോക്കി കഴിഞ്ഞാൽ അതിനകത്ത് എന്ത് മാത്രമേ ഉള്ളൂ? ഇതിനകത്ത് നമ്മുടെ സൈലം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി ഈ ഒരു റേഡിയസ് വരയ്ക്കുകയാണെങ്കിൽ ഇതിനകത്ത് എന്ത് മാത്രമേ ഉള്ളൂ? ഫ്ലോയം മാത്രമേ ഉള്ളൂ. ഇത് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് സൈലം മാത്രമേ ഉള്ളൂ. ഇത് അടുത്ത ഇതാണ്. അപ്പോൾ ഇതിങ്ങനെ ദിസ് ഈസ് ലൈക്ക് ദ സൈലം ആൻഡ് ഫ്ലോയംസ് ആർ അറേഞ്ച്ഡ്. എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക? ദിസ് ഈസ് അറേഞ്ച്ഡ് വാട്ട്? റേഡിയലി എന്നാണ് പറയുന്നുണ്ടാവുക. വി വിൽ ബി കോളിംഗ് ദിസ് ഈസ് നോൺ ആസ് വാട്ട്? റേഡിയൽ അറേഞ്ച്മെൻറ്റ്. റേഡിയൽ അറേഞ്ച്മെൻറ്റ് എന്ന് അതിനെ വിളിക്കുന്നുണ്ടാവുക. റേഡിയൽ അറേഞ്ച്മെൻറ്റ് ഓഫ് വാസ്കുലർ ടിഷ്യൂസ് എന്ന് വിളിക്കുന്നുണ്ടാവുക. അപ്പോൾ റേഡിയൽ അറേഞ്ച്മെൻറ്റ് എവിടെ കാണുന്നത്? ദിസ് ഈസ് ബേസിക്സ് കേട്ടോ. ഞാനതിൻ്റെ ഷോർട്ട് നോട്ടിലേക്ക് കാര്യത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരാം. ദിസ് ഈസ് വാട്ട് ഈസ് ബേസിക്സ് ആണ്. സോ ഇവിടെ എന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ദിസ് ഈസ് വാട്ട്? ദിസ് ഈസ് റൂട്ട്. അപ്പോൾ നമ്മൾ ബേസിക്കലി മനസ്സിലാക്കിയിരിക്കുക ഇതിൻ്റെ റൂട്ടാണ്. റൂട്ടിനെ പറ്റിയിട്ട് മാത്രമാണ് പറയുക. റൂട്ടിൽ എങ്ങനെ ഉണ്ടാവുക? ദിസ് ആർ അറേഞ്ച്ഡ് ഇൻ ഡിഫറെൻറ്റ് റേഡിയസുകൾ. ഇനി സപ്പോസ് ഇഫ് ഐ എം കമ്മിങ് ടു ദ സ്റ്റെം അല്ലെങ്കിൽ ലീഫിലേക്കോ സ്റ്റെമ്മിലേക്കൊക്കെ വരികയാണെങ്കിൽ ഇതെങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്ന് അറിയോ? സപ്പോസ് ലീഫ് അല്ലെങ്കിൽ സ്റ്റെം. ബേസിക്കലി നമ്മൾ കൂടുതലും പഠിക്കുന്ന സ്റ്റെമ്മിനെ പറ്റിയിട്ട് പഠിക്കുക. പക്ഷേ ലീഫിലും ഇതേ അറേഞ്ച്മെൻറ്റ്സ് തന്നെയായിരിക്കും വരുന്നുണ്ടാവുക. എങ്ങനെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്പോസ് ഞാൻ ഇതേപോലെ തന്നെ ഒരു കട്ട് സെഷൻ വരയ്ക്കാം. വട്ടത്തിൽ ഇങ്ങനെ മുറിച്ച് കഴിഞ്ഞാൽ വാട്ട് ഐ വിൽ ബി ഗെറ്റിംഗ് ലൈക്ക് ഇതിങ്ങനെ കട്ട് സെഷൻ വരച്ചു. എങ്ങനെ കിട്ടുന്നുണ്ടാവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എങ്ങനെ ഉണ്ടാവുക? സപ്പോസ് ഞാനിങ്ങനെ വരയ്ക്കാൻ കേട്ടോ. സപ്പോസ് ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഇതിൻ്റെ പുറം വശമല്ലേ മക്കളെ, ഏറ്റവും പുറത്ത് വശം. ഈ പുറകു വശത്ത് ഇവിടെ ഉണ്ടാകുന്ന സാധനം ആരായിരിക്കും എന്ന് വെച്ചാൽ ദിസ് വിൽ ബി വാട്ട്? നിങ്ങളുടെ ഫ്ലോയോ ആയിരിക്കും ഉണ്ടാവുക. ഔട്ടർ സൈഡിലേക്ക്, ടുവേർഡ്സ് ഔട്ടർ സൈഡിലേക്ക് ദർ വിൽ ബി ആരുണ്ടാവുക? ഫ്ലോയോ ഉണ്ടാവും. അതിൻ്റെ ടുവേർഡ്സ് ഇന്നർ സൈഡിലേക്ക് ദിസ് പോർഷനിലേക്ക് ആരുണ്ടാവും എന്ന് വെച്ചാൽ ദർ വിൽ ബി സൈലം ഉണ്ടാവും. സോ ഇവിടെ നോക്ക് എന്താ ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഒരേ റേഡിയസ് തന്നെ, ഒരു സിംഗിൾ റേഡിയസ് നോക്കി കഴിഞ്ഞാൽ തന്നെ അതിനകത്ത് തന്നെ അടുപ്പിച്ചിട്ട് ഉള്ളിൽ സൈലവും പുറത്ത് ആരുണ്ടാവുക? ഫ്ലോയം എന്നുള്ള രൂപത്തിലേക്കും ഇതിനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. സോ ദിസ് ഈസ് വാട്ട് ഈസ് ദ അറേഞ്ച്മെൻറ്റ്. അപ്പോൾ ഇങ്ങനത്തെ അറേഞ്ച്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഒരേ റേഡിയസ് തന്നെ നോക്ക്. ഈ റേഡിയസ് വരച്ചു കഴിഞ്ഞാൽ യു ക്യാൻ ഫൈൻഡ് ഔട്ട് ഇൻസൈഡിൽ സൈലം കാണാൻ പറ്റും, പുറത്ത് ഫ്ലോയും കാണാൻ പറ്റും. ഇൻസൈഡിൽ സൈലം കാണാൻ പറ്റും, പുറത്ത് ഫ്ലോയും കാണാൻ പറ്റും. ഇങ്ങനെ കാണുന്നതിന് നമ്മൾ വിളിക്കുന്ന പേരെന്താണെന്ന് വെച്ചാൽ വിൽ ബി കോളിംഗ് ഇറ്റ് ഇസ് നോൺ ആസ് വാട്ട്? കൺജോയിൻഡ് എന്ന് വിളിക്കുക. കൺജോയിൻഡ് അറേഞ്ച്മെൻറ്റ് എന്ന് വിളിക്കുക. എവിടെ കാണുന്നുണ്ടാവുക? ഇൻ സ്റ്റെം ആൻഡ് ഇൻ റൂട്ട്, ഇൻ സ്റ്റെം ആൻഡ് ഇൻ ലീഫ്. രണ്ട് സ്ഥലത്ത് നമ്മൾ എങ്ങനെ കാണുന്നുണ്ടാവുക? കൺജോയിൻഡ് അറേഞ്ച്മെൻറ്റ് ആയിരിക്കും കാണുന്നുണ്ടാവുക. ദിസ് ഈസ് ദ ബേസിക്സ് കേട്ടോ. ഭയങ്കര സിമ്പിളായിട്ട് ഡയറക്റ്റ്ലി തന്നെ കാര്യങ്ങൾ പറഞ്ഞുതരാണ്. കൺജോയിൻഡ് അറേഞ്ച്മെൻറ്റ് ആയിരിക്കും ഈ സാധനത്തിനുണ്ടാവുക. സോ ബേസിക്കലി ഈ വാസ്കുലാർ ബണ്ടിൽസിന് രണ്ട് ടൈപ്പ് അറേഞ്ച്മെൻറ്റ് ഉള്ളത്. ബേസിക്കലി വൺ ഈസ് വാട്ട്? റേഡിയൽ അറേഞ്ച്മെൻറ്റ്, അതർ വൺ ഈസ് വാട്ട്? കൺജോയിൻഡ് അറേഞ്ച്മെൻറ്റ് എന്നാണ്. ഇനി ഇതിനകത്തേക്ക് തന്നെ നോക്കുന്ന സമയത്ത്, ഇപ്പോൾ സ്റ്റെമ്മിലേക്കൊക്കെ നോക്കുന്ന സമയത്ത് ദർ ആർ ടു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കൺജോയിൻഡ് അറേഞ്ച്മെൻറ്റ്സ്. ഒന്ന് കാണുന്നത് നമ്മുടെ എവിടെ കാണുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഡൈക്കോട്ട് സ്റ്റെമ്മിലും, ഒന്ന് ഡൈക്കോട്ടിലാണ് കാണുക, ഡൈക്കോട്ട് പ്ലാന്റ്സിലും. മറ്റേത് കാണുന്നത് എവിടെയാണെന്ന് വെച്ചാൽ മോണോകോട്ട് പ്ലാന്റ്സിലാണ്. എന്താ മക്കളെ ഡൈക്കോട്ടിൻ്റെ മോണോകോട്ടിൻ്റെ ഒരു പ്രത്യേകത? സോ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, വൺ ഈസ് യുവർ ബാംബു. ഒന്നാമത്തെ സാധനം ഞാൻ പറയുകയാണ്, മോണോകോട്ടിന് എക്സാമ്പിളായിട്ട് ഞാൻ പറയാൻ വേണ്ടി പോവാണ്. ദാറ്റ് ഈസ് ബാംബു. ബാംബു എന്ന് പറഞ്ഞാൽ മുളയില്ലേ, നമ്മുടെ മുള. രണ്ടാമത്തെ സാധനം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഐ ക്യാൻ ടോക്ക് എനിത്തിങ്. ഇപ്പോൾ ലൈക്ക് ഐ എം ടോക്കിംഗ് അബൌട്ട് മാംഗോ ട്രീ. മാവും നമ്മുടെ മുളയും. രണ്ട് കാര്യങ്ങൾ ആലോചിച്ച് നോക്കിക്കോ. സോ ഒന്ന് മാവ് എന്ന് പറയുന്ന സാധനം ദാറ്റ് ഇസ് എ ഡൈക്കോട്ട് പ്ലാന്റ് ആണ്, ആൻഡ് മുള എന്ന് പറയുന്ന സാധനം ദാറ്റ് ഇസ് എ മോണോകോട്ട് പ്ലാന്റ് ആണ്. എന്താ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാവ് എന്ന് പറയുന്ന സാധനം ആദ്യം മേളിലേക്ക് ഇങ്ങനെ പൊക്കം വെച്ച് പോകും. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ അത് നിന്നിട്ട് അതിന് വണ്ണം വെക്കാൻ തുടങ്ങും, ഇങ്ങനെ തടി വെക്കാൻ തുടങ്ങും. രണ്ടാമത് ഇങ്ങനെ തടി വെക്കും. ആണല്ലോ അല്ലേ? ആണോ അല്ലയോ? യെസ് പറഞ്ഞോ? ശരിയാണല്ലോ അല്ലേ? ഇതിന് തടി വെക്കാൻ പറ്റും. പക്ഷേ മുള എന്ന് പറഞ്ഞ സാധനത്തിന് തടി വെക്കുമോ? ഇല്ല. അതിങ്ങനെ മേളിലേക്ക് പോകാൻ മാത്രമേ ഉള്ളൂ. ഇറ്റ് വിൽ നെവർ ഗ്രോ ബിഗ്ഗർ ഇൻ ഗിർത്ത്. അതിന് വണ്ണം രണ്ടാമത് കൂടുന്നുണ്ടാവില്ല എന്നുള്ളതാണ് പറയുക. സോ അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് നമ്മൾ ബയോളജിക്കൽ അല്ലെങ്കിൽ ബോട്ടണിയുടെ ഭാഷയിൽ നമ്മൾ എങ്ങനെയാണ് പറയാമെന്നറിയോ? നമ്മൾ പറയണമെന്ന് വെച്ചാൽ അതിൻ്റെ ഈ മാംഗോ ട്രീക്ക് എന്തുണ്ടെന്ന് വെച്ചാൽ ഒരു പ്രൈമറി ഗ്രോത്ത് ഉണ്ട്. പ്രൈമറി ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെന്താ ഉണ്ടാവുക എന്ന് വെച്ചാൽ അതിൻ്റെ ടോൾനെസ് അല്ലെങ്കിൽ അതിൻ്റെ പൊക്കം കൂടുന്നുണ്ടാവും. അത് ടോളറായിട്ട് മുന്നോട്ട് പൊക്കത്തിൽ വലുതാവുന്നുണ്ടാവും. അത് കഴിഞ്ഞതിന് ശേഷം അതിന് എന്തുണ്ടാവും? ഒരു സെക്കൻഡറി ഗ്രോത്തും കൂടി ഉണ്ടാവും. സെക്കൻഡറി ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഗിർത്ത് കൂടുക ചെയ്യുക. ഗിർത്ത് തടി കൂടുന്ന സാധനത്തിന് അതിനാണ് സെക്കൻഡറി ഗ്രോത്ത് എന്ന് നമ്മൾ പറയുന്നുണ്ടാവുക. അപ്പോൾ ഈ ഡൈക്കോട്ട് പ്ലാന്റ്സിന് എന്തുണ്ട്? അങ്ങനെ ഒരു സെക്കൻഡറി ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ്സ്, ഒരു പർപ്പസ് അവിടെ ഉണ്ട്. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ ഞാനിപ്പോൾ ഈ പറഞ്ഞ മാവിൻ്റെ തടി വരയ്ക്കാമെന്ന് വിചാരിച്ചോ. മാവിൻ്റെ തടി ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ യു ഹൗ ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് തിങ്. ഇതിന് പ്രൈമറി ഗ്രോത്തിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ടോപ്പിലായിട്ട്, ഇത് പണ്ടത്തെ സിലബസിൽ അടിപൊളിയായിട്ട് ഉണ്ടായിരുന്ന സാധനമാണ് കേട്ടോ, ഇപ്പോൾ ഇല്ല. ഇതിൻ്റെ ടോപ്പിലായിട്ട് ഇതിൻ്റെ ടോൾനെസ് കൂട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മേളിലേക്ക് പോകുന്ന ഒരു മെരിസ്റ്റം
ഉണ്ടാവും. മെരിസ്റ്റം എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ചെയ്യുന്ന ടിഷ്യൂ ആണ്, അതവിടെ ഉണ്ടാവും. അപ്പോൾ അതിനെയാണ് നമ്മൾ പ്രൈമറി എപ്പിക്കൽ മെരിസ്റ്റംസ് എന്ന് വിളിക്കുക. അതുപോലെ തന്നെ ഇതിന് സൈഡിലായിട്ട് ഇവിടെ ഇങ്ങോട്ടേക്ക് ഇതിന് വണ്ണം കൂട്ടാൻ വേണ്ടിയിട്ട് സൈഡിലേക്ക് ഇങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു മെരിസ്റ്റം കൂടി ഉണ്ടാവും. സോ അതിനെയാണ് നമ്മൾ ലാറ്ററൽ മെരിസ്റ്റംസ് എന്ന് വിളിക്കുന്നുണ്ടാവും. സൈഡിലേക്ക് വലുതാവുന്ന സാധനത്തിനാണ് നമ്മൾ ലാറ്ററൽ മെരിസ്റ്റംസ് എന്ന് വിളിക്കുന്നുണ്ടാവുക. സോ ഇങ്ങനെ രണ്ട് തരം സാധനങ്ങളും ആർക്കുണ്ടാവും? ഡൈക്കോട്ടിന് ഉണ്ടാവും എന്നുള്ളതാണ്. ഡൈക്കോട്ട് പ്ലാന്റ്സിന് ഉണ്ടാവും. പക്ഷേ മോണോക്കോട്ട് പ്ലാന്റ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയുമോ? മോണോക്കോട്ട് പ്ലാന്റിന് ഒരിക്കലും വണ്ണം വെക്കില്ല, അതിന് പൊക്കം മാത്രമേ വെക്കുള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൈക്ക് ബാമ്പു പോലത്തെ സാധനങ്ങൾക്കൊക്കെ ഇറ്റ് ഈസ് ഹാവിങ് ഓൺലി വാട്ട് പ്രൈമറി ഗ്രോത്ത്. അതിന് എന്ത് മാത്രമേ ഉള്ളൂ? പ്രൈമറി ഗ്രോത്ത് മാത്രമേ ഉള്ളൂ. സോ ഇറ്റ് വിൽ ഗോ ഇൻ ടോൾനെസ് ഓൺലി ആൻഡ് ഇറ്റ് ഡു നോട്ട് ഹാവ് എന്തുണ്ടാവില്ല, നമ്മുടെ സെക്കൻഡറി ഗ്രോത്ത് എന്ന് പറഞ്ഞ പ്രോസസ്സ് ആർക്കില്ല, നമ്മുടെ ഈ പറയുന്ന മോണോക്കോട്ട് പ്ലാന്റ്സിനില്ല. ഇത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണേ. സോ അതിനകത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോ ഇതിനകത്ത് എന്തുണ്ടാവില്ല, അപ്പോൾ സപ്പോസ് ഞാൻ ബാമ്പുവിൻ്റെ തടിയാണ് വരയ്ക്കുന്നതെന്ന് വിചാരിച്ചോ. സപ്പോസ് ഇഫ് ഐ എം ഡ്രോയിങ് നമ്മുടെ ബാമ്പുവിൻ്റെ തടിയാണ് വരയ്ക്കണമെങ്കിൽ അതിൻ്റെ മെരിസ്റ്റംസ് അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുന്ന ടിഷ്യൂസ് എവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ? ദാറ്റ് വിൽ ബി ഓൺ ദ അപ്പെക്സിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതിൻ്റെ സൈഡിൽ എന്തുണ്ടാവില്ല? ദർ ഈസ് നത്തിങ്, ഒന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ്. സോ ഇത് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഇവിടെ ഈ കൺജോയിൻ്റ് ആയിട്ടുള്ള ഈ പറയുന്ന ഈ വാസ്കുലർ ബണ്ടിലിൻ്റെ കാര്യം കൂടി നിങ്ങളുടെ അടുത്ത് പറയാണ്. സോ ഇതിന് നോക്കുന്ന സമയത്ത് യു വിൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് തിങ്. നമ്മളിപ്പോൾ ഡൈക്കോട്ടിൻ്റെ ഇതാണ് വരയ്ക്കുന്നത് വിചാരിച്ചോ, ഈ ഒരു പ്ലാന്റാണെന്ന് വിചാരിച്ചോ. സപ്പോസ് ഞാൻ വരച്ച ഇപ്പോൾ മാവ് പോലത്തെ, ഇപ്പോൾ ഞാൻ വരച്ച ഇതേപോലത്തെ സാധനത്തിൻ്റെ ക്രോസ് സെക്ഷനാണ്. ഇതിനെയാണ് നമ്മൾ വട്ടം മുറിച്ച് വെക്കുന്നതെങ്കിൽ യു വിൽ സീ ദാറ്റ് തിങ്. ഇങ്ങനെ വരച്ച് അതിനകത്ത് എന്തുണ്ടാവും? നമ്മളുടെ ഞാൻ പറഞ്ഞു ഇവിടെ എന്തുണ്ടാവും? നമ്മൾ ഒരു റേഡിയസ് തന്നെ ഉണ്ടാവുക. പുറത്ത് എന്തുണ്ടാവുക? പുറത്ത് ദർ വിൽ ബി ഫ്ലോയം വിൽ ബി ദെയർ ആൻഡ് അതിൻ്റെ ഉള്ളിലത്തായിട്ട് അറേഞ്ച് ചെയ്തിട്ട് സൈലം അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. സോ ദിസ് ബണ്ടിൽ ഈസ് നോൺ ആസ് വാട്ട് കൺജോയിൻറ്റ് ബണ്ടിൽ എന്നാണ് വിളിക്കുന്നുണ്ടാവുക എന്ന് പറഞ്ഞു. ആൻഡ് അതിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവും എന്ന് വെച്ചാൽ ദർ വിൽ ബി ദിസ്, ഈ സൈഡിലേക്ക് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്തുണ്ടാവും? ലാറ്ററൽ മെരിസ്റ്റംസ് ഉണ്ടാവും. മെരിസ്റ്റംസ് എവിടെ കാണുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി ഇൻ ബിറ്റ്വീൻ നമ്മുടെ സൈലത്തിൻ്റെയും ഫ്ലോയത്തിൻ്റെയും നടുവിലായിട്ട് ഇവിടെയായിരിക്കും കാണുന്നുണ്ടാവുക. സോ ദിസ് വിൽ ബി ദ മെരിസ്റ്റമാറ്റിക് തിങ്. ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത് വിളിക്കുക? ക്യാമ്പിയം എന്നാണ് വിളിക്കുക. ദിസ് ഇസ് നോൺ ആസ് വാട്ട്? ക്യാമ്പിയം. ക്യാമ്പിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാറ്ററൽ മെരിസ്റ്റംസ് ആണ്. ഇതിനെ മുന്നോട്ടേക്ക് ഗ്രോ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനം ഉണ്ടാവുക, ഇതിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ്. പക്ഷേ ഇതേപോലെ തന്നെ ഇഫ് ഐ എം ഡ്രോയിങ് മോണോക്കോട്ടിൻ്റെ സ്റ്റെമ്മ് വരയ്ക്കുകയാണെങ്കിൽ, മോണോക്കോട്ടിൻ്റെ സ്റ്റെമ്മോ സാധനങ്ങളൊക്കെ വരയ്ക്കുകയാണെങ്കിൽ അതിന് ഈ ക്യാമ്പിയം ഉണ്ടാവുമോ? അതിന് സൈഡിലേക്ക് വളരേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അവിടെ നോക്കുന്ന സമയത്ത് യു വിൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് തിങ്. അവിടെ എന്തുണ്ടാവുക? അവിടെ ഇങ്ങനെ ഉണ്ടാവും. എൻ്റെ പുറത്തായിട്ട് എന്താ ഉണ്ടാവുക? ഏറ്റവും പുറത്ത് ഫ്ലോയും, എപ്പോഴും അവിടെ തന്നെ ഉണ്ടാവും. പുറത്ത് ഫ്ലോയും ഉള്ളിൽ സൈലം എന്നുള്ള രൂപത്തിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുന്നുണ്ടാവുക. സോ ഉള്ളിൽ എന്തുണ്ടാവും? ദിസ് ഈസ് സൈലം അല്ലേ, ആൻഡ് പുറത്ത് എന്തുണ്ടാവുക? ദിസ് ഈസ് വാട്ട് ഈസ് ഫ്ലോയം. സോ ഇവിടെ അങ്ങനെ തന്നെയാണ്, ദിസ് ഈസ് സൈലം, ദിസ് ഈസ് ഫ്ലോയം എന്നായിരിക്കും ഉണ്ടാവുക. പക്ഷേ ഇവിടെ ഇതിൻ്റെ നടുവിൽ എന്തുണ്ടാവില്ല? ദർ ഈസ് നോ ക്യാമ്പിയം. എവിടെ ഉണ്ടാവില്ല? നമ്മളുടെ ഈ പറയുന്ന മോണോക്കോട്ടിൻ്റെ ഉള്ളിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ്. സോ ഇവിടെ നമുക്കറിയാൻ പറ്റും ഈ ക്യാമ്പിയം ഉള്ളത് കൊണ്ട്, യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്, ക്യാമ്പിയം ഉള്ളത് കൊണ്ട് ഇവൻ എന്ത് നടക്കും? ഹി വിൽ ബി ഹാവിങ് സെക്കൻഡറി ഗ്രോത്ത് നടക്കും, രണ്ടാമത് ഗ്രോത്ത് നടക്കും. അല്ലെങ്കിൽ ഐ ക്യാൻ ടെൽ ലൈക്ക് ദ ഗ്രോത്ത് ഈസ് ഓപ്പൺ. ഐ ക്യാൻ ടെൽ ലൈക്ക് ദ ഗ്രോത്ത് ഈസ് ഓപ്പൺ. ഗ്രോത്ത് നടക്കാനുള്ള സാധ്യത അവിടെ ഉണ്ട് എന്നുള്ള കാര്യം എനിക്ക് പറയാൻ പറ്റും. ഇവിടെ സെക്കൻഡറി ക്യാമ്പിയം ഉള്ളതുകൊണ്ട്. അതെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഇങ്ങനെ തിക്നെസ് ഇങ്ങനെ കൂട്ടിയെടുക്കാൻ പറ്റില്ലേ? പറ്റോ ഇല്ലയോ? യെസ് ഓർ നോ ആലോചിച്ച് നോക്കിക്കേ. തിക്നെസ് ഇങ്ങനെ കൂട്ടിയെടുക്കാൻ പറ്റില്ലേ? പറ്റും. പക്ഷേ ഇവിടെ നമ്മുടെ ഇതിനകത്ത് നോക്കുന്ന സമയത്ത് നമ്മുടെ ഈ മോണോക്കോട്ടിന് ഇവിടെ ക്യാമ്പിയം ഇല്ല, സെപ്പറേറ്റ് സെക്കൻഡറി ഗ്രോത്ത് ഇല്ല. അപ്പോൾ നമുക്കറിയാൻ പറ്റും നോ സെക്കൻഡറി ഗ്രോത്ത്. നമുക്കറിയാൻ പറ്റും നോ സെക്കൻഡറി ഗ്രോത്ത് ആൻഡ് വി ക്യാൻ ടെൽ ലൈക്ക് ദ ഗ്രോത്ത് ഈസ് ക്ലോസ്ഡ്. ഗ്രോത്ത് ക്ലോസ് ചെയ്ത് വെച്ചു, ഇനി അത് തുറക്കില്ല, ഇനി ഒരിക്കലും ഉണ്ടാവാൻ പോണില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ പറയുന്ന വാസ്കുലർ ബണ്ടിൽസിൻ്റെ പേരും അങ്ങനെ തന്നെയാണ് നമ്മൾ വിളിക്കുക. ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്, യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് തിങ്. ഇതൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആയിട്ടാണ് ചോദിക്കുക. ഈ ക്യാമ്പിയം ഉള്ള സാധനങ്ങളെ അറേഞ്ച്മെൻറ്റ്സിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണെന്ന് വെച്ചാൽ ദിസ് ഈസ് നോൺ ആസ് വാട്ട്? ഓപ്പൺ വാസ്കുലർ ബണ്ടിൽ എന്ന് വിളിക്കുക, ഓപ്പൺ ബണ്ടിൽ എന്ന് വിളിക്കുക, ഓപ്പൺ ബണ്ടിൽ എന്ന് വിളിക്കുക. ക്യാമ്പിയം ഇല്ലാത്ത ബണ്ടിലിനെ നമ്മൾ വിളിക്കുന്ന പേര് ക്ലോസ്ഡ് ബണ്ടിൽ എന്ന് വിളിക്കുക, ക്ലോസ്ഡ് ബണ്ടിൽ എന്ന് വിളിക്കുന്നുണ്ടാവുക. ഇത് റേഡിയൽ അറേഞ്ച്മെൻ്റ് ആണോ കൺജോയിൻ്റ് അറേഞ്ച്മെൻ്റ് ആണോ? ദിസ് ഈസ് വാട്ട് ഈസ് കൺജോയിൻ്റ് അറേഞ്ച്മെൻറ്റ്. അതുകൊണ്ട് നമ്മൾ ഇതിനെ എന്ത് വിളിക്കും? ദിസ് ഈസ് നോൺ ആസ് വാട്ട്? കൺജോയിൻ്റ് ഓപ്പൺ ബണ്ടിൽ എന്ന് വിളിക്കും. ദിസ് ഈസ് നോൺ ആസ് വാട്ട്? കൺജോയിൻ്റ് ക്ലോസ്ഡ് ബണ്ടിൽ എന്ന് വിളിക്കും. വാട്ട് ഈസ് ക്ലോസ്ഡ്, വാട്ട് ഈസ് ഓപ്പൺ, അതാണ് ഇമ്പോർട്ടൻറ്റ് കേട്ടോ. ഇവിടെ ഓപ്പൺ എന്ന് പറയുന്നതും ഇവിടെ ക്ലോസ്ഡ് എന്ന് പറയുന്നതും എന്തിനെ പറ്റിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഓപ്പൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഓപ്പൺ ഫോർ ഗ്രോത്ത്. ഗ്രോത്ത് ആണ് ഓപ്പൺ ആവുന്നത്. അവിടെ വീണ്ടും ഗ്രോത്തിന് പോസിബിലിറ്റി ഉണ്ട് ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ദ മെരിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ക്യാമ്പിയം അവിടെ ഉള്ളത് കൊണ്ട്. മനസ്സിലാവുന്നുണ്ടോ മക്കളെ? റെഡി ആണോ എന്നുള്ള കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ക്ലിയർ ആണോ നോക്കി, എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ നോക്കി. അവിടെ എന്താ ഉള്ളത്? അവിടെ ഓപ്പൺ ആയിട്ടായിരിക്കും ഉണ്ടാവുന്നുണ്ടാവുക. മറ്റോടത്ത് ക്ലോസ്ഡ് ആവുന്നത് എന്താണ്? ഗ്രോത്ത് ആണ് ക്ലോസ്ഡ് ആവുക എന്നുള്ള കാര്യം ഓർക്കുക. സോ ദിസ് ഈസ് വാട്ട് ഈസ് ദെയർ. നമ്മുടെ ഈ ഒരു പ്രദേശത്ത് നിന്നുള്ള സാധനങ്ങൾ ഇവിടെയാണ് ഉണ്ടാവുക. നിങ്ങൾക്ക് വായിച്ച് നോക്കുമ്പോൾ യു ക്യാൻ സീ ദാറ്റ് വാസ്കുലർ സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് കോംപ്ലക്സ് ടിഷ്യൂസ് കോൾഡ് ഫ്ലോയം ആൻഡ് സൈലം. ദ സൈലം ആൻഡ് ഫ്ലോയം ടുഗദർ കൺസ്റ്റിറ്റ്യൂട്ട് വാസ്കുലർ ബണ്ടിൽസ് ഇൻ ഡൈക്കോട്ടിനൽ സ്റ്റെംസ്. കണ്ടോ, ഡൈക്കോട്ട് സ്റ്റെമ്മിൽ എന്താ ഉണ്ടാവുക? ക്യാമ്പിയം ഈസ് പ്രസന്റ് ബിറ്റ്വീൻ ദ ഫ്ലോയം ആൻഡ് സൈലം. ഡയറക്ട്ലി പറഞ്ഞേക്കാണ്, അവിടെ അതിന് പ്രത്യേകിച്ച് ലോജിക്കോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല. സച്ച് വാസ്കുലർ ബണ്ടിൽസ് കോസസ്
present ability to form secondary xylem and secondary phloem. കണ്ടോ സെക്കൻഡറി ഗ്രോത്ത് ഉണ്ടാവും എന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട്. ആൻഡ് ഹെൻസ് ആർ കോൾഡ് ഓപ്പൺ വാസ്കുലർ ബണ്ടിൽ. എന്താണ് ഈ ഓപ്പൺ ഗ്രോത്ത് ആണ് രണ്ടാമത് കൂടി വരുന്നുണ്ടാവുക എന്നുള്ളത് ഓർത്തിരിക്കുക. ഇന്ന് ക്യാമ്പിയം പ്രസന്റ് ഇൻ ദം. ഓക്കെ, ഇതാണ് സാധനം ഉണ്ടാവുക. അപ്പോൾ ഇവർക്ക് നമ്മുടെ ഈ എന്തിലുണ്ടാവുക, ഇൻ മോണോകോട്ടിലിഡനസ്. നിങ്ങൾക്കറിയാം ഇൻ മോണോകോട്ടിലിഡനസ് ആയിട്ടുള്ള സാധനങ്ങളിൽ ദ വാസ്കുലർ ബണ്ടിൽ നോ ക്യാമ്പിയം പ്രസന്റ് ഇൻ ബിറ്റ്വീൻ ദം സിൻസ് ദേ ഡു നോട്ട് ഫോം സെക്കൻഡറി ഗ്രോത്ത്, നോട്ട് സെക്കൻഡറി ടിഷ്യൂസ്, ദേ ആർ കോൾഡ് വാട്ട് ക്ലോസ്ഡ്. അവരെ വിളിക്കുന്നവർ ക്ലോസ്ഡ് എന്നാണ് വിളിക്കുന്നുണ്ടാവുക. ക്ലിയർ ആണല്ലോ അല്ലേ? ആൻഡ് അതുപോലെ തന്നെ അവർ പറയുന്നുണ്ട് in roots, നോക്കിക്കോട്ടോ, in roots even xylem and phloem within a vascular bundle are arranged in an alternative manner along with different radius arrange ചെയ്തേക്കാണെങ്കിൽ that is known as what radial arrangement such as in roots. ഏതൊക്കെ റൂട്ട്സിലാണ്? രണ്ട് റൂട്ടിലും, മോണോകോട്ട് റൂട്ടിലും അതെ, ഡൈക്കോട്ട് റൂട്ടിലും അതെ, രണ്ട് റൂട്ടിലും ഒരേപോലെ തന്നെയാണ് അറേഞ്ച്മെന്റ് ഉണ്ടാവുക. ദാറ്റ് ഈസ് വാട്ട് ഈസ് റേഡിയൽ അറേഞ്ച്മെന്റ് ആയിരിക്കും ഉണ്ടാവുന്നുണ്ടാവുക. സോ ഇൻ കൺജോയിന്റ് ടൈപ്പിൽ എന്താ ഉണ്ടാവുക? xylem and phloem are jointly situated along the same radius of vascular bundle. Such vascular bundles are common in stems and leaves. സ്റ്റെമ്മിലും ലീവിലും ഉണ്ടാവുന്നത് കൺജോയിന്റ് ആണ്. മറ്റോടത്ത് ഉണ്ടാവുന്നത് എങ്ങനെ ഉണ്ടാവുക? റൂട്ടിൽ ഉണ്ടാവുന്നത് റേഡിയൽ അറേഞ്ച്മെന്റ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആണോ? കൺഫ്യൂഷൻസ് ഉണ്ടോ എന്നുള്ള കാര്യം ആലോചിച്ച് നോക്കിക്കേ. സോ ഭയങ്കര സിമ്പിളായിട്ട് തന്നെ ഇവിടെ നിന്ന് ഈ സാധനങ്ങൾ എഴുതിയെടുക്കുക. സോ ഇവിടെ നമുക്കറിയാൻ പറ്റും, ഇവിടെ നമുക്ക് റൂട്ട് എഴുതിയെടുക്കുക. റൂട്ടിൽ എന്താ ഉണ്ടാവുക? റൂട്ടിനകത്ത് ദർ വിൽ ബി റേഡിയൽ അറേഞ്ച്മെന്റ് ഉണ്ടാവുക. റേഡിയൽ ആയിട്ടായിരിക്കും അറേഞ്ച്മെന്റ് ഉണ്ടാവുക. ഇനി സ്റ്റെമ്മ് നോക്കുക, അതുപോലെ തന്നെ ലീഫ് നോക്കുക. ലീഫിൽ നമുക്ക് അധികം പഠിക്കാനില്ല, പക്ഷേ മോർ ഇമ്പോർട്ടൻ്റ്ലി സ്റ്റെമ്മാണ് പറയാനുള്ളത്. പക്ഷേ രണ്ട് സ്ഥലത്തും എങ്ങനെ ഉണ്ടാവുക? കൺജോയിന്റ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമുക്കിവിടെ പറയാൻ പറ്റും ഹിയർ ഈസ് വാട്ട് ഈസ് ഇറ്റ് ഈസ് സീൻ ഇൻ ദ ഡിഫറെൻറ്റ് റേഡിയസ് അല്ലേ? ഡിഫറെൻറ്റ് റേഡിയസിലാണ് എന്തുണ്ടാവുക? സൈലം പ്ലസ് ഫ്ലോയം രണ്ടും ഉണ്ടാവുന്നത് ഡിഫറെൻറ്റ് റേഡിയസിലുണ്ടാവുക. ഒരു റേഡിയത്തിൽ സൈലം ആണെങ്കിൽ മറ്റേതിൽ ഫ്ലോയം ആയിരിക്കും ഉണ്ടാവുക. കൺജോയിന്റിലാണെങ്കിൽ സൈലം ആൻഡ് ഫ്ലോയം എങ്ങനെ ഉണ്ടാവുക? ഇറ്റ് ഈസ് ഓൺ ദ സെയിം റേഡിയസിലായിരിക്കും ഉണ്ടാവുക. ഇറ്റ് ഈസ് പ്രസൻറ്റ് ഓൺ ദ സെയിം റേഡിയസിലായിരിക്കും ഉണ്ടാവുന്നുണ്ടാവുക. സോ ദിസ് ഈസ് ദാറ്റ് ഐഡിയ ഓഫ് വാട്ട് നമ്മുടെ കൺജോയിൻറ്റ് സാധനം എന്നുള്ള കാര്യം, കൺജോയിൻ്റ് ആൻഡ് റേഡിയൽ എന്നുള്ള സാധനം. ഇനി കൺജോയിൻറ്റിൻ്റെ ഉള്ളിൽ തന്നെ വി ക്യാൻ ടെൽ ലൈക്ക് രണ്ട് ടൈപ്പ് ഉണ്ട്. കൺജോയിൻറ്റ് ഓപ്പൺ ഉണ്ട്, സോ കൺജോയിൻറ്റ് ക്ലോസ്ഡ് ഉണ്ട്. ആരാ ക്ലോസ്ഡ് ആയത്? ഓപ്പൺ ഗ്രോത്ത് ആണ്. എന്ത് ഗ്രോത്ത്? സെക്കൻഡറി ഗ്രോത്ത്. തടി വെക്കും, രണ്ടാമത് തടി വെക്കും. ഇവിടെ ക്ലോസ്ഡ് ആണ്. എന്ത് ഗ്രോത്ത്? എന്താണ് ക്ലോസ് ആയിട്ടുള്ളത്? സെക്കൻഡറി ഗ്രോത്ത് ക്ലോസ്ഡ് ആണ്. അപ്പോൾ ഓപ്പൺ ആയിട്ടുള്ളത് ആർക്കാണ്? ദാറ്റ് വിൽ ബി ഡൈക്കോട്ട്. ഡൈക്കോട്ടിന് മാത്രമേ രണ്ടാമത് തടി വെക്കുള്ളൂ. മോണോകോട്ട് സാധനങ്ങൾക്ക് തടി വെക്കില്ല. സോ ദാറ്റ് മോണോകോട്ട് ഈസ് ലൈക്ക് കൺജോയിൻറ്റ് ക്ലോസ്ഡ് ആണ്. അപ്പോൾ ഇതിനകത്ത് എന്താ ഉണ്ടാവുക? ക്ലോസ്ഡ് ആണോ ഓപ്പൺ ആണോ എന്ന് പറയാൻ ഡൈക്കോട്ടിൽ ആരാ ഉണ്ടാവുക? ദർ വിൽ ബി ക്യാമ്പിയം ഉണ്ടാവും ഇല്ലേ? ഇവർക്ക് എന്താ ഉണ്ടാവില്ല? ദർ ഈസ് നോ ക്യാമ്പിയം. ക്യാമ്പിയം എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ല. ഇതിങ്ങനെയായിരിക്കും ഉണ്ടാവുന്നുണ്ടാവും. സോ യു ക്യാൻ ജസ്റ്റ് നോട്ട് ഡൗൺ ദിസ് തിങ് ഓൺ യുവർ നോട്ട്സ്. നിങ്ങളുടേതായിട്ടുള്ള മെത്തേഡിൽ നിങ്ങൾക്ക് വരച്ചു വെക്കാൻ വേണ്ടി പറ്റും. സോ യു വിൽ ബി അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ് തിങ്. ക്ലിയർ ആണോ മക്കളെ? കൺഫ്യൂഷൻസ് ഉണ്ടോ നോക്കി. വേറെ കൺഫ്യൂഷൻസോ സാധനങ്ങളൊന്നും ഇല്ലാതെ തന്നെ മുന്നോട്ടേക്ക് പോകണം കേട്ടോ. ആൻഡ് ഫൈനലി വിൽ ബി ഗോയിങ് ടു നമ്മളുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള റൂട്ട്, സ്റ്റെമ്മ്, ലീഫ് ആ സാധനങ്ങളിലേക്ക് നമുക്ക് പോകണം. ഇതെങ്ങനെയാണ് പഠിക്കുക എന്നുള്ള കാര്യത്തിലേക്ക് നോക്കാം. സോ ലെറ്റ് മീ ഡിസ്കസ് ദിസ് തിങ്. നമുക്ക് എന്താ പഠിക്കേണ്ടതെന്ന് വെച്ചാൽ വി ഹാവ് ടു ഡിസ്കസ് റൂട്ട് പഠിക്കാനുണ്ട്. റൂട്ട് പഠിക്കാൻ നേരത്ത് ഡൈക്കോട്ട് റൂട്ട് പഠിക്കാനുണ്ട്. ഇത് അപ്പുറത്ത് നോക്കുമ്പോൾ മോണോകോട്ട് റൂട്ട് പഠിക്കാനുണ്ട്. പിന്നെ നമുക്ക് ഡൈക്കോട്ട് സ്റ്റെമ്മ് പഠിക്കാനുണ്ട്. പിന്നെ നമുക്ക് എന്ത് പഠിക്കാനുണ്ട്? മോണോകോട്ട് സ്റ്റെമ്മ് പഠിക്കാനുണ്ട്. സോ ഈ റൂട്ടും സ്റ്റെമ്മും പഠിക്കാൻ വേണ്ടിയിട്ട് ഐ വിൽ ബി ഗിവിങ് യു ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു പടം എടുക്കാം കേട്ടോ. സോ ദിസ് ഈസ് വൺ പടം. ഇത് ഏത് പടം ഉണ്ടാവുക? ദിസ് ഈസ് ബി, ദാറ്റ് ഈസ് മോണോകോട്ട് റൂട്ടിൻ്റെ പടം ഉണ്ടാവുക. സോ ഇതിനകത്ത് ഒരു പടം വെച്ചിട്ട് ഐ വിൽ ബി ജസ്റ്റ് ഇൻട്രൊഡ്യൂസിങ് സംതിങ്. നമ്മുടെ ഇതിൻ്റെ ഉള്ളിലെ ഏറ്റവും ഉള്ളിലുള്ള സാധനമല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ ഏറ്റവും ഉള്ളിലുള്ള സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ കാണിച്ചു തരുന്ന ഇപ്പോൾ ഗ്രീനിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഗ്രീനിൽ മാർക്ക് ചെയ്തിട്ടുള്ള ഏറ്റവും ഉള്ളിലുള്ള ഈ ഒരു പോർഷൻ ഏറ്റവും ഉള്ളിലുള്ള പോർഷൻ ആണല്ലോ അല്ലേ? ഇതിനെ വിളിക്കുന്ന പേരെന്താണെന്ന് വെച്ചാൽ ദിസ് ഈസ് ജനറലി കോൾഡ് മെഡുല. ഞാൻ ഓരോന്നിനെയും പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല കേട്ടോ. മെഡുല അത് നമ്മുടെ ബോഡിയിൽ, ഹ്യൂമൻ ബോഡിയിലാണല്ലോ അങ്ങനെ. ഇപ്പോൾ ബ്രെയിൻ എടുത്ത് നോക്കിയാൽ, കിഡ്നി എടുത്ത് നോക്കി കഴിഞ്ഞാൽ, അഡ്രീനൽ ഗ്ലാൻഡ് എടുത്ത് നോക്കിയാൽ, ഓവറി എടുത്ത് നോക്കിയാൽ, എവിടെ നോക്കിയാലും ഉള്ളിലത്തെ പോർഷൻ വിളിക്കുന്ന പേര് മെഡുല എന്നും പുറത്തെ പോർഷൻ വിളിക്കുന്ന പേര് കോർട്ടെക്സ് എന്നുമാണ്. എല്ലായിടത്തും കേട്ടോ. എവ്രിവെയർ ഇറ്റ് ഈസ് ലൈക്ക് ദാറ്റ് തിങ്. ഉള്ളിലും മെഡുലയും പുറത്ത് കോർട്ടെക്സും ആയിരിക്കും ഉണ്ടാവുന്നുണ്ടാവുക. എല്ലാ ഓർഗനും അങ്ങനെ ഉണ്ടാവുക. ഇനി ഇതിൻ്റെ കോർട്ടെക്സിൻ്റെ പുറത്ത് ആരുണ്ടാവും? എപ്പിഡെർമിസ് ഉണ്ടാവും. എല്ലാ ഓർഗൻ്റെ കേട്ടോ. ജനറലൈസ്ഡ് ഫോം മാത്രമാണ്. ഐ എം നോട്ട് ടീച്ചിങ് യു എനി ഓഫ് ദ തിങ്സ്. അപ്പോൾ ഏറ്റവും പുറത്ത് എന്താ ഉണ്ടാവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ വിൽ ബി ടീച്ചിങ് യു. റൈറ്റ്, നോക്കിക്കോട്ടോ. കണ്ടോ, ഏറ്റവും പുറത്ത് എന്താ ഉണ്ടാവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും പുറത്ത് ദർ വിൽ ബി ആൻ എപ്പിഡെർമിസ് ഉണ്ടാവും. സോ ഐ വിൽ ബി, ഇഫ് ഐ എം ഡ്രോയിങ്, ഏറ്റവും പുറത്ത് എന്തുണ്ടാവും? ഒരു എപ്പിഡെർമിസ് ഉണ്ടാവും. ദിസ് ഈസ് നോൺ ആസ് യുവർ എപ്പിഡെർമിസ്. ഉറപ്പാണല്ലോ അല്ലേ? അപ്പോൾ എപ്പിഡെർമിസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വരച്ച് കഴിഞ്ഞാൽ ദിസ് ഇസ് എ ലാർജ് വട്ടം. ഓക്കെ, മനസ്സിലാക്കുന്നുണ്ടോ? സോ ഇതൊരു ഭയങ്കര വട്ടത്തിൽ ഇങ്ങനെ ചുറ്റി പോകുന്ന സാധനമായിരിക്കും ഉണ്ടാവുക. ഞാൻ ഐ എം നോട്ട് ഡ്രോയിങ് ഇറ്റ് കംപ്ലീറ്റ്ലി. ആൻഡ് ഇതിൻ്റെ ഏറ്റവും ഉള്ളിലായിട്ട് ആരുണ്ടാവും? പറഞ്ഞ മക്കളെ, ഏറ്റവും ഉള്ളിലായിട്ട് ആരുണ്ടാവും? ദർ വിൽ ബി വാട്ട്? മെഡുല്ല. ദിസ് ഏരിയ വിൽ ബി ദ മെഡുല്ല ആയിരിക്കും ഉണ്ടാവുന്നുണ്ടാവുക. ആൻഡ് ഇതിൻ്റെ നടുവിലുണ്ടാകുന്ന ഈ ഒരു ഏരിയ, ഇപ്പോൾ ഞാൻ വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ കാണുന്ന ഈ ഒരു ഏരിയ എന്തായിരിക്കും ഉണ്ടാവുക? വാട്ട് ഈസ് ദിസ് ഏരിയ? ഇവിടെ മാത്രമല്ല കേട്ടോ, ഫുൾ സാധനം ഉണ്ട്. ചുറ്റും വരയ്ക്കാൻ പറ്റും.
വാട്ട് ഈസ് ദാറ്റ് തിങ്? ഈ ഏരിയനെ വിളിക്കുന്ന പേരെന്താ? പറഞ്ഞോടാ. ഈ ഞാനിപ്പോൾ ഗ്രീനിൽ മാർക്ക് ചെയ്ത സാധനം എന്താ? ഞാൻ പറയാം, ബയോളജി ഈസ് നോട്ട് എ ബൈ ഹാർട്ട് തിങ്. നമ്മൾ ഇപ്പോൾ പറയുന്ന സാധനങ്ങളൊന്നും ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കരുത്. യു ജസ്റ്റ് ഹൗ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇറ്റ് ഈസ്, എങ്ങനെയാണെന്നുള്ള കാര്യം. ഇതൊരു കോമൺ ടേമുകളാണ് എല്ലായിടത്തും. ബയോളജിയിൽ ആസ്തച്ച് എല്ലായിടത്തും നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്ന സാധനങ്ങളാണ്. ആ രൂപത്തിൽ മാത്രം വിചാരിക്കുക. സോ ദിസ് ഏരിയ ഇസ് നോൺ ആസ് വാട്ട്? കോർട്ടെക്സ്. ഇതിനെ വിളിക്കുന്ന പേര് കോർട്ടെക്സ് എന്നാണ്. ഉള്ളിലുള്ള ഈ ഏരിയനെ വിളിക്കുന്ന പേര് മെഡുല്ല എന്നാണ്. ഇസ് ദാറ്റ് ഓക്കെ? ഇസ് ദാറ്റ് ക്ലിയർ? റെഡി ആണോ? സോ ഇതിനെ വിളിക്കുന്ന പേരാണ് എപ്പിഡെർമിസ് എന്ന് വിളിക്കുന്നുണ്ടാവുക. ഇനി എപ്പിഡെർമിസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ യു നോ ദാറ്റ് തിങ്. സോ ഇത് നമുക്ക് ഏറ്റവും പുറത്തുള്ള സാധനമാണ് എപ്പിഡെർമിസ്. ഇതിൻ്റെ പുറത്തുള്ള സാധനമുണ്ട്. നമ്മളിപ്പോൾ പഠിച്ചല്ലോ എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചു. അതിനകത്ത് ട്രൈക്കോം ഉണ്ടാവും, അതിനകത്ത് എന്തുണ്ടാവും? റൂട്ട് ഹെയർ ഉണ്ടാവും, അതിനകത്ത് സ്റ്റൊമാറ്റ ഉണ്ടാവും എന്നുള്ള രൂപത്തിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും ഉള്ളിലുള്ള ലെയർ, അപ്പോൾ ഈ എപ്പിഡെർമിസ് കഴിഞ്ഞ് കോർട്ടെക്സ് കഴിഞ്ഞ് ഇതിൻ്റെ ഏറ്റവും ഉള്ളിൽ മെഡുല എത്തുന്നതിൻ്റെ ഉള്ളിലുള്ള ഇവിടെ ഈ ലെയറില്ലേ, സപ്പോസ് ഇപ്പോൾ ഞാൻ ബ്ലാക്കിൽ വരയ്ക്കുന്ന ഈ ലെയർ വിളിക്കുന്നത് വെച്ചാൽ എപ്പിഡെർമിസിൻ്റെ ഏറ്റവും ഉള്ളിലുള്ള ഡെർമിസ് എന്നാണ് വിളിക്കുക. സോ ദിസ് ലെയർ ഈസ് നോൺ ആസ് വാട്ട്? എൻഡോഡെർമിസ്. ദിസ് ഈസ് കോമൺ ഫോർ എവരിവെയർ കേട്ടോ, എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള സാധനമാണ്. ദിസ് ഈസ് നോൺ ആസ് വാട്ട്? എൻഡോഡെർമിസ് എന്നാണ് വിളിക്കുന്നുണ്ടാവുക. ദിസ് ഈസ് എൻഡോഡെർമിസ്. ഉറപ്പാണേ? സോ ഇനി അപ്പോൾ എപ്പിഡെർമിസ് ഉണ്ട്, കോർട്ടെക്സ് ഉണ്ട്, എൻഡോഡെർമിസ് ഉണ്ട്. ഇനി അതിൻ്റെ ഉള്ളിൽ മെഡുല ഉണ്ട്. ഈ മെഡുലയുടെ ഉള്ളിലാണ് യൂഷ്വലി എന്താണ്ടാവുക വെച്ചാൽ നമ്മുടെ ഈ പറയുന്ന വാസ്കുലാർ ബണ്ടിൽസ് ഒക്കെ ഉണ്ടാവുക. വാസ്കുലാർ ബണ്ടിൽസ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ കുറേ പറഞ്ഞു. കൺജോയിൻ ടൈപ്പ് ഉണ്ട്, റേഡിയൽ ടൈപ്പ് ഉണ്ട്, കൺജോയിൻ്റ് ഓപ്പൺ ഉണ്ട്, കൺജോയിൻ ക്ലോസ്ഡ് ഉണ്ട്, മൾട്ടിപ്പിൾ സാധനങ്ങളുണ്ട്. വാട്ടെവർ എന്തെങ്കിലും ആയിക്കോട്ടെ, ഞാൻ ഐ എം ജസ്റ്റ് ടെല്ലിങ് യു ലൈക്ക് ഇവിടെ എന്തുണ്ടാവും? കുറച്ച് വാസ്കുലാർ ബണ്ടിൽസ് ഉണ്ടാവും. സോ ദീസ് ആർ നോൺ ആസ് വാട്ട്? വാസ്കുലാർ ബണ്ടിൽസ്. വാസ്കുലാർ ടിഷ്യൂസ് ആണ് ഞാനിപ്പോൾ വട്ടത്തിൽ വരച്ച സാധനങ്ങൾ. ഇനി അതിൻ്റെ ഉള്ളിൽ ഏറ്റവും സെൻട്രലായിട്ട് യു ക്യാൻ സീ ദാറ്റ് തിങ് ചില ഏരിയാസ് ഉണ്ടാവും. ഇതിൻ്റെ ഏറ്റവും നടുവിലായിട്ടുള്ള സാധനം. ഇതിനെ വിളിക്കുന്ന പേരെന്താണെന്ന് വെച്ചാൽ കോമൺ വേർഡാണ്. ദിസ് ഈസ് നോൺ ആസ് വാട്ട്? പിത്ത്. ഇതിനെ വിളിക്കുന്ന പേരാണ് പിത്ത്. ഏറ്റവും ഉള്ളിലുള്ള സാധനത്തിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നുണ്ടാവുക? പിത്ത് എന്ന് വിളിക്കുന്നുണ്ടാവുക. സോ ഇതൊരു പടം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ, ഏത് പടം വേണമെങ്കിലും കണ്ടു നോക്കുമോ, യു ക്യാൻ സീ ദാറ്റ് തിങ്. എൻ്റെ ഏറ്റവും പുറത്തുള്ള ലെയർ ഞാൻ ഐ വിൽ ഡ്രോ 1 by 1. നിങ്ങൾ മനസ്സിലാക്കി പോകണം. ഏറ്റവും പുറത്തുള്ള, ഇപ്പോൾ ഞാൻ റെഡിൽ മാർക്ക് ചെയ്തിട്ടുള്ള ഈ സാധനം, വാട്ട് ഈസ് ദിസ് തിങ്? ഈ റെഡിൽ മാർക്ക് ചെയ്ത സാധനത്തിന് വിളിക്കുന്ന പേരാണ് എന്ത് വിളിക്കുന്നുണ്ടാവുക? എപ്പിഡെർമിസ്. ഓക്കെ ആണല്ലോ അല്ലേ? എപ്പിഡെർമിസ്. ഇതിൻ്റെ ഉള്ളിലുള്ള ഈ സാധനം കേട്ടോ, ഏറ്റവും പുറത്തുള്ള ലെയറാണ്. ദിസ് ഇസ് ജനറൽ സ്ട്രക്ചർ ഓൺലി കേട്ടോ. ഓരോന്നിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള സ്ട്രക്ചറിലേക്ക് നമുക്ക് പോവാം. അതിന് മുന്നേ ഈ സാധനങ്ങൾ നമുക്ക് കൃത്യമായിട്ട് നോക്കണം. ദിസ് ഈസ് നോൺ ആസ് വാട്ട്? എപ്പിഡെർമിസ് എന്ന് വിളിക്കും. ആൻഡ് യു ക്യാൻ സീ ദാറ്റ് തിങ്. അത് കഴിഞ്ഞിട്ടുള്ള ഒരു എപ്പിഡെർമിസ് കഴിഞ്ഞിട്ടുള്ള നടുവിലുള്ള ഏരിയ, ദിസ് ലെയർ ഈസ് നോൺ ആസ് വാട്ട് ലെയർ? ദിസ് ഈസ് നോൺ ആസ് എ കോർട്ടെക്സ്. ഇതിനാണ് നമ്മൾ കോർട്ടെക്സ് എന്ന് വിളിക്കുക. ഇനി ഈ എപ്പിഡെർമിസ് കഴിഞ്ഞിട്ടുള്ള ഇതിൻ്റെ ഉള്ളിലുള്ള ഏറ്റവും ലെയർ, ഈ ലെയർ, ഇപ്പോൾ ഞാൻ ഗ്രീനിൽ മാർക്ക് ചെയ്യുന്ന ലെയർ കണ്ടോ? ഈ ലെയർ, ദിസ് ലെയർ ഈസ് നോൺ ആസ് വാട്ട് ലെയർ? ദിസ് ലെയർ ഈസ് നോൺ ആസ് വാട്ട്? എൻഡോഡെർമിസ്. ദിസ് ഈസ് നോൺ ആസ് വാട്ട്? എൻഡോഡെർമിസ്. ആൻഡ് അതിൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾ നോക്കുന്ന സമയത്ത് യു ക്യാൻ സീ ദാറ്റ് തിങ്. ഇവിടെ മൾട്ടിപ്പിൾ സാധനങ്ങൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ പിങ്ക് കളർ കൊണ്ട് ഞാനിങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് വരയ്ക്കുന്ന സാധനങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ നിങ്ങൾ? സോ ഇവിടെ ഇങ്ങനെ മൾട്ടിപ്പിൾ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. സോ ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ ദീസ് ആർ വാസ്കുലാർ ബണ്ടിൽസ് ആണ്. സൈലോവും ഫ്ലോയോ ആണ്. ബേസിക്കലി ഞാനിപ്പോൾ വരച്ച സാധനം സൈലോ ആണ്. പിന്നെ അതിൻ്റെ സൈഡിൽ ഇവിടെ കാണുന്ന സാധനം എന്താണ്? ഫ്ലോയോ ആണ്. സോ ദർ വിൽ ബി സൈലോം ഫ്ലോയോ ഉണ്ട്, വാസ്കുലാർ ബണ്ടിൽസ് ഉണ്ട്. ഇനി ഇതിൻ്റെയൊക്കെ നടുവിലായിട്ട് യു ക്യാൻ സീ ദാറ്റ് തിങ് സം ഏരിയ ഹിയർ. ക്യാൻ യു സീ ദാറ്റ് തിങ് സം ഏരിയ ഇവിടെ ഉണ്ടോ? ഇതിനെ വിളിക്കുന്ന പേരെന്താണ്? ദിസ് ഈസ് നോൺ ആസ് വാട്ട്? പിത്ത് എന്ന് വിളിക്കുന്നുണ്ടാവുക. സോ ദിസ് ഈസ് കോമൺ സ്ട്രക്ചർ ഫോർ സ്റ്റെമ്മിൻ്റെയും റൂട്ടിൻ്റെ ഒക്കെ കോമൺ സ്ട്രക്ചർ എങ്ങനെയാണ്. സോ ആദ്യം മനസ്സിലാക്കി എടുക്കുക, വാട്ട് ഈസ് എപ്പിഡെർമിസ്, വാട്ട് ഈസ് കോർട്ടെക്സ്, വാട്ട് ഈസ് എൻഡോഡെർമിസ്, വാട്ട് ഈസ് ദിസ് എന്താ പറയുക മെഡുല്ല, ആൻഡ് വാട്ട് ഈസ് ദ പിത്ത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കുക. അതിൻ്റെ ഉള്ളിൽ ഡിഫറെൻറ്റ് അറേഞ്ച്മെൻറ്റ്സിലുള്ള സാധനങ്ങൾ ഇവിടെ ഉണ്ടാവും. ക്ലിയർ ആണോ? ഇസ് ദാറ്റ് ഓക്കെ? ഇസ് ദാറ്റ് ക്ലിയർ? മനസ്സിലാവുന്നുണ്ടോ? കൺഫ്യൂഷൻസ് ഉണ്ടോ എന്നുള്ള കാര്യം പറഞ്ഞേ. സോ ദിസ് ഈസ് വാട്ട് ഈസ് ഒക്കറിങ്. ഈ സാധനം കറക്റ്റായിട്ട് മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ ഡൈക്കോട്ട് സ്റ്റെമ്മ് നോക്കിയാലും ഇങ്ങനെ തന്നെയാണ്, റൂട്ട് നോക്കിയാലും. ഇപ്പോൾ നോക്കുന്ന സമയത്ത് യു ക്യാൻ സീ ദാറ്റ് തിങ് എപ്പിഡെർമൽ ഹെയർ. യു ക്യാൻ സീ ദ എപ്പിഡെർമിസ് ഹിയർ. കാണുന്നുണ്ടോ? ഏറ്റവും പുറത്തുള്ള ലെയർ എപ്പിഡെർമിസ്. യു ക്യാൻ സീ എപ്പിഡെർമിസിൻ്റെ തൊട്ട് താഴെ ഹൈപ്പോഡെർമിസ് എന്ന് പറഞ്ഞ സാധനം. ഇത് എന്താണെന്നുള്ളത് ഞാൻ പഠിപ്പിച്ച് തരാം. ഓക്കെ, ജസ്റ്റ് കീപ് വെയിറ്റിംഗ് ആൻഡ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. ഫസ്റ്റ് യു അണ്ടർസ്റ്റാൻഡ്, ദെൻ ഓൺലി യു ലേൺ. നേരെ പോയിട്ട് കാണാപ്പാടം പഠിക്കേണ്ട. ഇതിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ്, അതിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ്, മറ്റേതിൻ്റെ സ്ട്രക്ചർ അങ്ങനെയാണെന്ന് പറഞ്ഞ് പഠിച്ചു കഴിഞ്ഞാൽ എല്ലാം കൂടി കുഴഞ്ഞിട്ട് ഒറ്റ മറയിൽ പറയും. അങ്ങനെ കുഴഞ്ഞു പോവുകയേ ചെയ്യരുത്. വാട്ട് യു ഹാവ് ടു ഡു ഈസ് ലൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കൂളായിട്ട് ഭയങ്കര സമാധാനത്തിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. ആൻഡ് നോക്ക്, യു ക്യാൻ സീ ഏറ്റവും ഉള്ളിലായിട്ട് യു ക്യാൻ സീ ദ എൻഡോഡെർമിസ്. ആൻഡ് യു ക്യാൻ സീ ഏറ്റവും നടുവിലായിട്ട് ഇത് ഇവിടെ ഈ സ്പേസ് ഭയങ്കര കൂടുതലാണ്. ഈ സ്ട്രക്ചറിനകത്ത് ഈ സ്പേസ് വളരെ കൂടുതലാണ് കാണുന്നത്. സോ ദിസ് സ്പേസ് ഇസ് നോൺ ആസ് വാട്ട്? പിത്ത്. യു ക്യാൻ സീ ദാറ്റ്. എവിടെ എല്ലായിടത്തും കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? സോ ഇവിടെയും കാണാൻ പറ്റും. യു ക്യാൻ സീ ദ എപ്പിഡെർമിസ്, ഹൈപ്പോഡെർമിസ്, ഡിഫറെൻറ്റ് വാസ്കുലാർ ബണ്ടിൽസ് സാധനങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. സോ ദിസ് ഈസ് ഇറ്റ്. സോ നമുക്ക് സ്ട്രക്ചറിലേക്ക് പോയാലോ, ഓരോന്നിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്ട്രക്ചറിലേക്ക്. സോ ഞാൻ പറയാം, ഞാൻ തുടക്കത്തിൽ ഇൻട്രൊഡക്ഷനിൽ നിങ്ങളോട് സൂചിപ്പിച്ചിരുന്നു, ഇതിനകത്ത് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം ഡൈക്കോട്ടാണ് മോസ്റ്റ് അഡ്വാൻസ്ഡ്. കാരണം എവല്യൂഷണറി നോക്കുകയാണെങ്കിൽ പ്ലാന്റ്സിൽ തന്നെ ഏറ്റവും സുപ്പീരിയർ ആയിട്ടുള്ള ആൾക്കാരാണ് ഡൈക്കോട്ട് പ്ലാന്റ്സ്. സോ നമ്മൾ എല്ലാ സാധനം പഠിക്കുമ്പോഴും വി വിൽ ബി ഫസ്റ്റ് ലേണിംഗ് വാട്ട് ഈസ് ഡൈക്കോട്ട്. ആദ്യം പഠിക്കുന്ന സാധനം എന്താണെന്ന് വെച്ചാൽ ഡൈക്കോട്ടായിരിക്കും പഠിക്കുന്നുണ്ടാവുക. അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക? മോണോക്കോട്ട് പഠിക്കുന്നുണ്ടാവുക. സോ വാട്ട് യു ഹാവ് ടു ഡു, എല്ലാ സാധനം നമുക്ക് ഈ ഓർഡർ തന്നെ പഠിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഒരു പോക്കറ്റ് ഡയറി എടുക്കുക, ചെറിയൊരു പോക്കറ്റ് ഡയറി എടുക്കുക. ഈ ഡയറി എടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം മക്കളെ, നല്ല
ഇത് ഞാൻ പറയാം കേട്ടോ, ദിസ് ഈസ് ഫോർ ഓൺലി മോട്ടിവേറ്റഡ് സ്റ്റുഡൻസ്. സാധാരണ കുട്ടികൾക്ക് ഉള്ള പരിപാടി അല്ല ഇത്. സോ നിങ്ങൾ റിയലി മോട്ടിവേറ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് പഠിക്കണം, നിങ്ങൾക്ക് ഈ സാധനം ഓർമ്മ ഉണ്ടാവണം, ഇതൊന്നും മറന്നു പോകരുത്, ഇതിനൊരു സയൻറ്റിഫിക് മെത്തേഡ് ഉണ്ടെന്നൊക്കെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ വാട്ട് യു ഹൗ ടു ഡു എന്ന് വെച്ച് കഴിഞ്ഞാൽ ടേക്ക് യുവർ ഡയറി ലൈക്ക് ദിസ് ഈസ് മൈ പേഴ്സണൽ ഡയറി. ഇതിനകത്ത് കുറേ സാധനങ്ങളുണ്ട്. ഞാൻ വേണമെങ്കിൽ ക്യാമറയിൽ വന്നിട്ട് അടുത്ത് കാണിച്ചതുണ്ടോ, അതിനകത്ത് എന്തൊക്കെയോ ഞാൻ എഴുതി വെക്കുന്നുണ്ട്. കുറേ സാധനങ്ങളുണ്ട്, ഡിഫറെൻറ്റ് സാധനങ്ങളാണ്. ഞാനിതിങ്ങനെ ഐ യൂസ് ടു റൈറ്റ് കുറേ സാധനങ്ങൾ എനിക്ക് ഓർത്ത് വെക്കാനുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിലുണ്ടാവുമല്ലോ ആ സാധനം എടുക്കുക, അതെടുത്ത് വെച്ചിട്ട് വാട്ട് യു ഹൗ ടു ഡു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പേജ് എടുത്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ആ പേജിന് നടുവിൽ ഇങ്ങനെ ഒരു വരയിടുക. ജസ്റ്റ് സിമ്പിൾ നടുവിൽ ഇങ്ങനെ ഒരു വരയിടുക. എന്നിട്ട് ആദ്യം എന്താ എഴുതാന്ന് വെച്ചാൽ ഡൈക്കോട്ട് എന്ന് എഴുതുക, പിന്നെ മോണോക്കോട്ട് എന്ന് എഴുതുക. എന്നിട്ട് ഡൈക്കോട്ടിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഇവിടെ ഇങ്ങനെ എഴുതുക, മോണോക്കോട്ട് ഇവിടെ എഴുതുക. എന്നിട്ട് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ വിൽ ബി ജസ്റ്റ് ടെല്ലിങ് ലൈക്ക് ഈ സാധനം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. അതായത് നിങ്ങൾ ഈ ബുക്ക് ഇങ്ങനെ കീപ്പ് ചെയ്യുക. നമ്മൾ ഫിസിക്സ് പഠിക്കുകയാണെങ്കിൽ ഈ ബുക്ക് ഇങ്ങനെ കീപ്പ് ചെയ്യുക, ആ സാധനം ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഫിസിക്സിൽ ഒരു 3 പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പേജ് ഇങ്ങനെ നോക്കുക. കെമിസ്ട്രിയിൽ ഒരു 3 പ്രോബ്ലം ചെയ്തിട്ട് ഈ പേജ് ഇങ്ങനെ നോക്കുക. അങ്ങനെ നോക്കി നമ്മൾ നിൽക്കുന്ന സമയത്ത് വാട്ട് ഈസ് ദെയർ എന്ന് വെച്ചപ്പോൾ എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ വരും. എക്സാമിന് ക്വസ്റ്റ്യൻ വരുമ്പോൾ എന്തോ ഒരു ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ, ആ ക്വസ്റ്റ്യൻ വന്നു കഴിയുമ്പോൾ നമ്മളിങ്ങനെ കണ്ണടച്ചിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആ പേജ് നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ തെളിഞ്ഞു വരും. അപ്പോൾ ക്വസ്റ്റ്യന് ചോദിച്ചിരിക്കുന്ന ആ വാക്ക് പേജിൻ്റെ ഈ സൈഡിലാണോ ഉള്ളത് എന്നുള്ളത് നമുക്ക് ഓർത്തെടുക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ ഈ സൈഡിലാണെങ്കിൽ ഡൈക്കോട്ടാണെന്നും മറ്റേ സൈഡിലാണെങ്കിലും മോണോക്കോട്ടാണെന്നും നമുക്ക് അറിയാൻ പറ്റും. എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ട്രസ്റ്റ് മീ ദിസ് തിങ്. സോ ദിസ് ഈസ് കോൾഡ് വാട്ട് വളരെ ഫെമിലറൈസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ്. സോ ദിസ് മെത്തേഡ് വി ആർ ഗോയിങ് ടു യൂസ് ഇറ്റ് ഫ്രം ഹിയർ ഓൺ. ഇതുണ്ടെങ്കിൽ ഐ വിൽ ബി ടെല്ലിങ് ലൈക്ക് ഈ ചാപ്റ്റർ ഫൈനലി അറ്റ് ദ എൻഡ് യു വിൽ ബി ഫിനിഷിംഗ് ഇൻ 2 minutes. 2 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഈ ചാപ്റ്റർ തീർക്കാൻ പറ്റുന്ന ചാപ്റ്ററേ ഇതിനകത്ത് ഉണ്ടാവുള്ളൂ. സോ ഫസ്റ്റ് വി വിൽ ബി ലേണിംഗ് അബൌട്ട് വാട്ട് ഡൈക്കോട്ടിനെ പറ്റി പഠിക്കാം. സോ ഫസ്റ്റ് വിൽ ബി സ്റ്റാർട്ടിംഗ് വിത്ത് വാട്ട് ഡൈക്കോട്ട് റൂട്ടിനെ പറ്റിയിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ടാവുക. സോ ഇതിൻ്റെ ഏറ്റവും ഔട്ടർമോസ്റ്റ് ലെയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ എപ്പിഡെർമിസിനെയും പുറത്തുള്ള ഒരു ലെയർ ഉണ്ട്, ദാറ്റ് ഈസ് നോൺ ആസ് വാട്ട് എപ്പിബ്ലമയെന്നാണ് എന്ത് വരുന്നുണ്ടാവുക, മൾട്ടിപ്പിൾ ആയിട്ടുള്ള നമ്മുടെ ഈ റൂട്ട് ഹെയർസ് വരുന്നുണ്ടാവുക. യു ക്യാൻ സീ ദാറ്റ് തിങ്. ഇവിടെ ഞാൻ ഈ പടത്തിൽ കാണിച്ചു തരാണ് ഏറ്റവും പുറത്തുള്ള ഈ ലെയർ കണ്ടോ, ദിസ് ഈസ് നോൺ ആസ് വാട്ട് എപ്പിബ്ലമ എന്നാണ്. എപ്പിബ്ലമയെന്ന് യു ക്യാൻ സീ ദ റൂട്ട് ഹെയർസ് ആർ ഗ്രോയിങ്. ഞാൻ ഓൾറെഡി റൂട്ട് ഹെയർസിനെ പറ്റി നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു ജനറൽ സിമ്പിളായിട്ട്. അതായത് അതിനകത്ത് എങ്ങനെ ഉണ്ടാവുക എന്ന് നോക്കി, ഒരു സിംഗിൾ സെല്ലാണ് ഉണ്ടാവുക. ആ സിംഗിളിൻ്റെ ഔട്ട് ഗ്രോത്ത് ആയിട്ടായിരിക്കും ഉണ്ടാവുന്നുണ്ടാവുക. ആൻഡ് ദർ ഈസ് നോ ബ്രാഞ്ചിങ്, മൾട്ടിപ്പിൾ ബ്രാഞ്ചിങ് ഒന്നും ഇല്ലാത്ത ഒരു സിമ്പിൾ ആയിട്ടുള്ള സ്ട്രക്ചർ ആയിട്ടാണ് എന്ത് വരുന്നുണ്ടാവുക, റൂട്ട് ഹെയർസ് വരുന്നുണ്ടാവുക. മക്കളെ മനസ്സിലാവുന്നുണ്ടോ നോക്കി, ക്ലിയർ ആണോ നോക്കി. സോ ദിസ് ഈസ് വാട്ട് ഈസ് റൂട്ട് ഹെയർ ഉണ്ടാവുന്നുണ്ട്. സോ ഈ ലെയറിൻ്റെ പേരെന്താണ്, എപ്പിബ്ലമ എന്നാണ് പറയുന്നുണ്ടാവുക. സോ ഒന്നാമത്തെ പോയിന്റ് അതാണ് ഉണ്ടാവുക. സോ ഔട്ടർ മോസ്റ്റ് ലെയർ ഈസ് എപ്പിബ്ലമ. മെനി ഓഫ് ദ എപ്പിബ്ലമ പ്രൊട്രൂഡ് ഇൻ ദ ഫോം ഓഫ് യൂണിസെല്ലുലാർ റൂട്ട് ഹെയർസ്. കാണുന്നുണ്ടല്ലോ അല്ലേ. സോ ഇത് നമ്മളൊരു ടേബിൾ ആക്കുകയാണെങ്കിൽ ഐ വിൽ ബി ഗിവിംഗ് യു ദ ടേബിൾ. ഓക്കെ, ടേബിൾ മേളിലുണ്ട് അല്ലേ, ടേബിൾ ഇവിടെ ഉണ്ടാവും. സോ യു ക്യാൻ സീ ദാറ്റ് തിങ്. ഇതാണ് നമ്മുടെ ഒരു ടേബിൾ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള, നിങ്ങൾക്ക് വേണ്ടി തരാൻ വേണ്ടി വെച്ചിട്ടുള്ള ടേബിൾ. സോ അതിനകത്ത് കാണാൻ പറ്റും ഒന്നാമത്തെ സാധനം. നമ്മൾ ഇങ്ങനെ തന്നെ ഈ ഓർഡറിൽ തന്നെയാണ് പഠിക്കുക എല്ലാ സാധനങ്ങളും. ഫസ്റ്റ് എന്താ പറയുക, എപ്പിഡെർമിസ്, അത് കഴിഞ്ഞ് കോർട്ടെക്സിൽ എന്താ ഉണ്ടാവുക, പിന്നെ എൻഡോഡെർമിസിൽ എന്താ ഉണ്ടാവുക, പെരിസൈക്കിൾ എന്താണെന്ന് പറഞ്ഞു തരാം, വാസ്കുലാർ ബണ്ടിൽസിൻ്റെ കാര്യം, പിത്തിൻ്റെ കാര്യം, സെക്കൻഡറി ഗ്രോത്തിൻ്റെ കാര്യം. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, പഠിക്കുന്നുണ്ടാവുക. സോ എപ്പിഡെർമിസിനകത്ത് ഏറ്റവും നോക്കുന്ന സമയത്ത് ഇതിൻ്റെ പേരെന്താ, എപ്പിബ്ലമ എന്നാണ് പറയുക. സെൽസ് മേ പ്രൊട്രൂഡ് ആസ് യൂണിസെല്ലുലാർ റൂട്ട് ഹെയർസ്, നമ്മൾ ആ സാധനം എഴുതി വെക്കും. ഇനി മോണോക്കൂട്ട് റൂട്ട് വരുന്ന സമയത്ത് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് തിങ്. പഠിക്കാൻ വളരെ എളുപ്പമാണ്. സിമിലർ ടു ഡൈക്കോട്ട് ഓൾസോ ഹാസ് റൂട്ട് ഹെയർസ്. അത്രേ ഉള്ളൂ, ഭയങ്കര സിമ്പിളാണ്. മോണോക്കോട്ടിലേക്ക് വരുന്ന സമയത്ത് അവിടെ എന്തില്ല, ഡിഫറൻസ് ഇല്ല. ഈ സാധനം ഇങ്ങനെ ഓർത്ത് വെക്കുക. ആൻഡ് വാട്ട് ഈസ് ഡിഫറൻസ് ഫ്രം ഡൈക്കോട്ട് എന്നുള്ളത് മാത്രം ഓർത്താൽ മതി മോണോക്കോട്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. സോ ഇങ്ങനത്തെ ഒരു കമ്പാരിസൺ ടേബിൾ അല്ലാതെ നിങ്ങൾ ഈ സാധനം പഠിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഈ സാധനങ്ങൾ നിങ്ങൾക്ക് ഫ്ലിപ്പാവും. പരീക്ഷയ്ക്ക് വരുന്ന സമയത്ത് ഉത്തരങ്ങൾ മാറിപ്പോവുകയും ചെയ്യും. സോ ദിസ് ഈസ് ദ വേ ദെയർ. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് തിങ്. ദിസ് ഈസ് ദ വേ യു ഹാവ് ടു സ്റ്റഡി. ദ ഫസ്റ്റ് സാധനത്തിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ ദിസ് ഈസ് നോൺ ആസ് വാട്ട്, ദിസ് ഈസ് നോൺ ആസ് യുവർ എന്താ പറയുക, എപ്പിബ്ലമ എന്നാണ് വിളിക്കുക. അതിനകത്ത് നിന്ന് എന്തുണ്ടാവും, പുറത്തേക്ക് സാധനങ്ങൾ തള്ളി നിൽക്കുന്നുണ്ടാവും. സോ ഐ ഹോപ്പ് യു ആർ അണ്ടർസ്റ്റാൻഡിങ്. ഞാൻ ഫൈനലി നിങ്ങൾക്ക് ആ ടേബിൾ കാണിച്ചു തരാം കേട്ടോ. കമ്പാരിസൺ ടേബിളിലേക്ക് നിങ്ങൾ ഫൈനലി ഏറ്റവും അവസാനം നിങ്ങളെ കൊണ്ടുപോകാം. സോ ഇതാണ് ഇവിടെ ഉണ്ടാവുക. ആൻഡ് ദ കോർട്ടെക്സിൽ എന്താ ഉണ്ടാവുകയെന്ന് വെച്ചാൽ, കോർട്ടെക്സിൽ കൺസിസ്റ്റ് ഓഫ് സെവറൽ ലെയേഴ്സ് ഓഫ് തിൻ വാൾഡ് പാരൻകൈമൽ സെൽസ്. എന്താ പാരൻകൈമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു പാരൻകൈമ എന്ന് പറഞ്ഞാൽ ലിവിങ് സെൽസ് ആണ്, തിൻ വാൾഡ് സെൽസ് ആണ്. തിൻ വാൾഡ് ആയിട്ടുള്ള തിൻ സെൽസ് ഒക്കെ ഉള്ള ലിവിങ് തിൻ സെൽസ് ആണ് പാരൻകൈമ. അടുത്ത ആരാണ്, കോളൻ കൈമ എന്ന് പറഞ്ഞ ടൈപ്പ് ഓഫ് ഗ്രൂപ്പാണ് അടുത്തുണ്ടാവുക. കോളൻ കൈമ എന്ന് പറഞ്ഞാൽ ലിവിങ് ആണ്, പക്ഷേ ഇവരെന്താണ്, തിക്ക് വാൾഡ് ആണ്. ഇനി അടുത്ത ആളാരാണ്, സ്ക്ലീറൻ കൈമ എന്നാണ് വിളിക്കുക. സ്ക്ലീറൻ കൈമ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വെരി തിക്ക് ബട്ട് ഇറ്റ് ഈസ് ഡെഡ് സെൽസ്. അതായത് ഇത് മെച്യൂർ ആവുന്ന സമയത്ത് സെല്ല് ലിവിങ് ആവില്ല, നോൺ ലിവിങ് ആയിരിക്കും. ഇറ്റ് വിൽ ബി ഡെഡ് ആയിരിക്കും ആൻഡ് ഇറ്റ് വിൽ ബി വെരി തിക്ക് സെൽ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇവർക്ക് എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ചെറിയ സ്ട്രക്ചറൽ സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. ഇവർ സ്ട്രക്ചറൽ സപ്പോർട്ട് മാത്രമാണ് ഇവരുടെ ഉദ്ദേശം ഉണ്ടാവുക. സോ ഈ വാക്കുകൾ നമ്മൾ കാണും,
പാരൻകൈമ, സ്ക്ലീറൻകൈമ, കോളൻകൈമ നിങ്ങൾ ഈ സാധനത്തിൻ്റെ ഇടയിൽ കണ്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് പറയുക. അപ്പോൾ കോർട്ടക്സിൽ എന്താ ഉണ്ടാവുക വെച്ചാൽ റൂട്ടിനകത്ത് പാരൻകൈമൽ സെൽസ് ആണ് ഉണ്ടാവുക, നോക്കി വെച്ചോ. ആൻഡ് വിത്ത് ഇൻട്രസെല്ലുലാർ സ്പേസസ് കാണാൻ പറ്റും. അതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ ഇൻട്രസെല്ലുലാർ സ്പേസുകൾ കാണാൻ പറ്റും. ഇവിടെ കാണാമല്ലോ അല്ലേ, കുഞ്ഞു ഇൻട്രസെല്ലുലാർ സ്പേസുകൾ കാണുന്നുണ്ടോ ഇതിൻ്റെ നടുവിൽ. സോ ഇതാണ് ഇവിടെ കാണുന്നുണ്ടാവുക. പടം കൂടി വെച്ചിട്ട് നോക്കി നോക്കുക. ദ ഇന്നർമോസ്റ്റ് ലെയർ ഓഫ് ദ കോർട്ടക്സ് ഈസ് കോൾഡ് എൻഡോഡെർമിസ്. നമുക്കറിയാം അല്ലേ, എപ്പിഡെർമിസ് കഴിഞ്ഞ് കോർട്ടക്സ് കഴിഞ്ഞ് ഏറ്റവും ഉള്ളിലുള്ള സാധനത്തിനാണ് നമ്മൾ എന്ത് വിളിക്കുക, എൻഡോഡെർമിസ് എന്ന് വിളിക്കുക. എൻഡോഡെർമിസിന് എന്താ ഉണ്ടാവുക വെച്ചാൽ ഭയങ്കര സിമ്പിളാണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ സിംഗിൾ ലെയർ ഓഫ് ബാരൽ ഷേപ്പ്ഡ് സെൽസ്. ഇത് എങ്ങനെ ഉണ്ടാവുക, ഒരൊറ്റ സിംഗിൾ ലെയർ. എങ്ങനത്തെ ഷേപ്പ് ഉണ്ടാവുക, ബാരൽ ഷേപ്പ്ഡ്. യു ക്യാൻ സീ ദിസ് സെൽസ് കാണാനുണ്ടല്ലോ അല്ലേ. ഈ സെല്ല് കാണാനുണ്ടോ നിങ്ങൾ, ഇതാ ഇവിടെ പടത്തിൽ കൊടുത്തിട്ടുണ്ട്, ഭയങ്കര അടിപൊളിയായിട്ട് തന്നെ പടത്തിൽ കൊടുത്തിട്ടുണ്ട്. ഈ സെല്ലിൻ്റെയൊക്കെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ബാരൽ ഷേപ്പ്ഡാണ്. ഇതാ ഇങ്ങനെ വെർട്ടിക്കലി അടുക്കി വെച്ചോളെ, ഇങ്ങനെ കുറ്റികൾ അടുക്കി വെച്ചോളത്തെ ഇങ്ങനത്തെ സെൽസ് ഉണ്ടാവുക. സോ ദാറ്റ് ഈസ് ദെയർ സിംഗിൾ ലെയർ ഓഫ് വാട്ട്, ബാരൽ ഷേപ്പ്ഡ് സെൽസ് വിത്തൗട്ട് എനി ഇൻട്രസെല്ലുലാർ സ്പേസസ്. ഒരു ഇൻട്രസെല്ലുലാർ സ്പേസും ഇല്ലാതെയാണ് അവർ വെച്ചിട്ടുണ്ടാവുക എന്നുള്ള കാര്യങ്ങൾ. ഇനി ഇതിനകത്ത് പറയുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ രണ്ട് സർഫസിലും ടാൻജൻഷ്യൽ ആസ് വെൽ ആസ് റേഡിയൽ വാൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ, അതിൻ്റെ ഏത് വാൾസാണ്, ടാൻജൻഷ്യൽ വാൾസും റേഡിയൽ വാൾസും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സിമ്പിളാണ്, പ്രത്യേകിച്ചൊന്നുമില്ല. ഇതിൻ്റെ പുറത്തുള്ള വാളും അതുപോലെ അകത്തുള്ള വാളും, പുറത്തുള്ള ടാൻജൻറ്റ് ഉണ്ടാവുക, ടാൻജൻറ്റ് വരുന്ന വാളുകളും ഉള്ളിൽ റേഡിയസ് വരുന്ന ഈ രണ്ട് വാളിലും എന്തുണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ ഈസ് എ വാക്സി മെറ്റീരിയൽ. ആ മെറ്റീരിയലിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് നോൺ ആസ് സുബേറിൻ എന്ന് വിളിക്കുക. ദിസ് ഈസ് സുബേറിൻ. ഓക്കെ ആണല്ലോ അല്ലേ. സുബേറിൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ദിസ് ഈസ് എ തിക്ക് വാട്ടർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു വാക്സി മെറ്റീരിയലാണ്. ഈ മെറ്റീരിയൽ വെച്ചിട്ടുണ്ടാവും. സോ ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത് വിളിക്കുക, കാസ്പിയൻ സ്ട്രൈപ്പ് എന്നാണ് വിളിക്കുക. ദാറ്റ് ഈസ് നോൺ ആസ് കാസ്പിയൻ സ്ട്രൈപ്പ്. എവിടെ ഉണ്ടാവുക, നമ്മുടെ എൻഡോഡെർമിസിലുണ്ടാവുക. എൻഡോഡെർമിസിൽ ബാരൽ ഷേപ്പ്ഡ് സെൽസ് ആയിരിക്കും ഉണ്ടാവുക. അതിന് ടാൻജൻഷ്യൽ സർഫസ് എന്ന് പറഞ്ഞാൽ പുറത്തുള്ള സർഫസിലും റേഡിയൽ സർഫസ് എന്ന് പറഞ്ഞാൽ ഇന്നർ സർഫസിലും ഒരു തിക്കായിട്ടുള്ള വാട്ടർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു വാക്സി മെറ്റീരിയൽ സെബേറിൻ അല്ലേ, ആ സാധനം അവിടെ വെച്ചിട്ടുണ്ടാവും. ഈ സുബേറിൻ എന്നുള്ള വാക്ക് നോക്കി വെക്കണം കേട്ടോ. സോ ഇത് ആക്ച്വലി മെറ്റീരിയലിൻ്റെ പേരാണ്, വേറെ സാധനങ്ങളൊന്നുമല്ല. ആൻഡ് ഇതാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഉണ്ടാവുക. ഇനി ഇതേപോലെ തന്നെ ഞാനിപ്പോൾ സപ്പോസ് ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് വായിക്കാണ്, ഈ മോണോകോട്ട് റൂട്ടും കൂടി വായിക്കാമെന്ന് വെച്ചാൽ സൈമിൾട്ടേനിയസ്ലി നിങ്ങൾക്ക് കാണാൻ പറ്റും. ദ അനാട്ടമി ഓഫ് മോണോകോട്ട് റൂട്ട് ഈസ് സിമിലർ ടു ദ ഡൈക്കോട്ട് റൂട്ട് ഇൻ മെനി ആസ്പെക്ട്സ്. എപ്പിഡെർമിസ്, കോർട്ടക്സ്, എൻഡോഡെർമിസ്, പെരിസൈക്കിൾ സെയിം സാധനങ്ങൾ തന്നെ ഉണ്ടാവുക എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഒരൊറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ, ബാക്കി സാധനങ്ങളൊക്കെ സെയിം തന്നെയായിരിക്കും ഇവർക്ക് ഉണ്ടാവുന്നുണ്ടാവുക. സെയിം പോലെ തന്നെ ഒരേപോലെ തന്നെ ഉണ്ടാവുക. വേറെ ദർ ഈസ് നോ അതർ ഡിഫറൻസ് ബിറ്റ്വീൻ മോണോകോട്ട് റൂട്ട് ആൻഡ് ഡൈക്കോട്ട് റൂട്ട്. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും ഇതേപോലെ തന്നെ റൂട്ട് ഹെയർസ് കാണാൻ പറ്റും, എപ്പിഡെർമിസ് കാണാൻ പറ്റും ഇവിടെ. ആൻഡ് യു ക്യാൻ സീ ദ കോർട്ടക്സ്, യു ക്യാൻ സീ ദ എൻഡോഡെർമിസ്. ഈ എൻഡോഡെർമിസിൽ എന്തുണ്ടാവും, ഇതുപോലെ തന്നെ കാസ്പിയൻ സ്ട്രൈപ്സ്. കാസ്പിയൻ സ്ട്രൈപ്സ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചത് ഡൈക്കോട്ടിലാന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ദിസ് ഈസ് ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള സാധനങ്ങൾ തന്നെയായിരിക്കും അവിടെ ഉണ്ടാവുക എന്നുള്ള കാര്യം. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ മക്കളെ, റെഡി ആണോ എന്നുള്ള കാര്യം ആലോചിച്ച് നോക്കി. സോ ദിസ് ഈസ് നോൺ ആസ് കാസ്പിയൻ സ്ട്രൈപ്സ്. ഇനി എൻഡോഡെർമിസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ, അതായത് മെഡുലയിലെത്തിയില്ലേ, എൻഡോഡെർമിസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മെഡുലയിലെത്തിയില്ലേ, ഇവിടെ എത്തിക്കഴിഞ്ഞാൽ മെഡുലയിലെത്തും. അവിടെ എത്തുമ്പം ഇവർ പറയുന്നത് വെച്ചാൽ കുറച്ച് തിക്ക് വാൾഡായിട്ടുള്ള, കുറച്ച് കട്ടിയുള്ള വാൾഡായിട്ടുള്ള കുറച്ച് സെല്ലുകൾ അവിടെ ഉണ്ടെന്നാണ് പറയുക. ഈ തിക്കുള്ള സെൽസിനെയാണ് നമ്മൾ വിളിക്കുന്നുണ്ടാവുക. ദാറ്റ് ഈസ് നോൺ ആസ് വാട്ട്, പെരിസൈക്കിൾ എന്ന് വിളിക്കും. അതായത് എൻഡോഡെർമിസിൻ്റെ ഉള്ളിലുള്ള, ഞാൻ ഏരിയ വരച്ച് കാണിച്ചു തരാണെങ്കിൽ അയ്യോ അത്ര വലുപ്പത്തിലല്ല അല്ലേ, ഏരിയ വരച്ച് കാണിച്ചു തരാണെങ്കിൽ ദിസ് വിൽ ബി ദിസ് ഏരിയ. ഈ ഒരു ഏരിയയിൽ ഉണ്ടാകുന്ന തിക്ക് വാൾഡായിട്ടുള്ള സെൽസ് ഉണ്ട്. ആ സാധനത്തിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നുണ്ടാവുക, പെരിസൈക്കിൾ എന്ന് വിളിക്കുന്നുണ്ടാവുക. സോ പിത്തല്ല, അതിന് ചൊട്ട് പുറത്തുള്ള സാധനമാണ്. ദാറ്റ് ഈസ് നോൺ ആസ് വാട്ട്, പെരിസൈക്കിൾ എന്ന് വിളിക്കുന്നുണ്ടാവുക. അപ്പോൾ ഇവിടെ നിന്നാണ് എന്തുണ്ടാവുക, ഈ സാധനം സെക്കൻഡറി ഗ്രോത്ത് നടക്കുന്ന സമയത്ത് ഡൈക്കോട്ട് സ്റ്റെം അല്ലേ, ഡൈക്കോട്ട് റൂട്ട് അല്ലേ, ഡൈക്കോട്ട് റൂട്ടിന് സെക്കൻഡറി ഗ്രോത്ത് ഉണ്ടാവുമല്ലോ. സെക്കൻഡറി ഗ്രോത്ത് നടക്കുന്ന സമയത്ത് ഈ കാമ്പിയം ഫോം ചെയ്യുന്നതും പെരിസൈക്കിളിൽ നിന്നായിരിക്കും. അതുപോലെ തന്നെ ലാറ്ററൽ റൂട്ട്സ് ഡെവലപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ ഡൈക്കോട്ടിൻ്റെ റൂട്ട് സിസ്റ്റം മോർഫോളജിയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ടാപ്പ് റൂട്ട് സിസ്റ്റം ആണ്. സോ ഒരു വലിയൊരു ടാപ്പ് റൂട്ട് ഉണ്ടാവും, ഒരു സെൻട്രലി നടുവിലൂടെ പോകുന്ന വലിയൊരു വേരുണ്ടാവും. ദാറ്റ് ഇസ് നോൺ ആസ് സ്ഥായി വേര് പടലം എന്നൊക്കെ പണ്ട് സ്കൂളിൽ പഠിച്ച സാധനമാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നല്ല സ്ട്രോങ് ഉണ്ടാവും. എന്നിട്ട് അതിനകത്തുനിന്ന് പിന്നെ സൈഡിലേക്ക് ഇങ്ങനെ ലാറ്ററൽ റൂട്ട്സ് ഡെവലപ്പ് ചെയ്യൂലേ, സൈഡിലേക്കുള്ള ലാറ്ററൽ റൂട്ട്സ് വരില്ലേ. ഈ ലാറ്ററൽ റൂട്ട്സ് ഉണ്ടാവുന്നത് എവിടെ നിന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിൽ ബി കോളിംഗ് ദാറ്റ് ഇസ് ഫ്രം ദ പെരിസൈക്കിൾ. പെരിസൈക്കിൾ എവിടെ ഉണ്ടാവുക, എൻഡോഡെർമിസിൻ്റെയും ഉള്ളിലുള്ള ഈ ലെയറിൽ നിന്നാണ് എന്തുണ്ടാവുക, സൈഡിലേക്കുള്ള ലാറ്ററൽ റൂട്ട്സ്, പുതിയ റൂട്ട്സ് ഉണ്ടാവുകയും അതുപോലെ തന്നെ കാമ്പിയം ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്നത് അവിടെ നിന്നാണ്. ഈ സാധനം ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇനീഷ്യേഷൻ ഓഫ് ലാറ്ററൽ റൂട്ട്സ് ആൻഡ് വാസ്കുലർ കാമ്പിയം ഡ്യൂറിംഗ് ദ സെക്കൻഡറി ഗ്രോത്ത് നടക്കുന്ന സമയത്ത് പെരിസൈക്കിളിൽ നിന്നായിരിക്കും ഉണ്ടാവുക. ഇനി അടുത്ത സാധനം എന്ന് പറഞ്ഞാൽ പിത്ത് സ്മോൾ. ഇവിടെ കാണാൻ പറ്റും പിത്ത് എങ്ങനെ ഉണ്ടാവുക, പിത്ത് സ്മോൾ ആണ്. ഓൾസോ ഇൻകോൺസ്പിക്വസ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാക്കാണ് കേട്ടോ. ഇൻകോൺസ്പിക്വസ് എന്ന് പറഞ്ഞാൽ വ്യക്തമായിട്ട് കാണാൻ കഴിയാത്തത് എന്നാണ് അർത്ഥം. വൃത്തിയായിട്ട് കാണാൻ പറ്റാത്തല്ല ഈ പറയുന്ന പിത്ത്, അതായത് ഏറ്റവും നടുവിലുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ അത്ര വലുതല്ലാത്ത, കൃത്യമായിട്ട് കാണാൻ പറ്റാത്ത ഒരു സാധനമാണ്, ഇൻകോൺസ്പിക്വസ് ആയിട്ടുള്ള സാധനമാണ്. അവിടെ എന്താ ഉണ്ടാവുക, പാരൻകൈമാറ്റസ് സെൽസ് ആണ്, വിച്ച് ഇസ് ബീൻ ഇൻ ദ
പിന്നെ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുന്നുണ്ടാവുക. ഇനി ഓൾസോ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ഇവിടെ എന്താ ഉണ്ടാവുക, ഇവിടെ ഉണ്ടാവുന്ന സാധനം എന്ന് പറഞ്ഞാൽ യു നോ ദാറ്റ് തിങ്, ഇവിടെ നമ്മുടെ റേഡിയൽ അറേഞ്ച്മെൻ്റ് ആയിരിക്കും. യു ക്യാൻ സീ ദിസ് ഈസ് ദ സൈലം, ഇതാണ് സൈലം, ഇത് അടുത്ത സൈലമാണ്, ദിസ് ഈസ് അടുത്ത സൈലമാണ്, ദിസ് ഈസ് അടുത്ത സൈലമാണ്. ഇനി ഇതിൻ്റെ നടുവിൽ ഇവിടെ എന്തുണ്ടാവും, ഫ്ലോയം ഉണ്ടാവും. യു ക്യാൻ സീ ദാറ്റ് തിങ് ദ ഫ്ലോയം ഈസ് മാർക്ക്ഡ് ഹിയർ, ഇത് ഇവിടെ ഫ്ലോയം ഉണ്ടാവും. സോ ഇൻ ബിറ്റ്വീൻ ഫ്ലോയും സൈലും റേഡിയലി അറേഞ്ച്ഡ് ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞില്ലേ റൂട്ടിനകത്താകുമ്പോൾ റേഡിയലി അറേഞ്ച്ഡ് ആയിട്ടുള്ള സാധനങ്ങളായിരിക്കും ഉണ്ടാവുക. ഇനി ഇതിൻ്റെ അടുത്തായിട്ട് ഈ റേഡിയലി അറേഞ്ച്ഡ് ഫ്ലോയത്തിൻ്റെ സൈലിൻ്റെ അടുത്തായിട്ടുണ്ടാവുന്ന വേറെ കുറച്ച് സെൽസ് ഉണ്ട്. ആ സെൽസിനെ വിളിക്കുന്ന പേരാണ് എന്ത് വിളിക്കുന്നുണ്ടാവുക, കൺജങ്ക്റ്റീവ് ടിഷ്യൂ എന്ന് വിളിക്കും. സോ അതിൻ്റെ അടുത്തുള്ള തൊട്ടടുത്ത സാധനത്തിന് വിളിക്കുന്ന പേരാണിത് കൺജങ്ക്റ്റീവ് ടിഷ്യൂ എന്നാണ് വിളിക്കുന്നുണ്ടാവുക. ആൻഡ് ഈ ഡൈക്കോട്ടിനകത്ത് ഉണ്ടാകുന്ന പ്രത്യേകത, ഏറ്റവും വലിയ പ്രത്യേകതയാണ്, എത്ര സൈലം ഉണ്ടാവുമെന്ന് വെച്ചാൽ യൂഷ്വലി ദർ വിൽ ബി 2 to 4 സൈലം ബണ്ടിൽസ് ഉണ്ടാവുക. എത്ര ഉണ്ടാവുക, 2 to 4 സൈലം ആൻഡ് ഫ്ലോയം പാച്ചസ് ആയിരിക്കും ഉണ്ടാവുക. ഡൈക്കോട്ട് റൂട്ടിനകത്ത് ഉണ്ടാവുന്നത് 2 അല്ലെങ്കിൽ 2 മുതൽ 2 അല്ലെങ്കിൽ 3 അല്ലെങ്കിൽ 4 സൈലം അല്ലെങ്കിൽ ഫ്ലോയം പാച്ചസ് ആയിരിക്കും ഉണ്ടാവുന്നുണ്ടാവുക. കുറച്ച് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്യാമ്പിയം ഡെവലപ്പ് ചെയ്യും. ക്യാമ്പിയം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, സെക്കൻഡറി ഗ്രൂപ്പ് ഉണ്ടാവും. ഓൾ ടിഷ്യൂസ് ഓൺ ദ ഇന്നർ സൈഡ് ഓഫ് ദ എൻഡോഡെർമിസ് സച്ച് എസ് പെരിസൈക്കിൾ എല്ലാത്തിനെയും കൂടെ കൂട്ടിയിട്ട് എന്ത് വിളിക്കുന്നുണ്ടാവും, സ്റ്റീൽ എന്ന് വിളിക്കുന്നുണ്ടാവും. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എൻഡോഡെർമിസിൻ്റെ ഏറ്റവും ഉള്ളിലുള്ള സാധനങ്ങൾ, അതായത് ഞാനിപ്പോൾ ഒരു റൗണ്ട് വരച്ച് കഴിഞ്ഞാൽ വേർ ഈസ് എൻഡോഡെർമിസ് മക്കളെ നോക്കിക്കോ, എവിടെ എൻഡോഡെർമിസ്, ഇതല്ല എൻഡോഡെർമിസ്. ഈ എൻഡോഡെർമിസ് ഞാനിപ്പോൾ കട്ടിയിൽ വരച്ച സാധനം, ഈ എൻഡോഡെർമിസിൻ്റെ ഉള്ളിലുള്ള എല്ലാ സാധനങ്ങളെയും കൂടി ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് ദാറ്റ് ഇസ് നോൺ ആസ് വാട്ട്, സ്റ്റീൽ എന്ന് വിളിക്കുന്നത്. ദിസ് ഈസ് നോൺ ആസ് വാട്ട്, സ്റ്റീൽ. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. സോ ഞാൻ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് സാധനങ്ങളും അതുപോലെ തന്നെ മോണോകോട്ട് റൂട്ടും കൂടി നിങ്ങൾ ഒരുമിച്ച് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഐ വിൽ ഇൻട്രൊഡ്യൂസ് എ ടേബിൾ. യു ജസ്റ്റ് ഹൗ ടു സ്റ്റഡി ദ ടേബിൾ. വേറെ ഒരു സാധനം നോക്കേണ്ട ആവശ്യമില്ല, ഇതാണ് സാധനം ഉണ്ടാവുക. സോ ഇവിടെ നോക്കോട്ടോ, ഇത് ഞാനിരുന്ന് പ്രിപ്പയർ ചെയ്ത് വെച്ച സാധനങ്ങളാണ്. ആൻഡ് ഫൈനലി യു ഷുഡ് ഹാവ് സച്ച് എ ടേബിൾ ഓൺ യുവർ ഷോർട്ട് നോട്ടിലേക്ക് സാധനത്തിലേക്ക് നിങ്ങൾക്ക് ഉണ്ടാവണം എന്നുള്ളതാണ് അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോ ഇവിടെ കണ്ടോട്ടോ. സോ ഇവിടെ എപ്പിഡെർമിസ് എന്താ ഉണ്ടാവുക, എപ്പിഡെർമിസ് ഈസ് നോൺ ആസ് എപ്പിബ്ലമ, സെൽസ് മേ പ്രൊട്രൂഡ് ആസ് റൂട്ട് ഹെയർസ്. ഇവിടെ അതുപോലെ തന്നെ സിമിലർ ടു ഡൈക്കോട്ടാണ്, ഇറ്റ് ഈസ് ഓൾസോ ഹാവിംഗ് റൂട്ട് ഹെയർസ് ആണ് ഉണ്ടാവുക. കോർട്ടെക്സിൽ ഉണ്ടാവുക സെവറൽ ലെയേഴ്സ് ഓഫ് തിൻ വാൾഡ് പാരൻകൈമ സെൽസ് വിത്ത് ഇൻട്രാ സെല്ലുലാർ സ്പേസസ്. NCERT-യിലുള്ള സെയിം സ്റ്റേറ്റ്മെൻറ്റാണ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത്. ഇവിടെയും അതുപോലെ തന്നെ ഉണ്ടാവുക. എൻഡോഡെർമിസ് സിംഗിൾ ലെയർ ഓഫ് ഏത് ഷേപ്പ്ഡ് സെൽസ് ആണ്, ബാരൽ ഷേപ്പ്ഡ് സെൽസ് വിത്ത് കാസ്പിയൻ സ്ട്രൈപ്പ്. കാസ്പിയൻ സ്ട്രൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാൻ പറ്റും, വാക്സി സബ്സ്റ്റൻസ് ആണ്. അവിടെ ഒരു വാക്കുണ്ട്, ലെസ്ബെറിൻ എന്ന് പറഞ്ഞ വാക്കുണ്ട്, നോക്കി വെക്കുക. സിമിലർ ടു ഡൈക്കോട്ട് റൂട്ട്, അവിടെയും സിമിലർ ആണ്. ആൻഡ് പെരിസൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആ എൻഡോഡെർമിസിൻ്റെ ഉള്ളിലുള്ള ഫ്യൂ ലെയേഴ്സ് ഓഫ് സെൽസ് ആണ് ഉണ്ടാവുക. ദാറ്റ് ഈസ് നോൺ ആസ് തിക് വാൾഡ് പാരൻകൈമാറ്റ സെൽസ് ആണ് അവിടെ ഉണ്ടാവുക. ഇവിടെ നിന്ന് എന്തൊക്കെ ഉണ്ടാവുക മക്കളെ, ഇവിടെ നിന്ന് ഉണ്ടാവുന്ന സാധനം ഒന്ന് ലാറ്ററൽ റൂട്ട്സ് ഫോം ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. അതുപോലെ തന്നെ കാസ്പിയൻ സ്ട്രൈപ്പ് അല്ലല്ലോ, ക്യാമ്പിയൽ റിംഗ് ഇല്ലേ, ക്യാമ്പിയൽ റിംഗ് ഫോം ചെയ്യുന്നത് ഇവിടെ നിന്നാണ് ഉണ്ടാവുക. ഇവിടെ സിമിലർ ടു ഡൈക്കോട്ട് റൂട്ടാണ്, പക്ഷേ അവിടെ ക്യാമ്പിയം ഇല്ല എന്നുള്ള ഓർത്തിരിക്കുക. പക്ഷേ അത് ഫോം ചെയ്യുന്നത് പെരിസൈക്കിൾ എന്നാണ്. ഇനി വാസ്കുലാർ ബണ്ടിൽസ്, ഇവിടെയാണ് ഏറ്റവും വലിയ ഡിഫറൻസ് വരിക. യൂഷ്വലി 2 to 4 സൈലം ആൻഡ് ഫ്ലോയം പാച്ചസ് ഉണ്ടാവുക. പക്ഷേ ഇനി മോണോകോട്ടിലേക്ക് പോകുമ്പോൾ ദർ വിൽ ബി മോർ ദാൻ 6 സൈലം ബണ്ടിൽസ് ഉണ്ടാവും. ഈ മോർ ദാൻ 6 സൈലം ബണ്ടിൽസ് ഉള്ളതിനെ പോളി ആർക്ക് എന്നാണ് വിളിക്കുന്നുണ്ടാവുക. സോ ഇവിടെ മോണോകോട്ട് ഡൈക്കോട്ട് തമ്മിലുള്ള ആകെപ്പാടൊരു വ്യത്യാസം വാസ്കുലർ ബണ്ടിലിൻ്റെ കാര്യത്തിൽ മാത്രമാണ്. ബാക്കി എല്ലാ കാര്യങ്ങളും സിമിലർ ആയിട്ട് തന്നെയായിരിക്കും ഉണ്ടാവുക. ആൻഡ് പിത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പിത്തിനകത്ത് ഇവിടെ പറയുന്ന വാക്ക് കേട്ടോ, സ്മോൾ ആൻഡ് ഇൻകോൺസ്പിക്വസ്, വ്യക്തമായിട്ട് കാണാൻ കഴിയാത്ത സ്മോൾ സാധനം ഉണ്ടാവുക. പക്ഷേ ഇവിടെ നോക്കുകയാണെങ്കിൽ ദിറ്റ് ഈസ് ലാർജ് ആൻഡ് വെൽ ഡെവലപ്ഡ് ആയിട്ടായിരിക്കും ഉണ്ടാവുക പിത്ത് എന്ന് പറഞ്ഞ സാധനം. സെക്കൻഡറി ഗ്രോത്ത് നമുക്കറിയാൻ പറ്റും, ഇതിന് ഡൈക്കോട്ട് ആകുമ്പോൾ കേപ്പബിൾ ഓഫ് സെക്കൻഡറി ഗ്രോത്ത് ആണ്, ഇതിന് സെക്കൻഡറി ഗ്രോത്ത് ഉണ്ടാവില്ല എന്നുള്ള കാര്യമാണ്. സോ ആകെപ്പാടെ നമ്മൾ ഈ ഒരു സാധനത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം ഇതിൻ്റെ ഒരു ജനറൽ സ്ട്രക്ചർ മനസ്സിലാക്കിയിരിക്കുക. ആൻഡ് ഈ പിത്തിൻ്റെയും വാസ്കുലർ ബണ്ടിലിൻ്റെയും ഡിഫറൻസ് മനസ്സിലാക്കിയിരിക്കുക. ബാക്കി എല്ലാ സാധനങ്ങളും സെയിം ആണ്. ഇതിങ്ങനെ കണ്ട് പഠിച്ചെടുക്കുക. മനസ്സിലാവുന്നുണ്ടോ മക്കളെ? റെഡി ആണോ എന്ന് ആലോചിച്ച് നോക്കി കഴിഞ്ഞ് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ നോക്കി. വേറെ ഒരു കൺഫ്യൂഷനിലേക്ക് നിങ്ങൾ പോകണ്ട. സോ ജസ്റ്റ് സിംപ്ലി ലൈക്ക് ദർ ഈസ് ആൻ എപ്പിഡെർമിസ് ആണല്ലോ അല്ലേ, എപ്പിഡെർമിസ് ഉണ്ട്. എപ്പിഡെർമിസിൻ്റെ പുറത്തുള്ള ഒരു സാധനത്തിൻ്റെ പേരെന്താ, എപ്പിബ്ലമ എന്നാണ് വിളിക്കുക, എപ്പിബ്ലമ. അതിനകത്ത് യൂണിസെല്ലുലർ ആയിട്ടുള്ള എന്തുണ്ട്, റൂട്ട് ഹെയർസ് ഉണ്ട്. അതിന് താഴെ കുറേ എപ്പിഡെർമിസ് ഉണ്ട്. എപ്പിഡെർമിസ് എങ്ങനെ സെല്ലാണ്, പാരൻകൈമാറ്റ സെല്ലാണ്, തിൻ വാൾഡ് ആണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, അതിന് ഇൻട്രാ സെല്ലുലാർ സ്പേസസ് ഉണ്ട് എന്നുള്ള കാര്യം പഠിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ദർ വിൽ ബി എ ലോട്ട് ഓഫ് കോർട്ടെക്സ് ഏരിയ, കുറേ കോർട്ടെക്സ് ഏരിയ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ദർ ഈസ് ആൻ എൻഡോഡെർമിസ് ഉണ്ട്. എൻഡോഡെർമിസ് ബാരൽ ഷേപ്പ്ഡ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഈ ബാരൽ ഷേപ്പിൻ്റെ അപ്പുറം ഇപ്പുറം എന്ത് വെച്ചിട്ടുണ്ടാവും, ദർ വിൽ ബി കാസ്പിയൻ റിംഗ്, വാട്ടർ ലീക്ക് ആവാതിരിക്കാൻ വേണ്ടിയുള്ള സാധനമാണ് കാസ്പിയൻ റിംഗ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. ഇവിടെ ഇങ്ങനെ കാസ്പിയൻ റിംഗ് ഉണ്ടാവും, ഉള്ളിലും കാസ്പിയൻ റിംഗ് ഉണ്ടാവും. ആൻഡ് ഇത് കഴിഞ്ഞിട്ട് നേരെ ഉള്ളിലുള്ള സാധനത്തിന് വിളിക്കുന്ന പേരാണ് പെരിസൈക്കിൾ എന്ന് പറഞ്ഞ ലിങ്ക് വരയ്ക്കുന്നുണ്ടാവുക. പെരിസൈക്കിൾ ഈസ് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഇവിടെ നിന്നാണ് ലാറ്ററൽ റൂട്ട് ഫോം ചെയ്യും, ഡൈക്കോട്ടിൽ മറ്റേ റിംഗ് ഫോം ചെയ്യുന്നുണ്ടാവുക. ഇനി ഡൈക്കോട്ടിലേക്ക് വരുന്ന സമയത്ത് വാട്ട് വിൽ ബി ഒക്കറിംഗ് എന്ന് വെച്ചാൽ സൈലം ഉണ്ടാവും. എത്ര സൈലം ഉണ്ടാവും, ദർ വിൽ ബി 2 to 4 അത്രേ ഉണ്ടാവുള്ളൂ. മാക്സിമം 2 to 4 സൈലംസേ ഉണ്ടാവുള്ളൂ. അതുപോലെ 2 to 4 ഫ്ലോയോ ഉണ്ടാവും. ആൻഡ് ഇതിന് നടുവിലുള്ള പിത്ത് എന്ന് പറഞ്ഞ സാധനം അണ്ടർ ഡെവലപ്ഡ് ആയിരിക്കും, ഇൻകോൺസ്പിക്വസ്. അവിടെ ഇൻസൈറ്റുള്ള വാക്ക് അതാണ്, ഇൻകോൺസ്പിക്വസ് ആയിരിക്കും ഇതിൻ്റെ നടുവിലുള്ള പിത്ത് എന്ന് പറഞ്ഞ സാധനം. ആൻഡ് ഇവിടെ
ഇതിൻ്റെ തൊട്ട് പുറത്തുള്ള സാധനങ്ങൾ, അതായത് ഇവിടെ എന്തുണ്ടാവും, ഇതിൻ്റെ നടുവിലുള്ള ഈ ടിഷ്യൂവിനെ വിളിക്കുന്ന പേര് കൺജങ്ക്റ്റീവ് ടിഷ്യൂ എന്നാണ് വിളിക്കുക. ഇവിടെ ഉണ്ടാകുന്ന ടിഷ്യൂവിനെ വിളിക്കുന്ന പേര് എന്താ വിളിക്കുന്നുണ്ടാവുക, കൺജങ്ക്റ്റീവ് ടിഷ്യൂ എന്ന് വിളിക്കുന്നുണ്ടാവുക. ആൻഡ് ദർ ഈസ് ഓൺലി 2 ഡിഫറൻസസ്, രണ്ട് ഡിഫറൻസേ ഉള്ളൂ ഡൈക്കോട്ട് സ്റ്റെമ്മും മോണോക്കോട്ട് സ്റ്റെമ്മും തമ്മിൽ, റൂട്ടും തമ്മിൽ. ഡൈക്കോട്ട് റൂട്ടിൽ ഇവിടെ 2 to 4 സൈലം ഫ്ലോയം ബണ്ടിൽസ് ഉണ്ടെങ്കിൽ അവിടെ more than 6 ഉണ്ടാവും. more than 6 ഉള്ള അറേഞ്ച്മെൻറ്റിനെ വിളിക്കുന്ന പേര് പോളി ആർക്ക് എന്നാണ് വിളിക്കുക. എന്താ വിളിക്കുക, പോളി ആർക്ക് അറേഞ്ച്മെൻ്റ് ഉണ്ടാവുക. ആർ യു അണ്ടർസ്റ്റാൻഡിങ്? അതുപോലെ തന്നെ അവിടുത്തെ പിത്ത് ഈസ് വെൽ ഡെവലപ്ഡ്, നടുവിലത്തെ പിത്ത് പോർഷൻ എന്തായിരിക്കും, വെൽ ഡെവലപ്ഡ് ആയിരിക്കും. ഇപ്പോൾ ഇത് മനസ്സിലായോ നോക്കി, ആകെപ്പാട് ഇത്ര ഡിഫറൻസ് മാത്രമേ ഉള്ളൂ, വേറെ ഒരു സാധനത്തിനെ പറ്റി പഠിക്കണ്ട. ഈസ് ദാറ്റ് ക്ലിയർ? മക്കളെ റെഡി ആണോ എന്നുള്ളവരും നോക്കിക്കേ, എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ നോക്കി, റെഡി ആണോ നോക്കിയേ. സോ ഐ എം ജസ്റ്റ് മേക്കിംഗ് എ പോസ് ഹിയർ, ജസ്റ്റ് ഒരു പോസ് പറയാണ്. ഓൺലി 2 ഡിഫറൻസസ് വാസ്കുലാർ ബണ്ടിൽസിൻ്റെ കാര്യത്തിൽ ഇവിടെ 2 to 4 ഉള്ളൂ. പക്ഷേ ഇവിടെ പോളിയാർക്ക് അറേഞ്ച്മെൻ്റ് ആണ്. ദർ ആർ മോർ ദാൻ 6 സാധനങ്ങളുണ്ട്. ഇവിടെ പിത്ത് സ്മോൾ ആൻഡ് ഇൻകോൺസ്പിക്വസ് ആണ്, ലാർജ് ആൻഡ് വെൽ ഡെവലപ്ഡ് ആണ്. കോൺസ്പിക്വസ്, NCERT ആ വാക്ക് തന്നെ പറയുന്നുണ്ട്, കോൺസ്പിക്വസ് ആണ് ആ സാധനം ഉണ്ടാവുക. ക്ലിയർ ആണോ? എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? ഇവിടെ തീർക്കണം. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇവിടെ തീർക്കണം, വേറൊരു സാധനത്തിലേക്ക് നമ്മൾ കൊണ്ടുപോവുകയേ ചെയ്യരുത്. അടുത്ത സാധനം ദാറ്റ് ഈസ് ഡൈക്കോട്ട് സ്റ്റെമ്മും മോണോക്കോട്ട് സ്റ്റെമ്മും തമ്മിലുള്ള ഡിഫറൻസിലേക്കാണ് നമ്മൾ പോകുന്നത്. ഡൈക്കോട്ട് സ്റ്റെമ്മും മോണോക്കോട്ട് സ്റ്റെമ്മിലേക്ക് പോകുമ്പോൾ ഇറ്റ് ഈസ് ഓൾ ദ സെയിം. ദാറ്റ് ഈസ് എൻ എപ്പിഡെർമിസ്, ദാറ്റ് ഈസ് എ ഹൈപ്പോഡെർമിസിൻ്റെ താഴെ കോർട്ടെക്സ് ഉണ്ട്, അതിൻ്റെ ഉള്ളിലൊരു എൻഡോഡെർമിസ് ഉണ്ട്, അതിൻ്റെ ഉള്ളിലൊരു ബണ്ടിൽ സ്പേസ് ഉണ്ട്, അതിൻ്റെ ഏറ്റവും ഉള്ളിലൊരു പിത്ത് ഉണ്ട്. ദാറ്റ് ഈസ് ഇറ്റ്, സെയിം ഏരിയ. അതേപോലെ തന്നെയാണ് നമ്മൾ സ്റ്റെമ്മിലേക്ക് വരുന്നുണ്ടാവുക. സോ ഇത് മനസ്സിലാവുന്നുണ്ടോ? ഇറ്റ് ഈസ് എ സിമ്പിൾ ചാപ്റ്റർ മക്കളെ, ഇറ്റ്സ് എ സിമ്പിൾ ചാപ്റ്റർ. ദർ ഈസ് എ ടെക്നിക്ക്, വളരെ സിമ്പിളായിട്ട് ഇതുപോലെ കമ്പാരിസൺ സാധനം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റും. മനസ്സിലാവുന്നുണ്ടോ? എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിക്കണേ. കമൻറ്റ് ബോക്സിൽ കൺഫ്യൂഷൻസ് ഒന്നും വരുന്നില്ല. അതുകൊണ്ട് ഐ എം ഗോയിങ് ഫോർവേഡ് ടു നമ്മുടെ സ്റ്റെമ്മിലേക്ക് പോവാണ്. ഡൈക്കോട്ടിലുള്ള സ്റ്റെം റെഡി ആണോ? ട്രാൻസ്ഫർ സെഷൻ ഓഫ് എ ടിപ്പിക്കൽ യങ് ഡൈക്കോട്ടിലുള്ള സ്റ്റെം ഷോസ് ദാറ്റ് ദ എപ്പിഡെർമിസ് ഇസ് ദ ഔട്ടർ മോസ്റ്റ് പ്രൊട്ടക്റ്റീവ് ലെയർ ഓഫ് ദ സ്റ്റെം. ഇതിനകത്ത് എന്താ ഉണ്ടാവുക, തിൻ ലെയർ ഓഫ് ക്യൂട്ടിക്കൽ ഉണ്ടാവും. സെയിം വേ ഇറ്റ് മേ ബിയർ ട്രൈക്കോംസ് ആൻഡ് എ ഫ്യൂ സ്റ്റൊമേറ്റ ഈ സാധനത്തിനകത്തേക്ക് ഉണ്ടാവാൻ സാധ്യതകളുണ്ട്. ഇവിടെ നോക്കിക്കോ. സോ യു ക്യാൻ സീ ദാറ്റ് തിങ്. ഇവിടെ നമ്മൾ കാണാൻ പറ്റും. ഇതാട്ടോ ഒന്നാമത്തെ പടം. സോ ഫസ്റ്റത്തെ പടമാണ് നമ്മൾ നോക്കുകയാണ്. ഇതിനകത്തുള്ള ഏറ്റവും പുറത്തുള്ള ലെയറിനെ വിളിക്കുന്ന പേര് എപ്പിഡെർമിസ് എന്നാണ്. എപ്പിഡെർമിസിൽ യു ക്യാൻ സീ ദ ട്രൈക്കോമുകൾ കാണാൻ പറ്റുന്നുണ്ടോ? സോ എപ്പിഡെർമൽ ഹെയറിനെ കാണാൻ പറ്റും. എപ്പിഡെർമൽ ഹെയർ എന്ന് പറഞ്ഞാൽ എന്താ സാധനം മക്കളെ? ദിസ് ഈസ് നോൺ ആസ് വാട്ട്? ട്രൈക്കോം. ട്രൈക്കോമിനെ പറ്റിയിട്ട് നമ്മൾ ഓൾറെഡി പഠിച്ചു. എന്താ പഠിച്ചത്? ട്രൈക്കോം ഈസ് മൾട്ടി സെല്ലുലാർ. ഇവിടെ കാണുന്നുണ്ടോ മൾട്ടി സെല്ലുലാർ? ഒരു സെല്ലിവിടെ, ഒരു സെല്ലിവിടെ, ഒരു സെല്ലിവിടെ, ഒരു സെല്ലിവിടെ, മൾട്ടിപ്പിൾ സെൽസ് ട്രൈക്കോമിൽ പടത്തിൽ അവിടെ ഇൻഡിക്കേറ്റഡ് ആണ്. യു ക്യാൻ സീ ദാറ്റ് ഹിയർ. അവിടെ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ മൾട്ടിപ്പിൾ ആയിട്ടുള്ള സാധനങ്ങളുണ്ട്, ട്രൈക്കോമുകൾ കാണാറുണ്ട്. ദാറ്റ് ഈസ് അബൌട്ട് ദ എപ്പിഡെർമിസ്. അപ്പോൾ എപ്പിഡെർമിസ് എന്ന് പറഞ്ഞാൽ സാധനം ഇതാണ്. എപ്പിഡെർമിസിനകത്ത് എന്തുണ്ട്? ഒരു ചെറിയ ക്യൂട്ടിക്കൾ കവർ ചെയ്തിട്ടുണ്ട്, ചെറിയ കുറച്ച് സ്മോളർ നമ്പർ ഓഫ് സ്റ്റൊമേറ്റകൾ നമുക്ക് അവിടെ കാണാൻ പറ്റും, ട്രൈക്കോമുകൾ കാണാൻ പറ്റും. ദ സെൽസ് ആർ അറേഞ്ച്ഡ് ഇൻ മൾട്ടിപ്പിൾ ലെയേഴ്സ് ബിറ്റ്വീൻ എപ്പിഡെർമിസ് ആൻഡ് പെരിസൈക്കിൾ. കോർട്ടെക്സിനകത്ത് ഇവിടെ പറയുന്ന സാധനമാണ്. ഇവിടെ കോർട്ടെക്സ് എന്ന് പറയുന്ന സാധനം ഇത് മൾട്ടിപ്പിൾ ലെയർ ആയിട്ടാണ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഏറ്റവും മേളിലാരുള്ളത്? എപ്പിഡെർമിസ്. എപ്പിഡെർമിസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ തൊട്ട് താഴെ കോർട്ടെക്സ് ആണ്. കോർട്ടെക്സിനകത്ത് മൾട്ടിപ്പിൾ ലെയേഴ്സ് വെച്ചിട്ടുണ്ട്. അതിനകത്ത് 3 സബ് സോൺസ്, 3 സബ് സോണുകളായിട്ട് കോർട്ടെക്സിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കോർട്ടെക്സ് ഇസ് ഡിവൈഡഡ് ഇൻ ടു 3 സബ് സോൺസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആർ യു അണ്ടർസ്റ്റാൻഡിങ് മക്കളെ? റെഡി ആണോ നോക്കി? ദ ഔട്ടർ ലെയർ ഈസ് നോൺ ആസ് വാട്ട്? ഹൈപ്പോഡെർമിസ്. എപ്പിഡെർമിസിൻ്റെ തൊട്ട് താഴെ ഉള്ളതുകൊണ്ടാണ് അവൻ എന്ത് വിളിക്കുന്നത്? ഹൈപ്പോ എന്ന് വിളിക്കുന്നുണ്ടാവുക. യു നോ ദാറ്റ് തിങ്? ഹൈപ്പോ എന്ന് പറഞ്ഞാൽ താഴെയുള്ള ആൾ. എപ്പിഡെർമിസ് കഴിഞ്ഞാൽ തൊട്ട് താഴെ ആരുണ്ടാവുക? ഹൈപ്പോഡെർമിസ് ഉണ്ടാവുക. കൺസിസ്റ്റ് ഓഫ് few layers of colon chimatous cells. Important വാക്ക്, few layers of colon chimatous cells just below the epidermis. So hypodermis is made up of what? Few layers of colon chyma. എന്താ colon chyma എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇറ്റ് ഈസ് ലിവിങ് സെൽസ് ആണ്. കുറച്ചും കൂടി തിക്കറായിരിക്കും. പാരൻ കൈമൽ സെൽസിനേക്കാൾ ഇച്ചിരി കൂടി തിക്കറായിരിക്കും. അതായത് ഈ ടിഷ്യൂസ്, അതായത് ഈ സ്റ്റെം യങ്ങായിരിക്കുമ്പം അതിനൊരു മെക്കാനിക്കൽ സ്ട്രെങ്ത് കൊടുക്കുക എന്നുള്ളതാണ് കോളൻ കൈമയുടെ ഉദ്ദേശം. സോ ഹൈപ്പോഡെർമിസ് ഈസ് കമ്പോസ്ഡ് ഓഫ് ഫ്യൂ ലെയേഴ്സ് ഓഫ് colon chimatous cells just below that thing which provides mechanical strength to the young stem. Young stemനുള്ള മെക്കാനിക്കൽ സ്ട്രെങ്ത് കൊടുക്കാനാണ് ഉദ്ദേശം. കോളൻ കൈമ എന്ന് പറഞ്ഞാൽ തന്നെ അതാണ്. സോ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് പാരൻ കൈമ, കോളൻ കൈമ ആൻഡ് സ്ക്ലീറൻ കൈമ. അത്രേ ഉള്ളൂ. കോളൻ കൈമ ഇസ് ദിസ് തിങ്. ക്ലിയർ ആണല്ലോ അല്ലേ? ഇനി കോർട്ടിക്കൽ ലെയേഴ്സ് ബിലോ ദ ഹൈപ്പോഡെർമിസ് കൺസിസ്റ്റ് ഓഫ് റൗണ്ട് ആൻഡ് തിൻ വാൾഡ് പാരൻ കൈമാറ്റസ് സെൽസ് വിച്ച് ഇസ് കോൺസ്പിക്വസ് ആൻഡ് ഇൻട്രാസെല്ലുലാർ സ്പേസസ്. അതായത് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തൊട്ട് താഴെ ഉണ്ടാകുന്ന സാധനത്തിന് നമ്മൾ കോർട്ടെക്സ് തന്നെയാണ് വിളിക്കുക. ഹൈപ്പോഡെർമിസ് കഴിഞ്ഞാൽ വിൽ ബി കോളിംഗ് ഇറ്റ് ആസ് കോർട്ടെക്സ് തന്നെ വിളിക്കുക. ദിസ് ഈസ് മേഡ് അപ്പ് ഓഫ് വാട്ട്? പാരൻ കൈമ എന്നാണ്. പാരൻ കൈമ. NCERTയിലുള്ള വാക്കുകൾ നിങ്ങൾ കേട്ടോ. NCERTയിൽ എന്താ പറയുക? ദിസ് ഈസ് കോൺസ്പിക്വസ്. കോൺസ്പിക്വസ് എന്ന് പറഞ്ഞാൽ എന്താടാ?
കോൺസ്പിക്വസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നത് എന്നാണ് അർത്ഥം. ഇൻകോൺസ്പിക്വസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തമായിട്ട് കാണാൻ കഴിയാത്തത് എന്ന് പറഞ്ഞാൽ വെയ്ഗായിട്ട് ഇങ്ങനെ മൂടിക്കിടക്കുന്ന പോലത്തെ ഒരു സാധനം. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റിയ സാധനമാണ്. ആൻഡ് ഇറ്റ് വിൽ ബി ഹാവിങ് വാട്ട് ഇൻ്റർ സെല്ലുലാർ സ്പേസുകൾ കാര്യമായിട്ടുണ്ടാവും. NCERT-ലുള്ള ഡയലോഗുകളാണ്. ഇതിന് ഞാൻ നിങ്ങൾക്ക് ഷോർട്ട് നോട്ടാക്കി തരാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ്. യു ക്യാൻ സീ ദാറ്റ് ഹിയർ. ഇവിടെ കണ്ടോ, ഇവിടെ കോളൻ കൈമ കാണാൻ പറ്റും. കോളൻ കൈമ കാണുന്ന ഈ സാധനം ദിസ് ഈസ് യുവർ ഹൈപ്പോഡെർമിസ് ആണ്. ദിസ് ഈസ് ഹൈപ്പോഡെർമിസ് കാണുന്നുണ്ടോ? അതിൻ്റെ തൊട്ട് താഴെ യു ക്യാൻ സീ ദ പാരന്റ് കൈമ കാണാൻ പറ്റും. ആൻഡ് പാരന്റ് കൈമയിൽ യു ക്യാൻ സീ ദ വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്ന ഇന്റർ സെല്ലുലാർ സ്പേസുകൾ അവിടെ കിടക്കുന്നുണ്ട്. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് നോൺ ആസ് വാട്ട് കോൺസ്പിക്വസ്, അങ്ങനെ വിളിക്കുന്നുണ്ടാവുക. ക്ലിയർ ആണോ? ഇനി അതിൻ്റെ താഴെയായിട്ടാണ് എന്തുണ്ടാവുക? എൻഡോഡെർമിസ് ഉണ്ടാവുക. ദ ഇന്നർമോസ്റ്റ് ലെയർ ഓഫ് ദ കോർട്ടെക്സ് ഈസ് കോൾഡ് വാട്ട്? എൻഡോഡെർമിസ്. യു സീ ദാറ്റ് തിങ്, ദ എപ്പിഡെർമിസ് കഴിഞ്ഞ് കോർട്ടെക്സിലെ ഇന്നർമോസ്റ്റ് ലെയർ, ദാറ്റ് ഈസ് നോൺ ആസ് വാട്ട്? എൻഡോഡെർമിസ്. ദിസ് ഈസ് നോൺ ആസ് വാട്ട്? എൻഡോഡെർമിസ്. എല്ലായിടത്തും ഉണ്ടല്ലോ, നമ്മൾ പഠിച്ചല്ലോ എൻഡോഡെർമിസ്. സോ എപ്പിഡെർമിസ്, കോർട്ടെക്സിനകത്ത് നമ്മൾ ഹൈപ്പോഡെർമിസ് എന്ന് വിളിക്കും, കോർട്ടെക്സ് എന്ന് വിളിക്കും, ആൻഡ് എൻഡോഡെർമിസ് എന്ന് വിളിക്കും, ഇന്നർമോസ്റ്റ് ലെയർ. സോ എൻഡോഡെർമിസിൽ എന്താ ഉള്ളതെന്ന് അറിയോ? ദ സെൽസ് ഓഫ് ദ എൻഡോഡെർമിസ് ആർ റിച്ച് ഇൻ സ്റ്റാർച്ച് ഗ്രൈൻസ് ആൻഡ് ദ ലെയർ ഈസ് ഓൾസോ കോൾഡ് ദ സ്റ്റാർച്ച് ഷീത്ത്. നോക്കിക്കോ, എൻഡോഡെർമിസിനകത്ത് എന്താ ഉള്ളത്? എൻഡോഡെർമിസ് ഈസ് റിച്ച് ഇൻ വാട്ട്? സ്റ്റാർച്ച് ഉണ്ട്. സ്റ്റാർച്ച് കൂട്ടി വെച്ച സാധനമാണ്, സ്റ്റാർച്ച് ഗ്രൈൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതിനെ വിളിക്കുന്ന പേരാണ് സ്റ്റാർച്ച് ഷീത്ത് എന്ന് വിളിക്കും. ദിസ് ഈസ് നോൺ ആസ് വാട്ട്? സ്റ്റാർച്ച് ഷീത്ത്. ദിസ് ഈസ് നോൺ ആസ് സ്റ്റാർച്ച് ഷീത്ത് എന്ന് വിളിക്കും. ക്ലിയർ ആണോ നോക്കിയാൽ മക്കളെ? സോ എപ്പിഡെർമിസിൽ ട്രൈക്കോമുകളുണ്ട്, മൾട്ടി സെല്ലുലാർ ആണ്, ചെറിയ സ്റ്റൊമാറ്റ ഉണ്ട്. കോർട്ടെക്സിലേക്ക് വരുമ്പോൾ ദ ഫസ്റ്റ് ദർ ഈസ് ഹൈപ്പോഡെർമിസ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് വാട്ട്? കോളൻ കൈമ. പവർഫുൾ ആയിട്ടുള്ള സെൽസ് ആണ് കോളൻ കൈമ സെൽസ്. മനസ്സിലാവുന്നുണ്ടോ? തൊട്ട് താഴെ കോർട്ടെക്സ് ആണ്, പാരന്റ് കൈമ സെൽസ്, കോൺസ്പിക്വസ് വിത്ത് സാധനങ്ങൾ വാക്ക് ഓർത്തിരിക്കുക. ആൻഡ് അതിൻ്റെ താഴെ എൻഡോഡെർമിസ്, ഇറ്റ് വിൽ ബി ഹാവിങ് എ സ്റ്റാർച്ച് ഷീത്ത്. ക്ലിയർ മക്കളെ? റെഡി ആണോ? മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആണോ? ആരോ ചോദിക്കുന്നുണ്ട് ഡോപ്പ ടെസ്റ്റ് സീരീസ് നടത്തുന്നുണ്ടോ, എപ്പോഴാണെന്നുള്ളതും. എല്ലാ തേർഡ് ഡേയിലും ഉണ്ട്. നെക്സ്റ്റ് എക്സാം ട്യൂസ്ഡേ ആണ്, ഇലക്ട്രോ കെമിസ്ട്രി ആണ് ചാപ്റ്റർ. നെക്സ്റ്റ് ഡേയിൽ വി വിൽ ബി ഹാവിങ് നമ്മുടെ ഇലക്ട്രോ കെമിസ്ട്രിയുടെ എക്സാം ഉണ്ടാവും. ഫ്രീ ഓഫ് കോഴ്സ് ഫോർ എവറിബഡി. ഡൗൺലോഡ് ഡോപ്പ ആപ്പ്, അറ്റൻഡ് ദ എക്സാം ആൻഡ് അറ്റൻഡ് ദ ഡിസ്കഷൻ. ഇത് മാത്രം വെച്ചിട്ട് ഐ വിൽ ബി ടെല്ലിംഗ് മക്കളെ, ഇത് മാത്രം വെച്ചിട്ട് ഇതുവരെ അറിയില്ലാത്ത ആൾക്കാർ, ഇതുവരെ പഠിച്ചു തുടങ്ങാത്ത ആൾക്കാർ പഠിച്ചു തുടങ്ങിക്കോ. ഡെഫിനറ്റ്ലി യു ക്യാൻ ക്രാക്ക് നീറ്റ്. ഉറപ്പാണ്, അത് ഞാൻ ഗ്യാരണ്ടി തരാം. നിങ്ങൾക്ക് ക്രാക്ക് ചെയ്ത് തരാനുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. ബിക്കോസ് ഇതിനകത്ത് ഒരൊറ്റ വരി പോലും വിടാതെയാണ് നമ്മൾ പഠിപ്പിച്ചു പോകുന്നത്. സോ ദിസ് ഈസ് മോർ ദാൻ എനഫ്. ഈ സാധനം മാത്രം വെച്ച് പഠിച്ചു പോയിക്കോ. ദിസ് വിൽ ബി ഗുഡ്. ഉറപ്പാണല്ലോ അല്ലേ? ഇനി അതിൻ്റെ ഉള്ളിലുണ്ടാവുന്ന സാധനം, എൻഡോഡെർമിസിൻ്റെ ഉള്ളിലുണ്ടാവുന്ന സാധനത്തിൻ്റെ പേര് പെരിസൈക്കിൾ തന്നെയാണ്. സെയിം വേ അപ്പുറത്തുണ്ടായിരുന്ന അതേ വാക്കാണ് പെരിസൈക്കിൾ തന്നെയാണ് വിളിക്കുന്നുണ്ടാവുക. പെരിസൈക്കിൾ ഈസ് പ്രസന്റ് ഓൺ ദ ഇന്നർ സൈഡ് ഓഫ് ദ എൻഡോഡെർമിസ് ആൻഡ് എബവ് ദ ഫ്ലോയം ഇൻ ദ ഫോം ഓഫ് സെമി ലൂണാർ പാച്ചസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ കോർട്ടെക്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ലെയർ, എൻഡോഡെർമിസ് കഴിഞ്ഞാൽ അടുത്ത ലെയർ വരുന്ന സാധനത്തിൻ്റെ പേര് പെരിസൈക്കിൾ എന്നാണ് വിളിക്കുക. പെരിസൈക്കിൾ എങ്ങനെ ഉണ്ടാവാന്ന് വെച്ചാൽ സൈലത്തിൻ്റെ ഫ്ലോയിലാണ്. ഇതിൻ്റെ മുകളിൽ ഉണ്ടാകുന്ന സെമി ലൂണാർ പാച്ചസ് ആയിട്ടുണ്ടാവുക. സെമി ലൂണാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ചന്ദ്രക്കല പോലെ സെമി ലൂണാർ പാച്ചസ് ആയിട്ടുണ്ടാവുക. സോ ബിക്കോസ് ഇവിടെ സ്റ്റെം ആവുന്ന സമയത്ത് യു ഹാവ് ടു നോ ദാറ്റ് തിങ്. സ്റ്റെമ്മിൽ എങ്ങനെ ഉണ്ടാവുക? ഈ ബണ്ടിൽസ് വിൽ ബി ഇൻ ദ കൺജോയിൻ ഫാഷൻ. പുറത്ത് എന്താ ഉണ്ടാവും? പുറത്ത് ദർ വിൽ ബി നമ്മുടെ ഫ്ലോയ ഉണ്ടാവും. ഉള്ളിൽ എന്താ ഉണ്ടാവുക? ഉള്ളിൽ ദർ വിൽ ബി വാട്ട്? ഇവിടെ സൈൽ ഉണ്ടാവും. ഇങ്ങനെയല്ലേ ഉണ്ടാവുക? ഇതിൻ്റെ മുകളിലായിട്ട് സെമി ലൂണാർ ആയിട്ട്, അതായത് ഇങ്ങനെ ചന്ദ്രക്കല പോലത്തെ ഒരു പാച്ച് ആയിട്ടാണ് ആരുണ്ടാവുക? യുവർ പെരിസൈക്കിൾ വിൽ ബി ദർ. പെരിസൈക്കിൾ ഈസ് ഇൻ ദ ഫോം ഓഫ്, ബിക്കോസ് എന്തിനത് പഠിപ്പിച്ചു തരണമെന്ന് അറിയോ? ഇതിങ്ങനെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ മോണോകോട്ട് പഠിക്കാൻ ദർ ഈസ് നോ പാട്, ഒരു പാടില്ല. ഡയറക്ട്ലി കമ്പയർ ചെയ്താൽ നിങ്ങൾക്ക് പറ്റും. അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. ദ പെരിസൈക്കിൾ ഈസ് ഇൻ ദ ഫോം ഓഫ് വാട്ട്? സെമി ലൂണാർ പാച്ചസ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. സെമി ലൂണാർ പാച്ചസ്. നോക്കിക്കോ, പാച്ചസ് ആയിട്ടായിരിക്കും ഈ സാധനങ്ങൾ കിടക്കുന്നുണ്ടാവുക. സോ ദാറ്റ് ഈസ് ഇറ്റ്. ആൻഡ് ഫൈനൽ താരം നോക്കിക്കോട്ടോ, in the form of semilunar patches of sclerenchyma. Again there is sclerenchyma. Okay ആണല്ലോ അല്ലേ? So this is also made up of what? sclerenchyma വെച്ചിട്ടായിരിക്കും ഉണ്ടാവുക. sclerenchyma ഇത് നിങ്ങൾ ഷോർട്ട് നോട്ടാണ്, ഇത് എഴുതിയെടുത്ത് പഠിച്ചാൽ മതി മക്കളെ. വേറെ ഒരു സാധനം നോക്കേണ്ട ആവശ്യമില്ല, വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ. വിച്ച് കൺസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡുലറി റേസ്. ഓക്കെ, ഇവിടെ നോക്കട്ടോ. ഇനി വാസ്കുലർ ബണ്ടിൽസ് ആർ അറേഞ്ച് ഇൻ ദ ഫോം ഓഫ് എ റിംഗ്. The ring arrangement of vascular bundle is a characteristic of dicot stem. Each vascular bundle is conjoined, open with endark protoxylem. ഞാൻ പറഞ്ഞുതരാം. The numbers of arranged. അപ്പോൾ നമ്മളിപ്പോൾ പഠിക്കുന്നത് എന്താണ്? ഇപ്പോൾ ഡൈക്കോട്ടിനെ പറ്റിയിട്ട് നമ്മൾ പഠിക്കുന്നത് അല്ലേ? ഇപ്പോൾ ഡൈക്കോട്ടിനെ ഒരു പടം വരയ്ക്കുകയാണെങ്കിൽ, സപ്പോസ് ഇഫ് ഐ വിൽ ഡ്രോ എ പടം, ദർ വിൽ ബി വാട്ട്? ദർ വിൽ ബി ആൻ എപ്പിഡെർമിസ് ഉണ്ടാവും. എപ്പിഡെർമിസിന് ട്രൈക്കോമകൾ ഉണ്ടാവും. അതിനിടയിൽ കോർട്ടെക്സ് ഉണ്ട്. 2-3 ഡിഫറെൻറ്റ് ലെയേഴ്സ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഏറ്റവും മേളിൽ ഹൈപ്പോഡെർമിസ് എന്ന് പറഞ്ഞ ലെയർ ഉണ്ടാവും. അതൊരു എന്താ പറയുക, കോളൻ കൈമയുടെ ഒരു സിംഗിൾ ലെയർ ഓഫ് സാധനമാണ്. അതിൻ്റെ അടിയിൽ എന്തുണ്ടാവും? അതിൻ്റെ അടിയിൽ നമ്മുടെ സാധാരണ കോർട്ടെക്സ് ഉണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ മക്കളെ? ക്ലിയർ ആണോ? അതിൻ്റെ അടിയിൽ സാധാരണ ഒരു കോർട്ടെക്സ് ഉണ്ടാവും. ഈ കോർട്ടെക്സിൻ്റെ ഉള്ളിൽ ആരുണ്ടാവും? ദർ വിൽ ബി ആൻ എൻഡോഡെർമിസ് ഉണ്ടാവും. ക്ലിയർ ആണോ? മനസ്സിലാവുന്നുണ്ടോ? ഇത് എൻഡോഡെർമിസ് ഉണ്ടാവും. ഈ എൻഡോഡെർമിസിൻ്റെ ഉള്ളിലാണ് ദർ വിൽ ബി വാട്ട്? ദർ വിൽ ബി യുവർ ഈ പറയുന്ന വാസ്കുലർ ബണ്ടിൽസ് ഉണ്ടാവുക. വാസ്കുലർ ബണ്ടിൽസ് വിൽ ബി ഇങ്ങനെ കൺജോയിൻഡ് ആൻഡ് ഓപ്പൺ ആയിട്ടായിരിക്കും ഉണ്ടാവുക. അതായത് ഇതിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവും? ക്യാമ്പി ഉണ്ടാവും. ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടാവുക. സോ ദർ വിൽ ബി ദിസ് ഈസ് ദ വാസ്കുലർ ബണ്ടിൽസ്. പുറത്ത് എന്താ ഉണ്ടാവുക? പുറത്ത് ഫ്ലോയം, ഉള്ളിൽ എന്താ ഉണ്ടാവുക? സൈലം. ഇവിടെ ഫ്ലോയ ഉണ്ടാവുക, ഇവിടെ സൈലം ഉണ്ടാവുക.
ആൻഡ് ഇവിടെ ഇങ്ങനെ വരുന്ന സമയത്ത് there will be the cambium, this is phloem, this is xylem, and this will be like ഇങ്ങനെ ഉണ്ടാവുക, this is xylem, ആൻഡ് ഇവിടെ എന്താണ്ടാവുക ഫ്ലോയം ഉണ്ടാവും. സോ ദിസ് വിൽ ബി അറേഞ്ച് ലൈക്ക് ദിസ്. ഇങ്ങനെയല്ലേ ഉണ്ടാവുക, ആണോ അല്ലയോ ആലോചിച്ച് നോക്കണേ. ഇനി ഇവിടെ നോക്കുന്ന സമയത്ത് യു ക്യാൻ സീ ദാറ്റ് തിങ്. ഇവിടുത്തെ നിങ്ങൾ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കുന്ന സാധനം എന്ന് വെച്ചാൽ ഇതിന് നടുവിൽ നല്ലൊരു ഏരിയ ഇവിടെ ഫ്രീ ആണ്, കുറേ ഏരിയ നല്ല ഡെവലപ്ഡ് ആയിട്ട് വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സാധനം ഇവിടെ ഉണ്ട്. സോ ദിസ് ഈസ് നത്തിങ് ബട്ട് യുവർ പിത്ത്. ഇതിനെയാണ് നമ്മൾ പിത്ത് എന്ന് വിളിക്കുക. അതായത് നമ്മുടെ ഈ പറയുന്ന ഡൈക്കോട്ട് സ്റ്റെമ്മിനകത്ത് നോക്കുന്ന സമയത്ത് വാട്ട് വിൽ യു ഫീൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൈക്കോട്ട് സ്റ്റെമ്മിനകത്ത് ഈ പിത്ത് ഈസ് വെൽ ഡെവലപ്ഡ്, ഭയങ്കര വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള വലിയൊരു പിത്ത് ഏരിയ നമുക്ക് നടുവിൽ കാണാൻ പറ്റുന്നുണ്ടാവും. സോ ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് തിങ്. ഇതിൻ്റെ മുകളിലായിട്ട് ഈ പെരി സൈക്കിൾ എന്ന് പറഞ്ഞ സാധനം ചെറിയ ചെറിയ ചന്ദ്രക്കലകൾ പോലെ പെരി സൈക്കിൾ ഇങ്ങനെ നടക്കുന്നുണ്ടാവും. ആൻഡ് ദിസ് ചന്ദ്രക്കല, ദിസ് പെരി സൈക്കിളിൻ്റെ ഈ ചന്ദ്രക്കലകൾ ഫോം ചെയ്തിരിക്കുന്നത് എന്ത് വെച്ചിട്ടാണെന്ന് അറിയാം മക്കളെ? ദിസ് ഈസ് മേഡപ്പ് ഓഫ് വാട്ട്? കോളൻ കൈമ. ദിസ് ഈസ് മേഡപ്പ് ഓഫ് വാട്ട്? കോളൻ കൈമയുടെ എന്താ ഉണ്ടാവുക? കോളൻ കൈമ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ടിഷ്യൂ. ഈ കോളൻ കൈമയുടെ ഒരു എന്താ പറയുക, ഒരു ചന്ദ്രക്കല ഉണ്ടാവും, അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. സോ ആരൊക്കെയാണ് കോളൻ കൈമ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്? കോളൻ കൈമ വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ളത് നമ്മുടെ ഹൈപ്പോഡെർമിസ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്ത് വെച്ചിട്ടാണ്? കോളൻ കൈമ വെച്ചിട്ടാണ്. അതുപോലെ തന്നെ ഈ പറയുന്ന ആൾ ഇതാരാണിത്? ദിസ് ഈസ് യുവർ പെരി സൈക്കിൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ത് വെച്ചിട്ടാണ്? കോളൻ കൈമ വെച്ചിട്ടുള്ളതാണ്. ഇത് ഓർത്തിരിക്കുക കേട്ടോ. സോ ഇങ്ങനെയായിരിക്കും സാധനം ഉണ്ടാവുക. ഇനി നമുക്ക് കാണാൻ പറ്റും ഈ പിത്ത് എന്ന് പറഞ്ഞ സാധനം. സപ്പോസ് യു ക്യാൻ സീ ഇവിടെ പിത്ത് എന്ന് പറഞ്ഞ സാധനം. ഐ വിൽ മാർക്ക് ബ്ലൂ, പിത്തിനെ ബ്ലൂ വെച്ചിട്ട് മാർക്ക് ചെയ്യാം. അപ്പോൾ നടുവിലുള്ള ഈ സാധനമാണ് പിത്ത്. ഈ പിത്തിൻ്റെ ചില ഏരിയാസ് യു ക്യാൻ സീ ദാറ്റ് തിങ് ഈ വാസ്കുലർ ബണ്ടിലിൻ്റെ നടുവിലേക്ക് ഇങ്ങനെ കയറി നിൽക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടോ? ക്യാൻ യു സീ ദാറ്റ് തിങ്? അപ്പോൾ ഈ മെഡുല്ലയുടെ ചില പോർഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്? ഈ വാസ്കുലർ ബണ്ടിൽസിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറി നിൽക്കുന്നുണ്ട്. ഈ കയറി നിൽക്കുന്ന ഈ സാധനത്തിനെ വിളിക്കുന്ന പേരാണ് ദിസ് ഈസ് നോൺ ആസ് വാട്ട്? മെഡുല്ലറി റേസ് എന്നാണ് വിളിക്കുക. ദിസ് ഈസ് നോൺ ആസ് വാട്ട്? മെഡുല്ലറി റേസ്. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദിസ് തിങ്, വെരി ഇമ്പോർട്ടൻറ്റ് കേട്ടോ മക്കളെ. ദിസ് ഈസ് നോൺ ആസ് വാട്ട്? മെഡുല്ലറി റേസ്. മനസ്സിലാവുന്നുണ്ടോ? മെഡുല്ലറി റേസ് എന്നാണ് വിളിക്കുക. ദിസ് ഈസ് ഭയങ്കര സിമ്പിളായിട്ട് ഡയറക്റ്റ്ലി മനസ്സിലാക്കി എടുക്കേണ്ട കാര്യമാണ്. സോ ദിസ് ഈസ് വാട്ട് ഈസ് ദെയർ, ദാറ്റ് ഈസ് നോൺ ആസ് വാട്ട്? മെഡുല്ലറി റേസ്. ഓക്കെ ആണോ? വേറെ കൺഫ്യൂഷൻസോ വേറെ സാധനങ്ങളോ ഒന്നും പാടില്ല. ദിസ് ഈസ് നോൺ ആസ് വാട്ട്? മെഡുല്ലറി റേസ്. ക്ലിയർ ആണോ? സോ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. ഇതിനെ വിളിക്കുന്ന പേരാണ് മെഡുല്ലറി റേസ് എന്ന് വിളിക്കുന്നുണ്ടാവും. സോ ഇതാണ് നമുക്കിവിടെ പഠിക്കാനുള്ള കാര്യങ്ങൾ. ആൻഡ് ഇതിനെ വിളിക്കുന്ന പേരാണ് ലൈക്ക് യു ക്യാൻ സീ ദാറ്റ് തിങ് പാരൻകൈമാറ്റസ് സെൽസ് ലാർജ് ഇൻട്രാസെല്ലുലർ വിച്ച് ഒക്യുപൈ ദ സെൻട്രൽ പോർഷൻ ഓഫ് കൺസ്റ്റിറ്റ്യൂട്ട് ദ പിത്ത്. അവിടെ വരെയുള്ള സാധനങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ആ ടേബിൾ നോക്കാം. ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ടേബിളിനെ പറ്റിയിട്ട് നോക്കാം. സോ ഇതിൻ്റെ ഏറ്റവും വലിയ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈക്കോട്ട് സ്റ്റെമ്മിൻ്റെ ഫീച്ചേഴ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം പിത്താണ്. പിത്തിൻ്റെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു, ലാർജ് നമ്പറാണ്, റൗണ്ടഡ് ആണ്. പാരൻകൈമാറ്റസ് സെൽസ് വിത്ത് ലാർജ് ഇൻട്രാസെല്ലുലർ സ്പേസുള്ള പിത്തായിരിക്കും അവിടെ വെച്ചിട്ടുണ്ടാവുക. ആൻഡ് ഇവിടെ മോണോകോട്ടിലും സെയിം സാധനമായിരിക്കും വരുന്നുണ്ടാവുക. സെക്കൻഡറി ഗ്രോത്ത് എന്ന് പറഞ്ഞ സാധനം ഇവിടെ എന്തുണ്ടാവില്ല? നമുക്കറിയാൻ പറ്റും ഡൈക്കോട്ട് സ്റ്റെമ്മിന് സെക്കൻഡറി ഗ്രോത്ത് ഉണ്ടാവും, മോണോകോട്ടിന് എന്തായാലും സെക്കൻഡറി ഗ്രോത്ത് ഉണ്ടാവില്ല. ബണ്ടിൽ ഷീത്ത്. സോ ബണ്ടിൽ ഷീത്തിലേക്കും ബാക്കി സാധനങ്ങളിലേക്കും നമുക്ക് എത്താം അല്ലേ? ഓക്കെ, സോറി നമ്മൾ തുടങ്ങേണ്ടത് ഇവിടെ നിന്നല്ലായിരുന്നു അല്ലേ? തൊട്ട് മേലത്തെ പേജിൽ നിന്നായിരുന്നു തുടങ്ങേണ്ടത്. സോ ഇവിടെ നോക്ക്, ഡൈക്കോട്ട് സ്റ്റെമ്മിൻ്റെ മോണോകോട്ട് സ്റ്റെമ്മിൻ്റെയും ഡീറ്റെയിൽസിലേക്ക് നമ്മൾ പോവുക. സോ ഫസ്റ്റ് എപ്പിഡെർമിസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഏറ്റവും കൂടുതൽ ഔട്ടർ മോസ്റ്റ് പ്രൊട്ടക്റ്റീവ് ലെയർ ആണ്, കവേർഡ് വിത്ത് തിൻ ലെയർ ഓഫ് ക്യൂട്ടികളാണ്, മേ ബിയർ ട്രൈക്കോം ആൻഡ് ഫ്യൂസ് ടൊമാറ്റ. മോണോകോട്ടിൽ സിമിലർ ടു ദ ഡൈക്കോട്ട് സ്റ്റെം ബട്ട് ഹാസ് സ്ക്ലീറൻ കൈമാറ്റസ് ഹൈപ്പോഡെർമിസ്. കുറച്ചും കൂടി കട്ടിയുള്ള സാധനമായിരിക്കും. സ്ക്ലീറൻ കൈമാറ്റസ് ഹൈപ്പോഡെർമിസ് ആയിരിക്കും ഇവർക്ക് ഉണ്ടാവുക. കോർട്ടെക്സിൽ വരുമ്പോൾ 3 സബ്സോൺസ് ഉണ്ട്, ഔട്ടർ ഹൈപ്പോഡെർമിസ്, കോർട്ടിക്കൽ ലെയേഴ്സ് ആൻഡ് ഇന്നർമോസ്റ്റ് എൻഡോഡെർമിസ്. ഇവിടെ പ്രത്യേകിച്ച് എന്തുണ്ടാവില്ല എന്ന് വെച്ചാൽ അവിടെ 3 ലെയറായിട്ടൊന്നും തിരിച്ചിട്ടൊന്നുമില്ല. ഇറ്റ് ഹാസ് എ ലാർജ് കോൺസ്പിക്വസ് പാരൻകൈമാറ്റസ് ഗ്രൗണ്ട് ടിഷ്യൂ. അങ്ങനെ മാത്രമേ ഉണ്ടാവുള്ളൂ. സോ ഐ വിൽ ഷോ യു ദ ഡയഗ്രാംസ്. ഓക്കെ, സോ ഇവിടെ നോക്കിക്കോട്ടോ. സോ നമ്മൾ ഡൈക്കോട്ടിൻ്റെ സ്റ്റെമ്മ് പഠിച്ചു, ഡൈക്കോട്ട് സ്റ്റെമ്മിൻ്റെ കാര്യങ്ങൾ പഠിച്ചു. വിൽ ബി ഷോയിങ് ദാറ്റ് തിങ്. സോ ദിസ് ഇസ് ദ ഡൈക്കോട്ട് സ്റ്റെം. യു ക്യാൻ സീ ഇവിടെ നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡൈക്കോട്ട് സ്റ്റെമ്മിൻ്റെ പടം കാണാൻ പറ്റും. ഇത് പഠിച്ചെടുത്തതിന് ശേഷം തന്നെ നമുക്ക് മുന്നോട്ട് പോകട്ടോ. സോ ഇവിടെ നോക്കുക, ഏറ്റവും പുറത്ത് എന്താ ഉണ്ടാവുക? എപ്പിഡെർമൽ ഹെയർസ് കാണുന്നുണ്ടോ? ദിസ് ഈസ് എപ്പിഡെർമിസ് ആൻഡ് ദിസ് ഈസ് എപ്പിഡെർമൽ ഹെയർസ്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും? ദർ ഈസ് വാട്ട് ഈസ് ഹൈപ്പോഡെർമിസ് കാണാൻ പറ്റും. അതിൻ്റെ ഉള്ളിലായിട്ട് യു ക്യാൻ സീ ദ പാരൻകൈമ കാണാൻ പറ്റും. അതിൻ്റെ ഉള്ളിലായിട്ട് നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും? എൻഡോഡെർമിസ് കാണാൻ പറ്റും. കാണാനുണ്ടല്ലോ അല്ലേ? അതിൻ്റെ ഉള്ളിൽ പെരി സൈക്കിൾ കാണാൻ പറ്റും. യു ക്യാൻ സീ ദ പെരി സൈക്കിൾ ഹിയർ. ചെറിയ ചന്ദ്രക്കലകൾ പോലെ യു ക്യാൻ സീ ദ സാധനങ്ങൾ കാണാൻ പറ്റും. ആൻഡ് യു ക്യാൻ സീ ദ വാസ്കുലർ ബണ്ടിൽ. സോ ഹിയർ ഈസ് ദ വാസ്കുലർ ബണ്ടിൽ. ക്യാൻ യു സീ ദാറ്റ് തിങ്? ഇതാണ് നിങ്ങളുടെ വാസ്കുലർ ബണ്ടിൽസ് ആയിട്ട് കിടക്കുന്നുണ്ടാവുക. ആൻഡ് യു ക്യാൻ സീ പിത്ത്, ഭയങ്കര ലാർജ് ആയിട്ടുള്ള പിത്ത് ഇവിടെ കാണാൻ പറ്റും. ആ പിത്തത്തിൻ്റെ നടുവിലേക്ക് ഇങ്ങനെ കയറി വരുന്ന ഈ ഏരിയസ് ഉണ്ട്, അതിനെ വിളിക്കുന്ന പേരാണെന്ത്? മെഡുലറി റേസ് എന്ന് വിളിക്കുന്നുണ്ടാവുക. സോ ഇതാണ് സാധനം. ആൻഡ് നിങ്ങൾ ജസ്റ്റ് ഈ പടം ഒന്ന് കണ്ടു നോക്കിയേ. സോ ദിസ് ഈസ് വാട്ട് ഈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ മോണോകോട്ട് സ്റ്റെമ്മിൻ്റെ പടമാണ് ഉണ്ടാവുക. മോണോകോട്ട് സ്റ്റെമ്മിൽ എന്താ ഉണ്ടാവുകയെന്ന് വെച്ചാൽ നമ്മൾ അവിടെ കണ്ട പോലെ അത്ര ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സോ സാധനങ്ങളോ സംഗതികളോ ഒന്നുമില്ല. അവിടെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള സാധനം ഉണ്ടാവുക. ദർ വിൽ ബി ഒരു എപ്പിഡെർമിസ് ഉണ്ട്, അത് കഴിഞ്ഞിട്ടൊരു ഹൈപ്പോഡെർമിസ് ഉണ്ട്. ഈ ഹൈപ്പോഡെർമിസ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ത് വെച്ചിട്ടാണെന്ന് അറിയോ? സ്ക്ലീറൻ കൈമ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കുറച്ചും കൂടി കട്ടിയുള്ള സാധനം. മറ്റൊരുത്ത് ഹൈപ്പോഡെർമിസ് കോളൻ കൈമ വെച്ചിട്ടായിരുന്നു. ഇവിടെ സ്ക്ലീറൻ കൈമ വെച്ചിട്ടുള്ളൊരു ഹൈപ്പോഡെർമിസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അവിടെ പിത്ത്, കോർട്ടെക്സ് അങ്ങനത്തെ ഡിവിഷനൊന്നുമില്ല. എല്ലാവരും ഒറ്റ പാരൻ കൈമ ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ എന്തുണ്ടെന്ന്
എന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ കുറേ വാസ്കുലർ ബണ്ടിൽസ് ഇങ്ങനെ ചിന്നി ചെതറി കിടക്കുക. മറ്റോടത്ത് കറക്റ്റ് സർക്കുലർലി റിംഗ് ഷേപ്പിൽ വാസ്കുലർ ബണ്ടിൽസിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവിടെ വാസ്കുലർ ബണ്ടിൽസിനെ എല്ലാം ഇങ്ങനെ ചിന്നി ചെതറി കിടക്കുക. സോ ഭയങ്കര സിമ്പിളാണ് ഇതിൻ്റെ പടം എന്ന് പറഞ്ഞാൽ നേരെ ഒരു എപ്പിഡെർമിസ് ഉണ്ട്, അതിൻ്റെ തൊട്ട് താഴെയായിട്ട് എന്തുണ്ട് സ്ക്ലീറൻ കൈമ കൊണ്ട് ഒരു ഹൈപ്പോഡെർമിസ് ഉണ്ട്, സ്ക്ലീറൻ കൈമ കൊണ്ട് ഒരു ഹൈപ്പോഡെർമിസ് ഉണ്ട്. പിന്നെ അതിൻ്റെ പാരൻ കൈമ എന്നൊക്കെ പറഞ്ഞാൽ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ എല്ലാ സാധനം കോമൺ ആണ്, ഒരൊറ്റ പാരൻ കൈമ, അതിൻ്റെ ഉള്ളിൽ ഫുള്ളായിട്ട് ഒരൊറ്റ കോമൺ പാരൻ കൈമ ഇങ്ങനെ കിടക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ എന്താ ഉണ്ടാവുകയെന്ന് വെച്ചാൽ ദർ വിൽ ബി ലോട്ട് ഓഫ് വാസ്കുലർ ബണ്ടിൽസ് ഇങ്ങനെ ചെതറി കിടക്കുന്നുണ്ട്. വാസ്കുലർ ബണ്ടിൽസ് എങ്ങനെ കിടക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ വിൽ ബി സീലിംഗ് ലൈക്ക് നമ്മൾ മറ്റേ റൊഷാക്ക് മൂവി കണ്ടിരുന്നോ? റൊഷാക്ക് മൂവിയിൽ മറ്റേ ആസിഫ് അലി ഒരു മാസ്ക് വെച്ചിട്ട് ഇങ്ങനെ വരില്ലേ, ഇവിടെ ഒരു കണ്ണും ഇവിടെ ഒരു കണ്ണും ഇവിടെ ഒരു വായും വെച്ചിട്ട് വരില്ലേ, അതേപോലെ തന്നെ വലിയ കണ്ടാൽ പേടിയാവണ പോലത്തെ ഒരു സാധനം, ഒരെണ്ണം ഇങ്ങനെയും ഒരെണ്ണം ഇങ്ങനെയും ഒരെണ്ണം ഇങ്ങനെയും. സോ ദിസ് വിൽ ബി ലൈക്ക് ദാറ്റ്. ദിസ് ഈസ് വൺ വാസ്കുലർ ബണ്ടിൽ. അപ്പോൾ ഈ വരച്ചെടുക്കുന്ന സാധനം എന്താണെന്ന് അറിയോ? റെഡിൽ വരച്ചത് ഇത് സൈലമാണ്, അതിൻ്റെ ചുറ്റും ഉണ്ടാകുന്ന സാധനം എന്താ വെച്ചാൽ ദർ വിൽ ബി ഫ്ലോയം. ഇത് കണ്ടാൽ തന്നെ പേടിയാവില്ലേ? സോ ഇങ്ങനത്തെ ഒരു വാസ്കുലർ ബണ്ടിലായിരിക്കും അതിൻ്റെ ഉള്ളിലുണ്ടാവുക. സോ ദിസ് ഈസ് വൺ വാസ്കുലർ ബണ്ടിൽ ഹിയർ. സോ ഒരു 3 സൈലം കാണാൻ പറ്റും, അതിൻ്റെ ചുറ്റും എന്ത് കാണാൻ പറ്റും? ഫ്ലോയം കാണാൻ പറ്റും. ഇനി അതിൻ്റെ അടുത്ത് തന്നെ വേറൊരു വാസ്കുലർ ബണ്ടിൽ ഇതേപോലെ തന്നെ 3 എണ്ണം. ആൻഡ് ഇതിന് ചുറ്റും എന്താ ഉണ്ടാവുക? ദർ വിൽ ബി ദ ഫ്ലോയം വിൽ ബി ദർ. ഇതിന് ചുറ്റും തന്നെയായിട്ട് വാട്ട് വിൽ ബി ദർ? ദ ഫ്ലോയം വിൽ ബി ദർ. ക്യാൻ യു സീ? മക്കളെ മനസ്സിലാവുന്നുണ്ടോ നോക്കി? എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കാര്യങ്ങൾ പറയണേ, എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് പറഞ്ഞു തരണം കേട്ടോ. സോ ദിസ് ഈസ് വാട്ട് ഈസ് ദെയർ. ആൻഡ് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് എന്താ ഉണ്ടാവുക എന്ന് വെച്ചാൽ വീണ്ടും ഇതേപോലെ തന്നെ ഉണ്ടാവും. സോ ദർ വിൽ ബി നമ്മുടെ വാസ്കുലർ ബണ്ടിൽസ് കാണാൻ പറ്റും. യു ക്യാൻ സീ ദ വാസ്കുലർ ബണ്ടിൽസ് ഹിയർ. കാണുന്നുണ്ടോ? അപ്പോൾ സൈലും ഫ്ലോയും ഏതാ ഇതിനകത്ത്? ഫ്ലോയോ ഏതാ? ബ്ലൂ കളറിലുള്ള സാധനം ഏതാണ്? ഫ്ലോയോ ആണ്. ഈ റെഡ് കളറിൽ ഞാൻ പറഞ്ഞ സാധനം ഏതാണ്? ദിസ് ഈസ് വാട്ട് ഈസ് സൈലമാണ്. സോ ഇത് ഇങ്ങനെയായിരിക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. ആൻഡ് യു ഹാവ് ടു നോ, ഇത് നടുവിലുണ്ടാകുമ്പോൾ ഇത് ഭയങ്കര വലുതായിരിക്കും, ചുറ്റും പുറത്തേക്ക് പോകുന്നതോറും അത് ഭയങ്കര ചെറുതായി വരും. അതായത് പുറത്തുണ്ടാകുന്ന ഒരു വാസ്കുലർ ബണ്ടിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര കുഞ്ഞനായിരിക്കും ഉണ്ടാവുക. ചെറിയ വാസ്കുലർ ബണ്ടിലായിരിക്കും പുറത്തുണ്ടാവുക. അത് വരച്ചപ്പോൾ വലുതായി പോയതാണേ. സോ ഇവിടെ കുഞ്ഞു വാസ്കുലർ ബണ്ടിലായിരിക്കും പുറത്തുണ്ടാവുക. അതുപോലെ ഏറ്റവും പുറത്ത് വരുന്നത് ഏറ്റവും കുഞ്ഞു വാസ്കുലർ ബണ്ടിൽസും നടുവിലേക്ക് വരുമ്പോഴത്തേക്കും ഏറ്റവും കട്ടിയുള്ള വാസ്കുലർ ബണ്ടിൽസും ആയിട്ട് വരും. ഇത്രയേ ഉള്ളൂ എന്ത് പറയുന്നുണ്ടാവുക നമ്മുടെ ഈ മോണോകോട്ട് സ്റ്റെം എന്ന് പറയുന്നത്. അപ്പോൾ മോണോകോട്ടിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഡീറ്റെയിൽ അറേഞ്ച് ചെയ്ത സാധനമൊന്നുമല്ല, അഡ്വാൻസ്ഡൊന്നുമല്ല, ബേസിക് ആയിട്ടുള്ള സാധനമാണ്. പക്ഷേ ഡൈക്കോട്ടിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഡൈക്കോട്ട് സ്ട്രക്ചർ ഈസ് ലൈക്ക് ഫുള്ളി ഓർഗനൈസ്ഡ്. മേലെ എപ്പിഡെർമിസ്, പിന്നെ ഹൈപ്പോഡെർമിസ്, പിന്നെ കോർട്ടെക്സ്, പിന്നെ എൻഡോഡെർമിസ്. നമുക്കറിയാൻ പറ്റില്ല സ്റ്റാർച്ച് ലെയർ ഉണ്ട്, സ്റ്റാർച്ച് ഷീത്ത് ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ പെരിസൈക്കിൾ ഉണ്ട്, അതിൻ്റെ അടിയിൽ കൺജോയിൻ്റ് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്, റിംഗ് ഷേപ്പ് അറേഞ്ച്മെൻ്റ് ആണ്, നടുവിൽ വലിയ പിത്തുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞ സാധനമായിരുന്നു. പക്ഷേ ഇവിടെ നോക്കിക്കേ, നിങ്ങൾക്ക് എല്ലാ സാധനങ്ങളും കൂടി ഇങ്ങനെ ബണ്ടിലായിട്ട് ഒരുമിച്ചിട്ട് ഇങ്ങനെ കിടക്കായിരിക്കും അവിടെ ചെയ്യുന്നുണ്ടാവുക. ജസ്റ്റ് റീഡ് ദാറ്റ് തിങ്. മോണോകോട്ട് സ്റ്റെമ്മിൻ്റെ കാര്യങ്ങൾ. ദ മോണോകോട്ട് സ്റ്റെം വാസ് എ സ്ക്ലീറൻ കൈമാറ്റസ് ഹൈപ്പോഡെർമിസ്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റോടത്ത് ഹൈപ്പോഡെർമിസ് കോളൻ കൈമാറ്റസ് ആയിരുന്നു, ഇവിടെ എന്താണ്? സ്ക്ലീറൻ കൈമാറ്റസ് ആണ്. ദ ലാർജ് നമ്പർ ഓഫ് സ്കാറ്റേർഡ് വാസ്കുലർ ബണ്ടിൽസ്. കുറേ വാസ്കുലർ ബണ്ടിൽസ് സ്കാറ്റർ ചെയ്ത് കിടക്കുന്നുണ്ടാവുക. അപ്പുറത്ത് എങ്ങനെയായിരുന്നു? വാസ്കുലർ ബണ്ടിൽസ് ആ റിംഗ് അറേഞ്ച്മെൻ്റ് ആയിരുന്നു, ചുറ്റും ഇങ്ങനെ അടിക്കടിക്ക് വെച്ച പോലെ ഉണ്ടായിരുന്നു. ഇറ്റ്സ് സറൗണ്ടഡ് ബൈ സ്ക്ലീറൻ കൈമാറ്റസ് ബണ്ടിൽ ഷീറ്റ്. ഇവർക്ക് വീണ്ടും ഓരോ ബണ്ടിലിന് ചുറ്റും, യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് തിങ്, ഓരോ ബണ്ടിലും നമ്മളിവിടെ ബണ്ടിൽ വരച്ചില്ലേ, ഈ ഓരോ ബണ്ടിലിന് ചുറ്റും എന്തുണ്ടെന്ന് അറിയോ? ഓരോ ബണ്ടിലിന് ചുറ്റും അവിടെ സ്ക്ലീറൻ കൈമേൻ്റെ ഒരു ബണ്ടിൽ ഷീറ്റ് ഉണ്ട്. ഇതിന് ചുറ്റും ഒരു സ്ക്ലീറൻ കൈമാറ്റസ് ബണ്ടിൽ ഷീറ്റ് ഉണ്ടാവും. ഇതിന് ചുറ്റും ഇത് കണ്ടാൽ തന്നെ പേടിയാവും അല്ലേ? എനിക്ക് പേടിയാവും. സോ ഇതാണ് സാധനം. സോ ഇങ്ങനെ സ്ക്ലീറൻ കൈമോണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബണ്ടിൽ ഷീറ്റ് ഓരോന്നിൻ്റെ ചുറ്റും ഉണ്ടാവും. സോ ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഇത് ഇങ്ങനെയാണ് എന്തുണ്ടാവുക നമ്മുടെ മോണോകോട്ട് സ്റ്റെമ്മിൻ്റെ സ്ട്രക്ചറിൽ സാധനങ്ങൾ വരുന്നുണ്ടാവുക. സ്ക്ലീറൻ കൈമാറ്റസ് ബണ്ടിൽ ഷീറ്റ് ഉണ്ട്. ആൻഡ് എ ലാർജ് കോൺസ്പിക്വസ് പാരൻ കൈമാറ്റസ് ഗ്രൗണ്ട് ടിഷ്യൂ. ഭയങ്കര കാണാൻ പറ്റുന്ന ഒരു പാരൻ കൈമാറ്റസ് ഗ്രൗണ്ട് ടിഷ്യൂ ഉണ്ട്. വാസ്കുലർ ബണ്ടിൽസ് ആർ കൺജോയിൻഡ് ആൻഡ് ക്ലോസ്ഡ് ആണ്. കൺജോയിൻഡ് ക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നോ ക്യാമ്പിയം. നമ്മൾ പറഞ്ഞില്ലേ സെക്കൻഡറി ഗ്രോത്തിൽ ആരാ ക്ലോസ്ഡ് ആയിട്ടുള്ളത്? ഗ്രോത്ത് ആണ് ക്ലോസ്ഡ് ആയിട്ടുള്ളത്. ഭയങ്കര സിമ്പിളായിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്തെടുക്കണം, അത്രയും മാത്രമേ ഉള്ളൂ. ആൻഡ് പെരിഫറൽ വാസ്കുലർ ബണ്ടിൽസ് ആർ ജനറലി സ്മോളർ ദാൻ ദ സെൻട്രലി ലൊക്കേറ്റഡ് വൺസ്. നമ്മൾ പറഞ്ഞു നടുവിലുള്ളതാണ് വലിയ കട്ട ഉണ്ടാവുക, പെരിഫറലുള്ളത് ചെറിയ സാധനങ്ങളായിരിക്കും ഉണ്ടാവുക. ദ ഫ്ലോയം പാരൻകൈമ ഈസ് ആബ്സെൻറ്റ്. വാട്ടർ കണ്ടെയ്നിങ് ക്യാവിറ്റീസ് ആർ പ്രസൻറ്റ് ഇൻ ദ വാസ്കുലർ ബണ്ടിൽസ്. ഇത്രയും സാധനം മാത്രം പഠിച്ചാൽ മതി. സോ ബേസിക്കലി ഇതിൻ്റെ ഈ ഡയഗ്രാം ഓർത്തിരിക്കുക. ഇപ്പുറ സൈഡിൽ ഭയങ്കര ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡയഗ്രാം ആയിരുന്നെങ്കിൽ മറ്റേതിൻ്റെ ഡയഗ്രാം വരുമ്പോഴത്തേക്കും എങ്ങനെയായിട്ട് ഭയങ്കര ഡിസോർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡയഗ്രാം ആയിട്ട് മാറുന്നുണ്ടാവും. സോ ഈ ഒരു പേജിൽ NCERT-യിലുള്ള ഈ ഒരു ഡയഗ്രാം മാത്രം ഓർത്തിരിക്കുക. ആൻഡ് വാട്ട് യു ഹാവ് ടു ഡു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ കമ്പയർ ചെയ്തിട്ടുള്ള ടേബിൾ മേക്ക് ചെയ്ത് വെക്കുക. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും എങ്ങനെയായിരിക്കും പറയുന്നത്. കോർട്ടെക്സിനകത്ത് ഇവിടെ 3 സബ്സോണൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ 3 സബ്സോൺസോ കാര്യങ്ങളൊന്നുമില്ല, ഒരു ലാർജ് കോൺസ്പിക്വസ് പാരൻകൈമാറ്റസ് ഗ്രൗണ്ട് ടിഷ്യൂ ഉണ്ടാവുക. വാസ്കുലർ ബണ്ടിൽസ് ഇവിടെ റിംഗ് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. ഇവിടെ എല്ലാം സ്കാറ്റേർഡ് ആയിട്ടായിരിക്കും ഉണ്ടാവുന്നുണ്ടാവുക. കൃത്യമായിട്ട് നോക്കി വെക്കണേ. അവിടെ കാണാൻ പറ്റും ഈച്ച് ബണ്ടിൽ ഈസ് കൺജോയിൻഡ് ആണ്, ക്ലോസ്ഡ് ആണ്. ആൻഡ് എൻഡാർക്ക് പ്രോട്ടോസൈലം. പ്രോട്ടോസൈലം എന്ന് പറഞ്ഞാൽ ആദ്യം ഉണ്ടാകുന്ന പ്രോട്ടോസൈലമാണ്, അത് ഏറ്റവും പുറത്തുണ്ടാവുകയാണ്, അതുകൊണ്ടാണ് അതിന് എൻഡാർക്ക് എന്ന് പറയുന്നുണ്ടാവുക. ഏറ്റവും അകത്തുണ്ടാവുകയാണ്, അതുകൊണ്ടാണ് അതിനെ എന്ത് വിളിക്കുന്നുണ്ടാവുക? ഇത് പറയുന്നുണ്ട്. അപ്പോൾ സൈലം ഉണ്ടാകുന്ന സമയത്ത് ഏറ്റവും
ഇത് ആദ്യം ഉണ്ടായ സൈലം, പിന്നെ ഇതുണ്ടായത്, പിന്നെ അങ്ങനെ പുറത്തേക്ക് ഉണ്ടായി വരുന്നുണ്ടാവുക. ആദ്യം ഉണ്ടായ സാധനത്തിന് പ്രോട്ടോസൈലം എന്ന് വിളിക്കുന്നത് ഏറ്റവും ഉള്ളിലുണ്ടാവുക. ദിസ് ഇസ് നോൺ ആസ് മെറ്റാസൈലം, ഇത് ഏറ്റവും പുറത്തുണ്ടാവുക. ഇനി സ്കാറ്റേർഡ് ആണ് ഇവിടെ. ഈച്ച് ബണ്ടിൽ ഈസ് കൺജോയിൻഡ് ആൻഡ് ക്ലോസ്ഡ് ആൻഡ് അതിനെന്തുണ്ടാവും, ഒരു ബണ്ടിൽ ഷീത്ത് ഉണ്ടാവും. ബണ്ടിൽ ഷീത്ത് ഉണ്ടാക്കിയിരിക്കുന്നത് സ്ക്ലീറൻ കൈമ കൊണ്ടാണ്. ഒരിക്കലും ഡൈക്കോട്ടിന് സ്ക്ലീറൻ കൈമയുടെ ബണ്ടിൽ ഷീത്ത് ഇല്ല എന്നുള്ളവർ ഓർത്തിരിക്കുക. അത് അപ്പുറത്തുണ്ട് അല്ലേ. ഇവിടെ പിത്ത് വരുമ്പം ഇവിടെ ലാർജ് ഉണ്ട്, ഭയങ്കര വലുതാണ്, റൗണ്ട് ചെയ്തിട്ടുള്ള സാധനമാണ്, പാരങ്കൈമാറ്റസ് ആണ്. ഇവിടെ ലാർജ് ആൻഡ് വെൽ ഡെവലപ്ഡ് ആണ്, പക്ഷേ അതിനുള്ളിൽ ഫുൾ സ്കാറ്റേർഡ് സാധനങ്ങളുണ്ട്. സെക്കൻഡറി ഗ്രോത്ത് ഇവിടെ ബണ്ടിൽ ഷീത്ത് എന്ന് പറയുന്ന സാധനം പ്രസന്റ് ഇൻ ദ ഫോം ഓഫ് സെമി ലൂണാർ പാച്ചസ് ഓഫ് സ്ക്ലീറൻ കൈമ അബോവ് ദ ഫ്ലോയം. ഇവിടെയോ ഈച്ച് വാസ്കുലർ ബണ്ടിൽ സറൗണ്ടഡ് ബൈ സ്ക്ലീറൻ കൈമാറ്റസ് ബണ്ടിൽ ഷീത്ത് ഉണ്ട്. ആൻഡ് ഫ്ലോയം പാരങ്കൈമ പ്രസന്റ് ആപ്ഷൻ ആൻഡ് വാട്ടർ കണ്ടെയ്നിങ് ക്യാവിറ്റി ഇവിടെ ആപ്ഷൻ്റ് ആണ്, ഇവിടെ പ്രസന്റ് ആണ്. ഈ സാധനം നോക്കി വയ്ക്കുക, ഈ സാധനം കവർ ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആണോ? കൺഫ്യൂഷൻസ് ഉണ്ടോ എന്നുള്ള കാര്യം ആലോചിച്ച് നോക്കണേ. എന്തെങ്കിലും ഡൗട്ടുകളോ എന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് ചോദിച്ചെടുക്കുക. വേറൊരു സാധനത്തിലേക്കോ വേറൊരു കാര്യത്തിലേക്കോ നോക്കണം കേട്ടോ. ആരാടാ ആകാശ് ക്രിഷ്? എന്തോ ഒരുമാതിരി സ്മൈൽ ഇട്ടിട്ട് പോയിട്ടുണ്ടല്ലോ. ഐ ഡോണ്ട് നോ, അവനെന്തോ ഒരു കോമഡി ഫീൽ ചെയ്തിട്ടുണ്ട് അതിനകത്ത്. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇറ്റ് ഈസ്. സോ ബേസിക്കലി സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഇതേ സാധനങ്ങളെ ഇതേപോലെ തന്നെ ഭയങ്കര സിമ്പിളായിട്ടുള്ള ടേബിൾസ് ആക്കി മാറ്റി വെക്കുക. ആൻഡ് ഇതിനിങ്ങനെ കണ്ട് മൈൻഡിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യരുത്, ഒരു എന്താ പറയുക, ബൈ ഹാർട്ട് ചെയ്യാനോ ഓരോ സാധനങ്ങൾ നോക്കാനോ നോക്കരുത്. യു ഹാവ് ടു, നിങ്ങൾക്കിത് വായിക്കുന്ന സമയത്ത് യു ക്യാൻ ഡ്രോ എ സിമ്പിൾ ഡയഗ്രാം വരയ്ക്കാൻ പറ്റും. ഭയങ്കര സിമ്പിളായിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള ഓരോ ലേയേഴ്സ് എന്തൊക്കെയാണെന്നാലും നിങ്ങൾക്ക് പേനയും കൊണ്ട് തന്നെ, മൾട്ടിപ്പിൾ കളറോ വേറെ സാധനങ്ങളൊന്നും വേണ്ട, പേനയും കൊണ്ട് തന്നെ വരച്ചെടുക്കുക. ഇങ്ങനെ വരച്ച് പഠിച്ചെടുക്കുക. ആൻഡ് യു ഹാവ് ടു മേക്ക് ദ ടേബിൾസ് ഓൾസോ. ഇങ്ങനെ ടേബിൾസ് ഉണ്ടാക്കി വെച്ചാൽ മതി, ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് കാര്യം. ആൻഡ് ഇതിൻ്റെ ഫൈനൽ പോയിന്റ്, ലാസ്റ്റ്, ഈ ചാപ്റ്ററിൻ്റെ ഏറ്റവും ലാസ്റ്റ് പോയിൻ്റാണ്. സെക്കൻഡറി ഗ്രോത്ത് നമ്മൾ പഠിക്കേണ്ട ആവശ്യമേ ഇല്ല. എൻ്റെ ഏറ്റവും ഫൈനൽ പോയിൻ്റാണ് ദേരീസ് നമ്മുടെ എന്ത് പഠിക്കാനുണ്ട്, നമ്മുടെ ലീഫിൻ്റെ സ്ട്രക്ചറും കൂടി. ആകെ ഒരൊറ്റ ചെറിയ പാരഗ്രാഫും കൂടി പഠിച്ചാൽ മതി, ലീഫിൻ്റെ സ്ട്രക്ചറും കൂടി. അപ്പോൾ ലീഫ് എന്ന് പറയുന്ന സമയത്ത് യു നോ ദാറ്റ് തിങ് ദർ ആർ 2 കൈൻഡ് ഓഫ് ലീഫ്. ഉറപ്പാണല്ലോ അല്ലേ. അപ്പോൾ അതിൻ്റെ ബേസിക്സ് കാര്യങ്ങൾ പറഞ്ഞുതരാം. ദർ വിൽ ബി വാട്ട്, ഡൈക്കോട്ട് ലീഫ് ഉണ്ട്. ഡൈക്കോട്ട് ലീഫ് ഉണ്ട്. ഏറ്റവും അഡ്വാൻസ്ഡ് ലീഫ് ഏതാ? ഡൈക്കോട്ട് ലീഫ് ഡെഫിനറ്റ്ലി. അത് കണ്ടാറുണ്ട് മോണോക്കോട്ട് ലീഫ് ഉണ്ട്. അപ്പോൾ നമ്മൾ ടേബിൾ ഉണ്ടാക്കുന്ന സമയത്ത് എല്ലാം എപ്പോഴും ഇങ്ങനെ തന്നെ ഉണ്ടാക്കിയെടുക്കുക. ദിസ് ഈസ് വാട്ട് ഈസ് ഡൈക്കോട്ട് ലീഫ് ആൻഡ് മോണോക്കോട്ട് ലീഫ്, ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവും അല്ലേ. സോ ഈ ഡൈക്കോട്ട് ലീഫിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഡൈക്കോട്ട് ലീഫിൻ്റെ ഇപ്പോൾ ഞാനൊരു ലീഫ് ഇങ്ങനെ വരയ്ക്കാമെന്ന് വിചാരിച്ചോ. സപ്പോസ് ഐ വിൽ ബി ഡ്രോയിങ് എ ലീഫ്. ഇങ്ങനെയല്ല ഉണ്ടാവുക, ഇത്ര വലിപ്പത്തിൽ ലീഫ് വരയ്ക്കേണ്ടത് അല്ലേ. നോക്ക്, സോ ഒരു ലീഫ് വരയ്ക്കുകയാണെങ്കിൽ ഡൈക്കോട്ട് ലീഫ് വിൽ ബി ലൈക്ക് ദിസ്. ഇങ്ങനെയായിരിക്കും ഡൈക്കോട്ട് ലീഫ് ഉണ്ടാവുക. ആൻഡ് ഡൈക്കോട്ട് ലീഫിൻ്റെ വെയിൻസ് ഒക്കെ നമുക്കറിയാം, ഇതിൻ്റെ നടുവിലൂടെ പോകുന്നതാണ് ഇതിൻ്റെ നടുവിലുള്ള ഏറ്റവും വലിയ വെയിൻ ഉണ്ടാവുക. ആൻഡ് ഇതിൻ്റെ ബാക്കി വെയിൻസ് ഒക്കെ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക, ഡിഫറൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ. അപ്പോൾ ഒരു സെൻട്രൽ റിബ്, ഇതിനെ എങ്ങനെ വിളിക്കുക അല്ലേ, ഇതിൻ്റെ നടുവിലൂടെ ഒരു മീനിൻ്റെ ഒക്കെ മുള്ളുള്ള പോലെ ഉണ്ടാവുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിനിങ്ങനെ ബ്രാഞ്ചിങ് ഒക്കെ ഉണ്ടാവും. നമ്മൾ പ്ലാവിൻ്റെ ഇലയും മാവിൻ്റെ ഇലയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. സോ അതുപോലത്തെ ഒരു സാധനം ഉണ്ടാവുക. ദിസ് ഈസ് നോൺ ആസ് വാട്ട്, വീനേഷൻ എന്നാണ് വിളിക്കുക. നമ്മൾ വീനേഷനെ പറ്റിയിട്ട് അവിടെ പഠിച്ചിട്ടുണ്ട്, മോർഫോളജി പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെയായിരിക്കും ഡൈക്കോട്ട് ലീഫ് ഉണ്ടാവുക. മോണോക്കോട്ട് ലീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പുല്ലിൻ്റെ ഒക്കെ ഇല പോലത്തെ സാധനങ്ങൾ എങ്ങനെ ഉണ്ടാവുക, പുല്ലിൻ്റെ ഇല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ലൈക്ക് ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുന്നുണ്ടാവുക. ആൻഡ് അതിനെങ്ങനെ ഉണ്ടാവുമെന്ന് വെച്ചാൽ ദർ വിൽ ബി നമ്മൾ പാരലലി അറേഞ്ച്മെൻറ്റ് ആയിരിക്കും അല്ലേ. ഈ വെയിൻസ് എല്ലാം ഒരേ സൈസിലായിരിക്കും ഉണ്ടാവുക. ആൻഡ് ദാറ്റ് വിൽ ബി പാരലലി അറേഞ്ച്. ദിസ് ഇസ് നോൺ ആസ് പാരലൽ വീനേഷൻ. നമ്മൾ പഠിച്ചിട്ടുള്ള സാധനമാണ് ബാമ്പൂവിൻ്റെ ലീഫും സാധനങ്ങളൊക്കെ. ഇവിടെ നമ്മൾ ഈ ഡൈക്കോട്ട് മോണോക്കോട്ട് ലീഫിന് പറയുകയാണെങ്കിൽ ഇതിനെന്ത് സർഫസ് ഉണ്ടെന്ന് വെച്ചാൽ ഇതിനൊരു എബോവ് സർഫസ് ഉണ്ട്. എബോവ് എന്നുള്ള ഒരു മേളിലേക്കുള്ള സർഫസ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിനൊരു ബിലോ സർഫസ് ഉണ്ട് അല്ലേ. സോ ഈ രണ്ട് സർഫസുകളും ഇവരുടെ ഡിഫറൻ്റ് ആണ്. ആരുടേത് ഡിഫറൻ്റ് ആണ്? ഡൈക്കോട്ട് ലീഫിന് മേളിലുള്ള സർഫസ്, ഒരു ലീഫ് ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ അതിന് മേളിലുള്ള സർഫസും ഡിഫറൻ്റ് ആണ്, താഴെയുള്ള സർഫസും ഡിഫറൻ്റ് ആണ്. ഇങ്ങനത്തെ ഒരു രണ്ട് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഇതിന് അതുകൊണ്ട് തന്നെ ഇതിന് രണ്ട് പേരുണ്ട്. എങ്ങനെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഹാവ് ടു നോ ദാറ്റ് തിങ്. ഈ പേര് പഠിക്കാൻ വേണ്ടിയിട്ടൊരു എളുപ്പ വഴിയുണ്ട്. എന്താ വഴിയെന്ന് വെച്ചാൽ ഇപ്പോൾ നോക്കിക്കോട്ടോ, ഇവിടെ എന്തുണ്ട്, ഒരു സ്റ്റെം ഇങ്ങനെ ഉണ്ടെന്ന് വിചാരിച്ചോ. സ്റ്റെം ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. ജസ്റ്റ് ഇമാജിൻ ലൈക്ക് ഇതാണ് ഇതിൻ്റെ എളുപ്പ വഴി കേട്ടോ. സോ ഈ സ്റ്റെമ്മിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? വാട്ട് വിൽ യു കോൾ ദി സ്റ്റെം? ഞാൻ ഇവിടെ നിങ്ങൾ വിളിക്കാൻ വേണ്ടി പോകുന്ന സാധനം എന്ന് വെച്ചാൽ ആക്സിസ് എന്നാണ് വിളിക്കുക. ദിസ് ഈസ് ദ ആക്സിസ് ആണല്ലോ അല്ലേ. നല്ല ഈ ചെടിയുടെ ആക്സിസ്, ഇതിലിങ്ങനെ മുന്നോട്ടല്ലേ ചെടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇതിനകത്ത് എന്തുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ വിൽ ബി ഒരു ലീഫ് ഉണ്ടെന്ന് വിചാരിച്ചോ. സോ ദർ ഈസ് എ ലീഫ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഈ ഒരു സർഫസ്, അതായത് ഇതിൻ്റെ മേളിലേക്കുള്ള സർഫസ്, ദിസ് സർഫസ് വിൽ ബി ഫേസിങ് ടുവേർഡ്സ് ദ ആക്സിസ്. ഈ സർഫസ് ആക്സിസിനെ ഫേസ് ചെയ്യുന്നതാണ്. ഇത് താഴേക്ക് ബിലോ ഫേസ് ചെയ്യുന്ന സാധനമാണ്. അപ്പോൾ ആക്സിസിനെ ഫേസ് ചെയ്യുന്ന സാധനത്തിനെ, അതായത് ആക്സിസിൻ്റെ അടുത്തേക്കുള്ള സർഫസിനെ വി വിൽ ബി കോളിങ്, അടുത്തേക്ക് എന്നുള്ള രൂപത്തിൽ, അഡ്ജസൻ്റ് എന്നുള്ള രൂപത്തിൽ AD എന്ന് വിളിക്കും, അഡ് എന്ന് വിളിക്കും. ആക്സിസിനെ ഫേസ് ചെയ്യുന്നതുകൊണ്ട് വിൽ ബി കോളിങ് ഇറ്റ് ആസ് അഡ് ആക്സിയൽ എന്ന് വിളിക്കും. ദിസ് ഈസ് അഡ് ആക്സിയൽ സർഫസ്. അതായത് ഇതിൻ്റെ മേളിലുള്ള ഈ മേളിൽ നമ്മളിവിടെ കാണുന്ന ഈ സർഫസിനെ വിളിക്കുന്ന പേരാണെന്ന് വിളിക്കുക, അഡ് ആക്സിയൽ. അഡ് ആക്സിയൽ എന്ന് പറഞ്ഞാൽ ആക്സിസിനെ ഫേസ് ചെയ്യുന്ന സാധനം, ആകാശത്തേക്ക് നോക്കുന്ന സാധനം. ഇനി ഇതുപോലെ തന്നെ നേരെ താഴേക്ക് ബിലോ ഫേസ് ചെയ്യുന്ന സാധനത്തിന് വിളിക്കുന്ന പേര് അബ് ആക്സിയൽ എന്ന് വിളിക്കുക. അബ് ആക്സിയൽ എന്ന് വിളിക്കുക. സോ അബ് ആക്സിയൽ എന്ന് പറയുമ്പോൾ ദിസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഫോർ വാട്ട്, ദിസ് ഈസ് യുവർ ബിലോ എന്ന് ആലോചിച്ചാൽ മതി. താഴേക്കുള്ള സാധനം എന്ന് ആലോചിച്ചാൽ ബി ഫോർ ബിലോ എന്നുള്ള കാര്യത്തിൽ ആലോചിച്ച് വെച്ചാൽ മതി. സോ ആക്ച്വലി നിങ്ങൾ മെഡിക്കൽ കോളേജിൽ എത്തുമ്പോൾ അഡക്ഷൻ, അബ്ഡക്ഷൻ
അഡ്സോർപ്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ എ ഡിയും എ ബിയും നമ്മൾ പഠിക്കും. ഇപ്പോൾ അഡ്സോർപ്ഷൻ അബ്സോർപ്ഷൻ നിങ്ങൾ പഠിച്ചില്ലേ, അതുപോലെ തന്നെ ഉള്ള വാക്കുകളാണ് അഡാക്സിയലും അബാക്സിയലും. അപ്പോൾ അഡാക്സിയൽ എന്ന് പറഞ്ഞാൽ ആക്സിസിൻ്റെ അടുത്തേക്ക് നിൽക്കുന്ന സാധനം. അപ്പോൾ ഒരു ലീഫ് വിൽ ബി ലൈക്ക് ഇങ്ങനെയായിരിക്കും നിൽക്കുന്നുണ്ടാവുക, ആക്സിസിൻ്റെ അടുത്തേക്ക് നിൽക്കും. ഇപ്പോൾ എൻ്റെ ആക്സിസും ഇത് രണ്ട് ലീഫാണെങ്കിൽ എങ്ങനെ ഉണ്ടാവുക, ഈ സാധനം ഇറ്റ് ഈസ് ടുവേർഡ്സ് മൈ ആക്സിസ്. സോ ദിസ് ഈസ് നോൺ ആസ് യുവർ അഡാക്സിയൽ സർഫസ്. അപ്പോൾ താഴേക്കുള്ള സാധനത്തിന് വിളിക്കുന്നവരാണ് അബാക്സിയൽ സർഫസ്. ഇപ്പോൾ ഒരു ലീഫിന് അങ്ങനെ ഉണ്ടാവുക. സോ ഇതിനങ്ങനെ രണ്ട് സർഫസുകളുണ്ട്. എബോവ് സർഫസ് ഈസ് അതർവൈസ് നോൺ ആസ് വാട്ട് വിൽ യു കോൾ എബോവ് സർഫസിനെ, ഇറ്റ് ഈസ് നോൺ ആസ് അഡാക്സിയൽ സർഫസ് എന്ന് വിളിക്കും. ബിലോ സർഫസിനെ വിളിക്കുന്ന പേര് അബാക്സിയൽ സർഫസ് എന്ന് വിളിക്കുക. ദിസ് ഇസ് അഡാക്സിയൽ ആൻഡ് അബാക്സിയൽ സർഫസ്. പക്ഷേ മോണോകോട്ട് ലീഫിന് അങ്ങനെയൊന്നുമില്ല. ഇത് മേളിലേക്കുള്ളതും താഴേക്കുള്ളതും സെയിം ആണ്. ഇതെങ്ങനെയാണ് ഉണ്ടാവുക, അതേപോലെ തന്നെ ആയിരിക്കും താഴെ ഉണ്ടാവുക, സെയിം സാധനമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇവിടെ പറയുന്ന വാക്ക് എന്താണെന്ന് വെച്ചാൽ ഇത് രണ്ടും സെയിം ആയതുകൊണ്ട് നമ്മൾ മോണോകോട്ട് ലീഫിനെ വിളിക്കുന്ന പേരെന്താണെന്ന് വെച്ചാൽ വി വിൽ ബി കോളിംഗ് മോണോകോട്ട് ലീഫ് എന്ന് പറഞ്ഞാൽ ഐസോ എന്ന് പറഞ്ഞാൽ സെയിം അല്ലേ, ഐസോ. ബൈലാറ്ററൽ എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡും ഉള്ള ലീഫ്, ഇതാണ് ഇതിനെ വിളിക്കുന്ന പേര്, ഐസോ ബൈലാറ്ററൽ ലീഫ്. കേട്ടോ, പേര് ഭയങ്കര എളുപ്പമാണ്, ഐസോ ബൈലാറ്ററൽ ലീഫ്. മേൽഭാഗവും താഴ്ഭാഗവും ഒരുപോലെയുള്ള ലീഫ്. അതേതാ മേൽഭാഗവും താഴ്ഭാഗവും ഒരേപോലെയുള്ള ലീഫ്, മോണോകോട്ട് ലീഫാണ്. ഇനി മേൽഭാഗവും താഴ്ഭാഗവും ഡിഫറെൻ്റ് ആയിട്ടുള്ള ലീഫാണ്, അതുകൊണ്ട് നമ്മൾ ഇതിനെ വിളിക്കുന്ന പേര് ഡോർസി വെൻട്രൽ ലീഫ് എന്ന് വിളിക്കുക. ദിസ് ഇസ് നോൺ ആസ് ഡോർസി വെൻട്രൽ ലീഫ്. കാരണം ഇതിൻ്റെ ഡോർസൽ സൈഡ് ഡിഫറെൻ്റ് ആണ്, വെൻട്രൽ സൈഡ് ഡിഫറെൻ്റ് ആണ്. ദിസ് ഇസ് നോൺ ആസ് വാട്ട്, ഡോർസി വെൻട്രൽ ലീഫ്. ദിസ് ഈസ് വാട്ട് ഈസ് ഡൈക്കോട്ട് ലീഫ്. ഡൈക്കോട്ട് ലീഫിനെ വിളിക്കുന്ന പേരാണ് ഡോർസി വെൻട്രൽ ലീഫ്. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആണോ നോക്കിയാൽ മക്കളെ? കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ, വേറെ പ്രശ്നങ്ങളോ സാധനങ്ങളോ ഒന്നും നോക്കരുത്. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക വാട്ട് ഈസ് ഇറ്റ് എന്നുള്ള കാര്യം. അപ്പോൾ നമ്മുടെ ഈ പറയുന്ന വാക്കിൽ നിന്ന് തന്നെ മനസ്സിലാവും ഡൈക്കോട്ട് ലീഫിൻ്റെ അപ്പർ സർഫസും ലോവർ സർഫസും ഡിഫറെൻ്റ് ആണ്. മോണോകോട്ട് ലീഫിൻ്റെ അപ്പറും ലോവറും ഒക്കെ ഒരേപോലെ തന്നെ സാധനമായിരിക്കും ഉണ്ടാവുക. സോ ലെറ്റ് us see the പടത്തിൽ നോക്കാം. സോ ഇതിൻ്റെ ഏറ്റവും മേളിലായിട്ട് ഉണ്ടാകുന്ന സാധനം എന്താണെന്ന് വെച്ചാൽ ദർ വിൽ ബി നമ്മുടെ ക്യൂട്ടിക്കിൾ, നമ്മുടെ എപ്പിഡെർമിസ്, ആ സാധനം തന്നെ ഉണ്ടാവും. നമ്മൾ ഓൾറെഡി പഠിച്ചില്ലേ, ഇത് പഠിക്കുന്ന സമയത്ത് ഇവിടെ എപ്പിഡെർമിസ് ഉണ്ടാവുക. സോ ദർ വിൽ ബി ദ എപ്പിഡെർമിസ് വിൽ ബി ദെയർ. ആൻഡ് ഇതുപോലെ താഴെ ഭാഗത്തും എപ്പിഡെർമിസ് ഉണ്ടാവും. അപ്പോൾ ലീഫിൻ്റെ കട്ട് സെക്ഷൻ വരയ്ക്കുക, ലീഫിനെ കട്ടിയിൽ നല്ല കട്ടിയുണ്ടെന്ന് വിചാരിക്കും ലീഫിനെ, അങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ എപ്പിഡെർമിസും സാധനങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാവും. ഇനി ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് എന്തുണ്ടാവും, കുറേ പാരൻ കൈമാറ്റസ് ടിഷ്യൂ ഉണ്ടാവും. അതിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവും, വാസ്കുലർ ബണ്ടിൽസ് ഉണ്ടാവും. വാസ്കുലർ ബണ്ടിൽസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, ദർ വിൽ ബി കുറേ ഫ്ലോ ഉണ്ടാവും. ഫ്ലോയത്തിൻ്റെ നടുവിൽ എങ്ങനെ ഉണ്ടാവുക, നടുവിൽ നമ്മുടെ ഈ പറയുന്ന പോലത്തെ വലിയ വലിപ്പമുള്ള 2-3 സൈലങ്ങളും ഉണ്ടാവും. സോ ദിസ് വിൽ ബി ലൈക്ക് ദാറ്റ്, ദിസ് ഇസ് എ വാസ്കുലർ ബണ്ടിൽ. ആൻഡ് അതിൻ്റെ നടുവിൽ ഇവിടെ കുറേ ടിഷ്യൂ ഉണ്ടാവും. ദിസ് ടിഷ്യൂ ഇസ് നോൺ ആസ് യുവർ പാരൻ കൈമ. അങ്ങനെയല്ലേ വിളിക്കുക, പാരൻ കൈമ എന്നാണ് വിളിക്കുക. ദിസ് ഇസ് ദ പാരൻ കൈമ. എങ്ങനെ ഉണ്ടാവുക, സോ ദ ലീഫ് വിൽ ബി ഹാവിങ് ഒരു എപ്പിഡെർമിസ് ഉണ്ടാവും. ഇറ്റ് വിൽ ബി ഹാവിങ് ആൻ എപ്പിഡെർമിസ്, ഉറപ്പല്ലേ. ആൻഡ് ഇറ്റ് വിൽ ബി ഹാവിങ് എ വാസ്കുലർ ബണ്ടിൽ ഉണ്ടാവും. അപ്പോൾ ഇതെന്താ സാധനം താഴെയുള്ളത്, ദിസ് ഈസ് ഓൾസോ എപ്പിഡെർമിസ്, ഉറപ്പല്ലോ അല്ലേ, എപ്പിഡെർമിസ്. ആൻഡ് ഇതിൻ്റെ നടുവിലുള്ള സാധനം എന്താണ്, പാരൻ കൈമ എന്നാണ് വിളിക്കുന്നുണ്ടാവുക, പാരൻ കൈമ എന്നാണ് വിളിക്കുന്നുണ്ടാവുക. സോ ദിസ് ഈസ് ഹൗ ദ ലീഫ് ഈസ് അറേഞ്ച്ഡ്. ഭയങ്കര സിമ്പിളായിട്ട് ജനറൽ അറേഞ്ച്മെൻ്റ് ആണ് പറയുന്ന സാധനം ഉണ്ടാവുക. ഇനി നമ്മളിപ്പോൾ ഡൈക്കോട്ടിനെ പറ്റിയിട്ടാണ് പറയുന്നതെന്ന് വിചാരിച്ചോ. ഡൈക്കോട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ യു നോ ദാറ്റ് തിങ്, ഡൈക്കോട്ടിൻ്റെ സൈലും ഫ്ലോയൊക്കെ എതിലേ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ യു നോ ദാറ്റ് തിങ്, ഒരു സൈലും ഫ്ലോയൊക്കെ പോകുന്നത് ഈ സെൻറ്ററിലുള്ള റിബിൽ കൂടി ആയിരിക്കും പോകുന്നത്, ഏറ്റവും സെൻട്രൽ റിബ്, ഇങ്ങനെയല്ല പറയുക, ഏറ്റവും നടുവിലുള്ള ഈ വരയിൽ കൂടി ആയിരിക്കും സൈലും ഫ്ലോയൊക്കെ വരുന്നുണ്ടാവുക. പിന്നെ വരുന്നുണ്ടാവുക ഈ ഇങ്ങോട്ട് വരുന്ന സാധനത്തിലുണ്ടാവുക, പിന്നെ അതിൻ്റെ ബ്രാഞ്ചസിലുണ്ടാവുക. അപ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ഈ വെയിൻസിനൊക്കെ ഡിഫറെൻറ്റ് സൈസ് ആയതുകൊണ്ട് യു ക്യാൻ സീ ദാറ്റ് തിങ് അല്ലേ, നടുവിലുള്ള സാധനത്തിന് നല്ല വലിപ്പമുണ്ട്, സൈഡിലേക്ക് പോകുന്നവരും വലിപ്പം ഇങ്ങനെ കുറഞ്ഞു വരുന്നുണ്ടാവും. സോ ഇതിനകത്തുള്ള വാസ്കുലർ ബണ്ടിൽസ് എങ്ങനെ ആയിരിക്കും വെച്ചാൽ ഇറ്റ് വിൽ ബി ഓഫ് ഡിഫറെൻറ്റ് സൈസ് ആയിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ നടുവിലുള്ള വാസ്കുലർ ബണ്ടിലാണെങ്കിൽ എങ്ങനെ ആയിരിക്കും ഉണ്ടാവുക, ദിസ് വിൽ ബി ബിഗ്ഗർ വാസ്കുലർ ബണ്ടിലായിരിക്കും ഇതിനകത്ത് ഉണ്ടാവുക. ഇനി ഇതിനകത്തുള്ളതാണെങ്കിൽ കുറച്ചും കൂടി സ്മോളർ ആവും, ഇതിനകത്തുള്ളതാണെങ്കിൽ കുറച്ചും കൂടി സ്മോളർ ആവും, ഇതിനകത്തുള്ളതാണെങ്കിൽ കുറച്ചും കൂടി സ്മോളർ ആവും. സോ ഇതിനകത്തുള്ള വാസ്കുലർ ബണ്ടിൽസിൻ്റെ സൈസ് എങ്ങനെ ആയിരിക്കും എന്ന് വെച്ചാൽ ഇറ്റ് വിൽ ബി ഹാവിങ് എ ഭയങ്കര സ്മോളർ ആയിട്ട് ഭയങ്കര ഡിഫറെൻറ്റ് സൈസിലുള്ള വാസ്കുലർ ബണ്ടിൽസ് ആയിരിക്കും അവിടെ ഉണ്ടാവുക. മനസ്സിലാവുന്നുണ്ടോ? ആർ യു അണ്ടർസ്റ്റാൻഡിങ്? ക്ലിയർ ആണോ? കൺഫ്യൂഷൻസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല നമ്മളിവിടെ ഉണ്ടാവുക. പക്ഷേ ഇവിടെ നോക്ക്, നമ്മുടെ ഈ മോണോകോട്ട് ലീഫിലുണ്ടാകുമ്പോൾ ഇവിടെ ഇങ്ങനെ നടുവിലൊരു കട്ടിയുള്ള വെയിനും അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ വേറെ വെയിൻസ് ഒന്നുമില്ല. ഇതിനകത്ത് എല്ലാ വെയിനും സിമിലർ ആയതുകൊണ്ട് ഇതിനകത്ത് ഉണ്ടാകുന്ന എല്ലാ വാസ്കുലർ ബണ്ടിൽസും സെയിം ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? സോ ഇതിനകത്ത് ഉണ്ടാകുന്ന എല്ലാ വാസ്കുലർ ബണ്ടിൽസും സെയിം ആയിരിക്കും നമ്മൾ എവിടെ ഉണ്ടാവുന്നത്, മോണോകോട്ടിലുണ്ടാവും. അപ്പോൾ ഡൈക്കോട്ടിലുണ്ടാകുന്ന വാസ്കുലർ ബണ്ടിൽസ് ഓഫ് ഡിഫറെൻറ്റ് സൈസും മോണോകോട്ടിലുണ്ടാകുന്ന വാസ്കുലർ ബണ്ടിൽസ് ഓഫ് സെയിം സൈസും ആയിരിക്കും ഉണ്ടാവുക. അതിലൊരു ലോജിക്ക് മനസ്സിലാക്കിയാൽ മതി. ദിസ് ഈസ് ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്ന കാര്യമായിരിക്കും ഉണ്ടാവുക. റെഡിയാണോ? സോ ഞാൻ ഇതിൻ്റെ വാസ്കുലർ ബണ്ടിൽസ് വരയ്ക്കുകയാണ്. ഇപ്പോൾ സപ്പോസ് ഞാനിപ്പോൾ വരച്ച സാധനം ഡൈക്കോട്ടായിട്ട് വരയ്ക്കുകയാണെങ്കിൽ ഐ വിൽ ബി ഡ്രോയിങ് ലൈക്ക് ദാറ്റ് തിങ്. ഇതിനുള്ള വാസ്കുലർ ബണ്ടിൽസ് ഓഫ് ഡിഫറെൻറ്റ് സൈസിൽ വാസ്കുലർ ബണ്ടിൽസ് ഞാൻ വരയ്ക്കും. ഇനി ഇപ്പോഴത്തെ ഞാനൊരു മോണോകോട്ട് വരയ്ക്കാമെന്ന് വിചാരിച്ചോ. സപ്പോസ് ദിസ് ഈസ് എ മോണോകോട്ട്, ഇതൊരു മോണോകോട്ടായിട്ടാണ് ഞാൻ വരയ്ക്കുന്നതെങ്കിൽ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് തിങ്. ഇതിനകത്തുള്ള വാസ്കുലർ ബണ്ടിൽസ് ഒക്കെ ഞാൻ എങ്ങനെ വരയ്ക്കുക, ഇതിനകത്തുള്ള വാസ്കുലർ ബണ്ടിൽസ് ഒക്കെ ഐ വിൽ ബി ഡ്രോയിങ് ദ സെയിം സൈസിലായിരിക്കും വാസ്കുലർ
വാസ്കുലർ ബണ്ടിൽസ് വരയ്ക്കുന്നുണ്ടാവുക. വൈ? ബിക്കോസ് അതിനകത്ത് ഒരേപോലെയാണ് അതിൻ്റെ വീനേഷൻ കടന്നു പോകുന്നുണ്ടാവുക. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നുണ്ടാവുക. ക്ലിയർ ആണോ? ഇനി ഇതിനകത്തേക്ക് തന്നെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇതിൻ്റെ പാരൻകൈമയിൽ ഇലയുടെ പാരൻകൈമയിൽ ഏത് സെല്ല് ഉണ്ടാവുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ളത്? പണ്ട് പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് നോൺ ആസ് വാട്ട്? മീസോഫിൽ സെൽ. മീസോഫിൽ സെൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലോറോപ്ലാസ്റ്റ് സൂക്ഷിച്ച് വെക്കുന്ന ഫോട്ടോസിന്തസിസ് ചെയ്യാനുള്ള സെല്ലിനെയാണ് മീസോഫിൽ എന്ന് വിളിക്കുന്നുണ്ടാവുക. സോ ഇവിടുത്തെ മീസോഫിൽ സെൽസ് എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ നമ്മളെ ഏറ്റവും മുകളിൽ, അതായത് അപ്പർ സർഫസിൽ, ഡോർസൽ സർഫസിലായിട്ട് ദർ വിൽ ബി നമ്മളിങ്ങനെ പാരലലി അറേഞ്ച് ചെയ്തിട്ടുള്ള വേലി കെട്ടിയ പോലത്തെ സെല്ലുകളുണ്ടാവും. വേലി കെട്ടുക എന്ന് പറഞ്ഞാൽ വാക്കിൻ്റെ പേര് പാലിസൈഡ് എന്നാണ്. സോ ഇവിടെ മേളിൽ ഇങ്ങനെ വേലി കെട്ടിയ പോലെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന സെൽസ് ഉണ്ടാവും ഇതിൻ്റെ ഏറ്റവും മേളിലായിട്ട്. സോ ഈ മീസോഫിൽ സെല്ലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ദാറ്റ് ഈസ് നോൺ ആസ് വാട്ട്? പാലിസൈഡ് സെൽസ് എന്ന് വിളിക്കും. ദിസ് ഈസ് നോൺ ആസ് വാട്ട്? പാലിസൈഡ് സെൽസ് എന്ന് വിളിക്കും. അല്ലെങ്കിൽ പാലിസൈഡ് മീസോഫിൽസ് എന്ന് വിളിക്കും. ദിസ് ഈസ് നോൺ ആസ് വാട്ട്? പാലിസൈഡ് മീസോഫിൽ എന്ന് വിളിക്കുന്നുണ്ടാവുക. പക്ഷേ താഴെ ഭാഗത്തേക്ക് നോക്കുന്ന സമയത്ത് അവിടെ അങ്ങനെ കൃത്യമായിട്ട് അറേഞ്ച്മെൻ്റ് ഒന്നും ഇല്ലാത്ത ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മീസോഫിലിനെ കാണാൻ പറ്റും. സോ ഇതിനെ വിളിക്കുന്ന പേരെന്താ വെച്ചാൽ ദിസ് ഈസ് നോൺ ആസ് വാട്ട്? സ്പോഞ്ചി മീസോഫിൽ എന്ന് വിളിക്കും. ദിസ് ഈസ് നോൺ ആസ് വാട്ട്? സ്പോഞ്ചി മീസോഫിൽ. സോ അവിടെ എന്തുണ്ട്? പാലിസൈഡ് മീസോഫിലും ഉണ്ട്, സ്പോഞ്ചി മീസോഫിലും ഉണ്ട്. എവിടെ? ഡൈക്കോട്ടിൽ മേലത്തെ സർഫസിൽ ഭയങ്കര കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന സെൽസ് ആയിരിക്കും ഉണ്ടാവുക. യു ക്യാൻ സീ, കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ഇവിടെ നമ്മൾ ഭയങ്കര സ്ട്രോങ് ആയിട്ട് കൃത്യമായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന സെല്ലുകളാണ് ഇവിടെ ഉണ്ടാവുക. ദിസ് ഈസ് നോൺ ആസ് വാട്ട്? യുവർ പാലിസൈഡ് മീസോഫിൽ സെൽസ്. പാലിസൈഡ് എന്ന് പറഞ്ഞാൽ വേലി കെട്ടിയ പോലെ എന്നാണ് പറയുക. വേലി കെട്ടിയ പോലെ വെച്ചിരിക്കുന്ന സെല്ലുകളായിരിക്കും ഇവിടെ ഉണ്ടാവുക. പക്ഷേ താഴെ ഉണ്ടാകുന്ന സാധനം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇറഗുലർ ആയിട്ട് അറേഞ്ച് വെച്ച സാധനമാണ്. അതൊരു സ്പോഞ്ച് പോലെ ഉണ്ടാവുക. ദാറ്റ് ഈസ് നോൺ ആസ് വാട്ട്? സ്പോഞ്ചി മീസോഫിൽ എന്ന് വിളിക്കുന്നുണ്ടാവും. പക്ഷേ മോണോകോട്ടിലേക്ക് എത്തുന്ന സമയത്ത് വാട്ട് ഈസ് ദ ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അങ്ങനത്തെ ഡിഫറൻസ് ഒന്നുമില്ല. എല്ലായിടത്തും ഒരേപോലത്തെ മീസോഫിലുകൾ തന്നെ ഉണ്ടാവുക. അല്ലാതെ മേളിൽ പാലിസൈഡ് താഴെ ഇതെന്നുള്ള ഡിഫറൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ പറഞ്ഞില്ലേ, ഒന്നിൻ്റെ പേര് എന്താ വിളിക്കുക? ഐസോ ബൈലാറ്ററൽ എന്നാണ്. രണ്ട് സൈഡും ഒരുപോലെയുള്ള ലീഫ് എന്നാണ്. മറ്റേതിൻ്റെ പേര് ഡോർസി വെൻട്രൽ എന്നാണ്. അപ്പോൾ ഡോർസിയൽ സൈഡിൽ പാലിസൈഡും താഴത്തെ സൈഡിൽ സ്പോഞ്ചി എന്നുള്ള രൂപത്തിൽ അവിടെ ഒരു ഡിഫറൻസ് അവർ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആൻഡ് വേറൊരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഈ മേലത്തെ സർഫസിലെ സർഫസിന് എന്താ പേര് വിളിച്ചുകൊണ്ടിരുന്നത്? ദിസ് ഈസ് നോൺ ആസ് വാട്ട്? അഡ് ആക്സിയൽ ആണല്ലോ അല്ലേ? താഴെ സർഫസിന് എന്താ വിളിച്ചുകൊണ്ടിരുന്നത്? അബ് ആക്സിയൽ. അങ്ങനെയല്ല വിളിച്ചുകൊണ്ടിരുന്നത്. അബ് ആക്സിയലും അഡാക്സിയലും വിളിച്ചുകൊണ്ടിരുന്നത്. ഈ അഡാക്സിയൽ സർഫസിൽ സ്റ്റൊമാറ്റ ഒന്നെങ്കിൽ ഉണ്ടാവില്ല അല്ലെങ്കിൽ കുറവായിരിക്കും. ദർ വിൽ ബി ലോ സ്റ്റൊമാറ്റ അല്ലെങ്കിൽ ആബ്സെൻറ്റ് സ്റ്റൊമാറ്റ ആയിരിക്കും. മാക്സിമം സ്റ്റൊമാറ്റ വിൽ ബി പ്രസൻറ്റ് ഓൺ ഹിയർ. ഇവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി മറ്റേ ഈ ഇതുപോലത്തെ മോണോകോട്ട് ലീഫിലാണെങ്കിലോ രണ്ട് സൈഡിലും ഒരേപോലെ സ്റ്റൊമാറ്റ ഉണ്ടാവും. രണ്ട് സൈഡിലും ഈക്വൽ ആയിട്ട് തന്നെയായിരിക്കും ഉണ്ടാവുന്നുണ്ടാവുക. ആൻഡ് ഒറ്റ കൺഫ്യൂഷനേ ഉള്ളൂ, അല്ല ഒറ്റ ഡിഫറൻസേ ഉള്ളൂ മോണോകോട്ട് സാധനത്തിനകത്ത്. മോണോകോട്ടിൻ്റെ ഈ എപ്പിഡെർമിസിനകത്ത് ദർ വിൽ ബി സം കൈൻഡ് ഓഫ് നല്ല ലോങ് ആയിട്ടുള്ള ചില സെല്ലുകൾ ഇവിടെ നമ്മൾ കാണാൻ പറ്റും. ക്ലിയർ ആയിട്ടുള്ള സെല്ലുകളാണ് ഉണ്ടാവുക. ഈ സെല്ലിനെ വിളിക്കുന്ന പേരെന്താണെന്ന് വെച്ചാൽ ദിസ് സെൽ ഈസ് നോൺ ആസ് വാട്ട്? ബുള്ളി ഫോം സെൽസ് എന്ന് വിളിക്കുക. ഇതിനെ വിളിക്കുന്ന പേരെന്താ? ബുള്ളി ഫോം സെൽസ് എന്ന് വിളിക്കുക. എന്താ അതിൻ്റെ പ്രത്യേകത എന്ന് അറിയാം മക്കളെ? സപ്പോസ് നമ്മളിപ്പോൾ ഒരു പ്ലാന്റിനകത്ത് ആവശ്യത്തിന് വെള്ളം ഉണ്ടെന്ന് വിചാരിച്ചോ, ആവശ്യത്തിന് വെള്ളമുണ്ട്, അതായത് നമ്മൾ സ്ഥിരമായിട്ട് വെള്ളമൊക്കെ നനച്ചു കൊടുക്കുന്ന ഒരു പ്ലാന്റ് ആണെന്ന് വിചാരിച്ചോ. അങ്ങനെ പ്ലാന്റ് ആണെങ്കിൽ ഈ ബുള്ളി ഫോം സെൽസിൻ്റെ ഉള്ളിൽ നിറയെ വെള്ളം നിറഞ്ഞു നിന്നിട്ട് ബുള്ളി ഫോം സെൽസ് ഇങ്ങനെ വീർത്തിരിക്കും. ബുള്ളി ഫോം സെൽസ് വീർത്തിരിക്കുമ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ ലീഫ് ഇങ്ങനെ തുറന്ന് തന്നെ ഇരിക്കും. ഇപ്പോൾ ലീഫിന് മാക്സിമം സൺലൈറ്റ് കാര്യങ്ങളൊക്കെ കിട്ടും. സപ്പോസ് ഇതൊരു വരൾച്ചയാണ്, വെള്ളമില്ലാത്ത സമയമാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കാമെന്നറിയോ? ഈ ബുള്ളി ഫോം സെൽസിനകത്തു നിന്നുള്ള വെള്ളമൊക്കെ വലിഞ്ഞു പോകും. വെള്ളം വലിഞ്ഞു പോയി കഴിഞ്ഞാൽ എന്താ പറ്റുകയെന്നറിയോ? ഈ ബുള്ളി ഫോം സെൽസ് അങ്ങ് ഷ്രിങ്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ വിരിഞ്ഞിരുന്ന ഈ ലീഫുകളൊക്കെ കൂടി ഇങ്ങനെ ചുരുണ്ടങ്ങനെ ആയി പോകും. അപ്പോൾ എന്താ സംഭവിക്കാമെന്നറിയോ? വെള്ളം ഇല്ലെങ്കിൽ ഇത് തുറന്നിരുന്നു കഴിഞ്ഞാൽ കുറേ വെള്ളം നഷ്ടമാവില്ലേ? അങ്ങനെ വാട്ടർ ലോസ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബുള്ളി ഫോം സെൽസ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ടാവും. സോ അപ്പർ സർഫസ്, എവിടുത്തെ അപ്പർ സർഫസിലാണ്? മോണോകോട്ട് ലീഫിൻ്റെ അപ്പർ സർഫസിൽ ദർ ഇസ് എ സ്പെഷ്യൽ സെൽ കോൾഡ് ബുള്ളി ഫോം സെൽ. വെള്ളം ഉണ്ടെങ്കിൽ ബുള്ളി ഫോം സെൽസിൻ്റെ ഉള്ളിൽ വെള്ളം നിറഞ്ഞിട്ട് അത് നിവർന്നിരിക്കാൻ സഹായിക്കും. ഇനി വെള്ളമില്ലാത്ത സമയത്താണെങ്കിൽ വാട്ടർ ലോസ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബുള്ളി ഫോം സെൽസ് എംപ്റ്റി ആയിട്ട് ഇതിങ്ങനെ ചുരുങ്ങി ഈ സാധനത്തിന് ഇങ്ങനെ അടഞ്ഞിരിക്കാനും വേണ്ടി സഹായിക്കുന്നുണ്ടാവും. ആർ യു അണ്ടർസ്റ്റാൻഡിങ്? മനസ്സിലാവുന്നുണ്ടോ? എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ട് എന്നുള്ള കാര്യം പറയുക. സോ ദിസ് ഈസ് ദാറ്റ് ഇമ്പോർട്ടൻറ്റ്. സോ ഇവിടെ നോക്കാം നമുക്ക് ഡോർസി വെൻട്രൽ ലീഫും മറ്റേ സാധനങ്ങൾ NCERT എന്താ പറഞ്ഞിട്ടുള്ളത് നോക്കാം. NCERT വായിക്കാം. ദ വെർട്ടിക്കൽ സെഷൻ ഓഫ് എ ഡോർസി വെൻട്രൽ സീസ് ത്രൂ ലാമിന ഷൂസ് 3 മെയിൻ പാർട്സ്. എന്തൊക്കെ ഉണ്ടാവും? എപ്പിഡെർമിസ് ഉണ്ടാവും, മീസോഫിൽ സെൽസ് ഉണ്ടാവും, വാസ്കുലാർ സിസ്റ്റം ഉണ്ടാവും. എപ്പിഡെർമിസ് വിച്ച് കവേഴ്സ് ബോത്ത് അപ്പർ സർഫസ്. അപ്പർ സർഫസിനെ വിളിക്കുന്ന പേര് അഡാക്സിയൽ എപ്പിഡെർമിസ് എന്നാണ്. ലോവർ സർഫസിനെ വിളിക്കുന്ന പേര് അബാക്സിയൽ എപ്പിഡെർമിസ്. അപ്പോൾ അഡാക്സിയൽ എന്നുള്ള വാക്ക് ഓർക്കുക. ആക്സിസ് ഇപ്പോൾ ഇങ്ങനെ ഇല ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഞാനാണ് ഇപ്പോൾ ഇതാണ് ആക്സിസ് അല്ലേ? ആക്സിസിൻ്റെ അടുത്തേക്ക് നിൽക്കുന്ന ആളാണ് അഡാക്സിയൽ. ബിലോ പോണ ആളാണ് അബാക്സിയൽ. ബി ഫോർ ബിലോ എന്ന് പറയുക. താഴേക്കുള്ള ആളാണ് ബിലോ സർഫസ്. ഉറപ്പാണല്ലോ അല്ലേ? ഹാസെ നോക്ക്, ലീഫ് ഹാസ് എ കോൺസ്പിക്വസ് ക്യൂട്ടിക്കൽ. വീണ്ടും കോൺസ്പിക്വസ്, കൃത്യമായിട്ട് കാണാൻ പറ്റുന്ന ക്യൂട്ടിക്കൽ എന്ന് പറഞ്ഞാൽ വാട്ടർ ലോസ് പ്രിവെൻറ്റ് ചെയ്യുന്ന സാധനം അല്ലേ? അബാക്സിയൽ എപ്പിഡെർമിസ് ജനറലി ബിയസ് മോർ സ്റ്റൊമാറ്റ ദാൻ ദ അഡാക്സിയൽ എപ്പിഡെർമിസ്. നമ്മൾ പറഞ്ഞില്ലേ മേളിലുള്ളതിനേക്കാളും താഴെ കൂടുതലായിരിക്കും ഉണ്ടാവുക. ചില സമയത്ത് മേളിൽ സ്റ്റൊമാറ്റ ഉണ്ടാവുകയില്ല. അതുകൂടെ പറയുന്നുണ്ട്. ദ ലേറ്റർ മേ ഇവൻ ലാക്ക് സ്റ്റൊമാറ്റ. മേളിലുള്ളതിന് ചിലപ്പോൾ അത് ഉണ്ടാവുകയില്ല എന്ന് പറയില്ലേ? ദ ടിഷ്യൂ ബിറ്റ്വീൻ ദ അപ്പർ ആൻഡ് ലോവർ എപ്പിഡെർമിസ് ഈസ് കോൾഡ് ദ മീസോഫിൽ. അതിന് നടുവിലുള്ള മുഴുവൻ ടിഷ്യൂവിനെ നമ്മൾ എന്താ വിളിക്കുക? ദിസ് ഈസ് നോൺ ആസ് വാട്ട്? മീസോഫിൽ എന്ന് വിളിക്കുക. മീസോഫിൽ വിച്ച് പോസസ്
chloroplast and carry out photosynthesis ചെയ്യുന്നുണ്ടാവും. Made up of parenchyma വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടാവുക. It has two type of palisade parenchyma. Palisade എന്ന് പറഞ്ഞാൽ മേളിലുള്ള സാധനമാണ്, കൃത്യമായിട്ട് അറേഞ്ച് ചെയ്ത സാധനങ്ങളാണ്. ആൻഡ് സ്പോഞ്ചി പാരൻകൈമ, സ്പോഞ്ചി എന്ന് പറഞ്ഞാൽ ഇറഗുലർ ആയിട്ടുള്ള. ദ അഡാക്സിയലി പ്ലേസ്ഡ് പാലിസൈഡ് പാരൻകൈമ മേഡ് അപ്പ് ഓഫ് ഇലോങ്ങേറ്റഡ് സെൽസ് വിച്ച് ആർ അറേഞ്ച്ഡ്, എങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക? വെർട്ടിക്കലി ആൻഡ് പാരലൽ ടു ഈച്ച് അതർ. വെർട്ടിക്കലി അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും, പാരലൽ ടു ഈച്ച് അതർ ആയിരിക്കും. ദ ഓവൽ round and loosely arranged spongy parenchyma is situated below the palisade and extend the lower epidermis or extend ചെയ്തു പോകുന്നുണ്ടാവും. There are numerous large spaces or air cavities between these cells. എവിടെ സ്പോഞ്ചി പാരൻകൈമേൻ്റെ ഉള്ളിൽ എന്തുണ്ട്? എയർ cavities ഉണ്ട്. Vascular system includes vascular bundles which can be seen in the veins at the midrib. നമുക്ക് midrib എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ എല്ലാം ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ എല്ലാം നടുവിലുള്ള സാധനം, ഇതിനകത്തും പിന്നെ ഈ വെയിൻസിലുമാണ് എന്തുണ്ടാവുക? വാസ്കുലർ ബണ്ടിൽസ് കാണാൻ പറ്റുന്നുണ്ടാവുക. The size of the vascular bundles are depend upon the size of the vein. ഞാൻ പറഞ്ഞില്ലേ, വലിയ വെയിൻ ആണെങ്കിൽ വലിയ ബണ്ടിലും ചെറിയ വെയിൻ ആണെങ്കിൽ ചെറിയ ബണ്ടിലും ഉണ്ടാവും. The veins vary in thickness in reticulate venation. Reticulate venation എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ പോകുന്ന സാധനത്തിനാണ് റെറ്റിക്കുലർ വീനേഷൻ എന്ന് പറയുക. മറ്റേതിൻ്റെ വീനേഷൻ നമ്മൾ എന്താ വിളിക്കുക? മറ്റേതിൻ്റെ വീനേഷനെ പാരലൽ വീനേഷൻ എന്ന് വിളിക്കുക. അപ്പോൾ എല്ലാത്തിനും ഈക്വൽ സൈസുള്ള സാധനങ്ങളായിരിക്കും, പാരലലി പോകുന്ന സാധനങ്ങളായിരിക്കും ഉണ്ടാവുക. ക്ലിയർ ആണോ? The vascular bundles are surrounded by a layer of thick-walled bundle sheath cells. Thick-walled ആയിട്ടുള്ള bundle sheath cell വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ടാവും. ലുക്ക് അറ്റ് ദ ഫിഗർ, കാണാം അല്ലേ? ഇനി ഐസോ ബൈലാറ്ററൽ. ഐസോ എന്ന് പറഞ്ഞാൽ സെയിം ആണ്, ബൈലാറ്ററൽ എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡുണ്ട്, രണ്ട് സൈഡും സെയിം ആയിട്ടുള്ള ലീഫ്, ദാറ്റ് ഈസ് മോണോകോട്ടിലിഡനസ് ലീഫാണ്. Anatomy of isobile similar to that of the dorsiventral leaf in many ways. It shows the following characteristic differences. In an isobilateral leaf, stomata are present on both surfaces. രണ്ട് സർഫസിൽ സ്റ്റൊമാറ്റ ഇഷ്ടംപോലെ കാണുന്നുണ്ടാവും. And the mesophyll is differentiated into, not differentiated into palisade and spongy. Palisade spongy എന്നില്ല, സ്പോഞ്ചി മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. ഇൻ ഗ്രാസസ് certain addaxial epidermal cells, മേളിലുള്ള ചില epidermal cells along the veins are modify them into large empty colorless cells called bulliform cells. ഇവരെന്താ ചെയ്യുന്നുണ്ടാവുക? bulliform cells in the leaves are absorb water and are turgid. അവർ വാട്ടർ അബ്സോർബ് ചെയ്ത് ടർഗിഡ് ആണെങ്കിൽ the leaf surface is exposed. ലീഫ് ഇങ്ങനെ വിടർത്തി വെക്കാൻ വേണ്ടി സഹായിക്കും. when they are flaccid due to water stress, വാട്ടർ കുറഞ്ഞു പോയിട്ട് അത് ഫ്ലാസിഡ് ആയി മാറുന്നുണ്ടെങ്കിൽ they may curl to minimize the loss of water. The parallel venation in monocot leaves reflect the near similar sizes of the vascular bundles except in the main veins. അങ്ങനെ എല്ലാത്തിനും ഒരേപോലത്തെ സൈസ് ആയിരിക്കും വാസ്കുലർ ബണ്ടിൽസ് ഉണ്ടാവുക എന്നുള്ള കാര്യം. സോ ദിസ് ഈസ് ദ എൻഡ് ഓഫ് ദിസ് ചാപ്റ്റർ. ഇത്രയും മാത്രം പഠിച്ചാൽ മതി, വേറൊരു സാധനവും വേണ്ട. എല്ലാവരും ചോദിക്കുന്നുണ്ട് അതിനപ്പുറത്തുള്ളത് പഠിക്കണോ, ആവശ്യമുള്ളത് പഠിക്കണോ വേണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആൻഡ് ഓഫ് കോഴ്സ് ഇതുപോലെ തന്നെ ഒരു ഷോർട്ട് നോട്ട് സാധനങ്ങളിലാക്കി വയ്ക്കുക. അവിടെ നോക്കിക്കോ, എപ്പിഡെർമിസ്. എപ്പിഡെർമിസിൽ കവേഴ്സ് ബോത്ത് ദ അപ്പർ അഡാക്സിയൽ ആൻഡ് ലോവർ അബാക്സിയൽ സർഫസ് ഓഫ് ദ ലീഫ്. അബാക്സിയൽ എപ്പിഡെർമിസ് ജനറലി ബിയേഴ്സ് മോർ സ്റ്റൊമാറ്റ. സെയിം സമയത്ത് സ്റ്റൊമാറ്റ ആർ പ്രസന്റ് ഓൺ ബോത്ത് സർഫസ് ഓഫ് ദ എപ്പിഡെർമിസ്. മീസോഫിൽ എന്ന് പറഞ്ഞാൽ ഡിഫറൻഷിയേറ്റഡ് ഇൻറ്റു പാലിസൈഡ് ആൻഡ് സ്പോഞ്ചി പാരൻകൈമ, നോട്ട് ഡിഫറൻഷിയേറ്റഡ് ഇൻറ്റു പാലിസൈഡ് ആൻഡ് സ്പോഞ്ചി പാരൻകൈമ. വാസ്കുലർ ബണ്ടിൽസ് വേരി ഇൻ തിക്നെസ് ആൻഡ് റെറ്റിക്കുലേറ്റ് വീനേഷൻ surrounded by thick-walled bundle sheath cells. Near similar sizes are vascular bundles of parallel venation. Cuticle present on both adaxial and abaxial epidermis രണ്ടും സിമിലർ ആണ്. ബുള്ളിഫോം സെൽസ് ഇവിടെ ആബ്സെൻ്റ് ആണ്, ഇവിടെ പ്രസൻ്റ് ആണ്. അത് കർലി ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ടാവും. ആൻഡ് ബണ്ടിൽ ഷീത്ത് പ്രസൻറ്റ് അറൗണ്ട് ദ വാസ്കുലർ ബണ്ടിൽ ആൻഡ് പ്രസൻറ്റ് അറൗണ്ട് ദ വാസ്കുലർ ബണ്ടിൽസ്. ഈ സാധനം മാത്രം നോക്കി വയ്ക്കുക. അപ്പോൾ ഇവിടെ ആകെ ഡിഫറൻസ് വരുന്നത് എവിടെ മക്കളെ? ആകെ ഡിഫറൻസ് വരുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് വാസ്കുലർ ബണ്ടിലിൻ്റെ സൈസിൻ്റെ കാര്യത്തിൽ വ്യത്യാസം വരുന്നുണ്ട്, മീസോഫിലിൻ്റെ കാര്യത്തിൽ വ്യത്യാസം വരുന്നുണ്ട്, എപ്പിഡെർമിസിൻ്റെ അകത്ത് സ്റ്റൊമാറ്റയുടെ എണ്ണത്തിൽ ഡിഫറൻസ് വരുന്നുണ്ട്, ബുള്ളിഫോം സെൽസ് ഡൈക്കോട്ടിലില്ല മോണോക്കോട്ടിലുണ്ട് എന്നുള്ള കാര്യം. സോ ഇത്രയും മാത്രം നോക്കുക, ബാക്കി കാര്യങ്ങൾ നോക്കുക. ആൻഡ് ഞാൻ പറയുന്നത് വെച്ചാൽ ഇതുവരെ പഠിച്ചു തുടങ്ങാത്ത മക്കളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ പഠിച്ചിട്ട് മനസ്സിലാവാത്ത മക്കളുണ്ടെങ്കിൽ നിങ്ങൾ ഈ എന്ത് ചെയ്താൽ മതി? ഈ DTSും ഈ ലൈവുകളും മാത്രം ഫോളോ ചെയ്താൽ മതി. ഇത് മാത്രം വെച്ചിട്ട് നിങ്ങൾക്ക് നീറ്റ് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അടുത്ത ടെസ്റ്റ് വരുന്നത് 31-ാം തീയതിയാണ്. 30-ാം തീയതി വെനസ്ഡേ അല്ല, ഞാനത് അറിയാതെ എഴുതി പോയതാണ്. ദാറ്റ് ഈസ് ഓൺ ട്യൂസ്ഡേ ആണ് ഉണ്ടാവുക. സോ അതിലേക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ മെൻറ്റർഷിപ്പ് ചാനൽ ജോയിൻ ചെയ്യാൻ പറ്റും. ഡെഫിനറ്റ്ലി വിൽ ബി ഗെറ്റിംഗ്. ആൻഡ് അടുത്ത ദിവസം 1-ാം തീയതി 30-ാം തീയതി എക്സാം ആണെങ്കിൽ 1-ാം തീയതി വിൽ ബി ഡിസ്കസിങ് ഇലക്ട്രോ കെമിസ്ട്രി ഇൻ ദ ലൈവ്. സോ അതിൻ്റെ ബേസിക് സാധനങ്ങളും സംഗതികളൊക്കെ പറയാം. സോ കണ്ടുന്നതിന് താങ്ക് യു സോ മച്ച്. നമ്മൾ എന്ത് ചെയ്യാം? അടുത്ത ലൈവിൽ കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ. എന്ത് കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും കോൺടാക്ട് ചെയ്യുക. എൻ്റെ കോൺടാക്ട് നമ്പർ ഐ വിൽ ബി ഗിവിങ് മൈ കോൺടാക്ട് നമ്പർ. സോ നമ്പർ ഈസ് ലൈക്ക് 9048292200 എന്നുള്ളതാണ് കോൺടാക്ട് നമ്പർ. സോ ഡെഫിനറ്റ്ലി വിൽ ടോക്ക് അബൌട്ട് മോർ ആൻഡ് ഡീറ്റെയിൽസ്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിച്ചോ. വിൽ ബി സോർട്ടിങ് ഔട്ട്. അടിപൊളിയായിട്ട് പഠിച്ച് മുന്നോട്ട് പോകാം കേട്ടോ. സി യു. ബൈ.